സ്ഥിരമായി ലൈവ് വരലൊന്നും എൻ്റെ പ്ലാനല്ല, ഞാനൊട്ടും പ്രിപ്പയർഡും അല്ല. പക്ഷേ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വിട്ടുപോയതും കൂടെ വന്നൊന്ന് ഒരു കംപ്ലീഷൻ, അതായത് ഒരു കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ളൊരു നെസസിറ്റി കൊണ്ട് വീണ്ടും ലൈവിലേക്ക് വന്നു എന്നേ ഉള്ളൂ. വിഷയം പഴയത് തന്നെയാണ്, ഫിജോ ജോസഫ് തന്നെയാണ് വിഷയത്തിൽ നിന്നൊന്നും മാറിപ്പോകാൻ വന്നതല്ല. പിന്നെ എൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട്, പുള്ളിയുടെ ഒരു നിർബന്ധവും കൂടെ ഇതിനകത്തുണ്ടെന്ന് വേണം പറയാൻ. പുള്ളി എന്നെ കുറെ നിർബന്ധിച്ചതിന്റെ പേരിലാണ് ഞാൻ വീണ്ടും ഒരു ലൈവ് വരാൻ തയ്യാറായത്. ഇങ്ങനെ ദിനംപ്രതി ലൈവ് വന്ന് നാട്ടുകാരുടെ സമയം മെനക്കെടുത്തുന്നതിനോട് എനിക്ക് തീരെ പൊരുത്തമില്ല, താല്പര്യമില്ല. അതാണ് കാര്യം. ആളെ പരിചയപ്പെടുത്താം. ആള് ജസ്റ്റിൻ എന്നാണ് പേര്. പുള്ളി എല്ലാവർക്കും നന്നായി അറിയാമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഫിജോയെ വാച്ച് ചെയ്യുന്നവർക്കൊക്കെ പെട്ടെന്ന് തന്നെ ഇത് പിടികിട്ടും പുള്ളി ആരെന്ന്. ഞങ്ങൾ രണ്ടുപേരൂടെ ഈ ചേരലും പിടിക്കലും അതൊന്നും അങ്ങനെയൊന്നും തെറ്റിദ്ധാരണകളൊന്നും വേണ്ട. ഒന്ന് രണ്ട് കാര്യങ്ങളിൽ ഒരു വ്യക്തത വരണം. വ്യക്തത വരാൻ വേണ്ടിയിട്ട് പുള്ളിയെയും കൊണ്ട് ഞാൻ വന്നു എന്നേ ഉള്ളൂ. ജസ്റ്റിനെയും കൊണ്ട് ഞാൻ വന്നു എന്നേ. പുള്ളി എന്നൊന്നും വിളിക്കുന്നത് ജസ്റ്റിൻ ഇനഫ്. ജസ്റ്റിന്റെ വിഷയം എന്തെന്ന് പറഞ്ഞാൽ കണ്ണൂരുള്ളതാണ്, കണ്ണൂർ സ്വദേശിയാണ് അല്ലേ, കണ്ണൂർ സ്വദേശിയാണ് പുള്ളി. അപ്പോൾ അവിടെ വൈഫും പുള്ളിക്കാരൻ തമ്മിൽ ചെറിയ വഴക്കെന്താന്ന് പറഞ്ഞാൽ എന്തോ പൈസ അയക്കാൻ മുടങ്ങുകയോ, പുള്ളിയുടെ അമ്മ അവരുടെ സിസ്റ്ററുടെ വീട്ടിലേക്ക് പ്രസവ ആവശ്യങ്ങൾക്കായി പോവുകയും ചെയ്യുമ്പോൾ ഈ കുട്ടി അവിടെ തനിച്ചാവുകയും, ജസ്റ്റിന്റെ വീട്ടിൽ തന്നെയാണേ, പുറത്തേക്കെങ്ങും അല്ല. അപ്പം അങ്ങനെ എന്തോ അവർ തമ്മിലുള്ള ഫാമിലി ഇഷ്യൂ. സത്യത്തിൽ ആ ഫാമിലി ഇഷ്യൂ എന്താണെന്ന് ഞാൻ അന്വേഷിക്കാൻ പോയിട്ടില്ല എന്നുള്ളത് സത്യമാണ്. കാരണം ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള അവരുടെ പേഴ്സണൽ കാര്യമാണത്. അത് അവർ തന്നെ ക്ലിയർ ചെയ്യുന്നതായിരിക്കും വൃത്തി. എനിക്കും ഉണ്ടായിരുന്നു അങ്ങനെ കുറെ പ്രോബ്ലംസ്. അപ്പൊ എനിക്കറിയാം മറ്റുള്ളവർ അതിനകത്ത് ഇടപെട്ട് കഴിഞ്ഞാൽ കൂടുതൽ അത് വൾഗറാകും, കുളമാകും. ബെറ്റർ അവർ രണ്ടുപേരാണ് ജീവിക്കേണ്ട വ്യക്തികൾ. അപ്പൊ അവർ തന്നെ അത് സോൾവ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. വലിച്ചു നീട്ടുന്നില്ല. സാമൂഹ്യ പ്രവർത്തക മാഡം ഓടി അങ്ങടെത്തി. എവിടെ നിന്നറിയുമോ? കോട്ടയത്ത് നിന്ന് നേരെ കണ്ണൂർക്ക് വിട്ടു. പെട്രോളൊക്കെ ചെലവാക്കി ഈ കൊറോണ ടൈമിൽ കയ്യിൽ പൈസ ഇല്ലാതെ ആളുകൾ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് നടക്കുന്ന ഒരു സിറ്റുവേഷനിൽ ആരോ ഒരാളായ ആ പെൺകുട്ടിയുടെയും ഇയാളുടെയും പ്രശ്നം സോൾവ് ചെയ്യാൻ ഇത്രയും ദൂരം പെട്രോൾ ഒഴിച്ചുകൊണ്ട് പോവുകയാണ്. അത് അവർക്ക് തലയ്ക്ക് സുഖമില്ല നമുക്ക് പറയേണ്ട കാര്യമില്ലല്ലോ, അത് പയ്യെ പറയേണ്ട കാര്യമില്ല, വലിച്ച് വളരെ ഉറക്കെ ശബ്ദത്തോടെ പറയേണ്ട കാര്യമാണ് അത്. എനിവേ അവിടെ പോവുകയും ആ പെൺകുട്ടിയെ ബ്രെയിൻ വാഷ് ചെയ്യും. എല്ലാവരും അങ്ങനെ തന്നെ. ഇപ്പൊ ഞാനും ഹസ്ബൻഡുമായിട്ടൊക്കെ തല്ലും പിടിയൊക്കെ കൂടാറുണ്ട്. അപ്പോഴേ എനിക്ക് അയാളെ കണ്ടു കഴിഞ്ഞാൽ ഈ ലോകത്ത് വെച്ച് ഏറ്റവും ദുഷ്ട അയാളായിട്ട് തോന്നും. അയാൾ ഇത്രയും ഒരു ദുഷ്ടം വേറെ ഉണ്ടെന്ന് തോന്നത്തില്ല. ഹസ്ബൻഡുമായിട്ട് വഴക്കൂടുമ്പോൾ സാധാരണ അങ്ങനെയാണ്. നമ്മൾ ആരോട് വഴക്കൂടിയാലും അവരുടെ അടുത്ത് നമുക്ക് ഭയങ്കര ദേഷ്യവും വഴക്കും ബഹളവും ഒക്കെ വരാറുണ്ട്. അപ്പൊ അതുപോലെ ആ കുട്ടി എന്തെങ്കിലും പറഞ്ഞാണ്. അപ്പൊ നമ്മൾ സാധാരണ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോകുന്നവർ എന്ത് ചെയ്യും? അതിന് സമാധാനം പറഞ്ഞ് മനസ്സിലാക്കുകയും അടുത്ത ഓപ്പോസിറ്റ് നിൽക്കുന്ന ഭർത്താവെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യയെങ്കിൽ ഭാര്യ അവരെ വിളിച്ചിട്ട് നമ്മൾ കൺവിൻസ് ചെയ്യും. നിങ്ങൾ തമ്മിലൊന്ന് കോംപ്രമൈസ്, ഒന്നിരുന്ന് ഇതൊന്ന് കൗൺസിലിംഗ് ആയാലും അങ്ങനെയായാലും മീഡിയേറ്റർ ചെയ്യാൻ പാടില്ലെന്ന് ഞാൻ പറയുന്നില്ല. എല്ലാവരും അങ്ങ് കോടതിയിൽ പോകാനൊക്കില്ല, എല്ലാവർക്കും അങ്ങ് പോലീസ് സ്റ്റേഷനിൽ ഓടി പോകാനൊക്കത്തില്ല. എവിടെ അങ്ങനെയാണ് പ്രശ്നങ്ങൾ വന്നാൽ ആദ്യം പള്ളിയിൽ പോവുക, അല്ലെങ്കിൽ ഇപ്പം അവിടെയുള്ള ഭരണാധികാരികളുമായിട്ട് ഇടപെടുക. മീൻസ് ലോക്കൽ ആൾക്കാർ ഉണ്ടാവുമല്ലോ, കുറച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് അങ്ങനെയൊക്കെ കുറെ പേരുണ്ടാവും. അല്ലെങ്കിൽ ഇവരുടെ തന്നെ വീട്ടിലെ മുതിർന്ന ആൾക്കാരുമായിട്ട് ഇടപെടുത്ത് അത് തീർക്കാൻ കഴിയും. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടാവും. പിന്നെ രണ്ടാമത് എനിക്ക് അതിനകത്ത് തോന്നിയ ഒരു വൈരുദ്ധ്യം എന്തെന്ന് പറഞ്ഞാല് രണ്ടുപേർക്കും പേരൻസ് ഉണ്ട്, അവൾക്കുമുണ്ട് അയാൾക്കുമുണ്ട്. ഈ പേരൻസിന് മാത്രം തീർക്കാവുന്ന ഒരു ചെറിയ വിഷയമാണിത്, വളരെ ചെറിയ വിഷയമാണ്. ഒരു കുഞ്ഞിന് ഫുഡ് കിട്ടുന്നില്ല എന്നുള്ളത് പിന്നെ ആ വീട്ടുകാർക്ക് തീർക്കാൻ കഴിയുന്ന ഒരു ചെറിയ കാര്യമാണത്. അവർക്കാർക്കെങ്കിലും തന്നെ അത് അഡ്ജസ്റ്റ് ചെയ്ത് ഫുഡ് കൊണ്ടെത്തിക്കാന്നുള്ളതേ ഉള്ളൂ. കാരണം അവൻ കൊടുക്കണ്ട, അവന്റെ അമ്മ അവിടെ ഉണ്ടല്ലോ, അല്ലെ അവന്റെ സഹോദരിമാർ അവിടെ ഉണ്ടല്ലോ, അവരെ കൊണ്ട് കൊടുപ്പിക്കുക എന്നുള്ളത് അവളുടെ അമ്മയുടെ അച്ഛന്റെയും ഉത്തരവാദിത്തമാണ്. അവരുടെ മകൾ അങ്ങനെ ഒരു പീഡനത്തിന് ഇടയാവുകയാണെങ്കിൽ ആ പേരൻസിനാണ് അതിന്റെ ബാധ്യതയുള്ളത്. അപ്പൊ ഇയാളുടെ കഥ ഞാൻ ഇത്രയും വൈഡാക്കി പറയുന്നില്ല. ഇയാളുടെ കഥ പിന്നെ ഇവളുടെ ടൈം ലൈനിലേക്ക് ഇടുകയും അതിനുവേണ്ടി ഒരു ലൈവ് വരികയും എന്നിട്ട് ഇതിന്റെ അടിയിൽ എഴുതിയ ഒരു വേർഡുണ്ട്. അതിലാണ് ഞാൻ ശരിക്കും സ്ട്രൈക്ക് ചെയ്തത്. ഈ പയ്യന്റെ നമ്പര് അവന്റെ പല വിധത്തിലുള്ള പോസിലിരിക്കുന്ന ഫോട്ടോസ് ഉൾപ്പെടെ അവന്റെ നമ്പർ ഉൾപ്പെടെ അത് പബ്ലിഷ് ചെയ്തിട്ട് അടുത്തവൾ ആഹ്വാനം ചെയ്യുന്ന എന്താണെന്നറിയാമോ? അവന്റെ ജോലി നമുക്ക് തെറിപ്പിക്കണം. എന്താ അതൊന്ന് കാണിച്ച ലാസ്റ്റ് പോർഷൻ. ദുബായിലുള്ളവരെല്ലാവരും കൂടെ അങ്ങ് ശ്രദ്ധിക്കുക. ഇപ്പൊ എന്റെ കാര്യത്തിലും അതൊക്കെ തന്നെ നടന്നു. ദുബായിലുള്ളവരെല്ലാവരും കൂടെ ഓടി അങ്ങോട്ട് ചെല്ലാനാ പറഞ്ഞേക്കുന്നത്.
ദുബായിലുള്ളവർ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് അവൾ ഇങ്ങനെ പറഞ്ഞ കഥയാണത്. ഞാൻ കാണിക്കാം. അവനാകെ പതറിയിട്ടുള്ള. ദുബായി ജോലി ചെയ്യുന്ന സുഹൃത്തുക്കൾ ഇവന്റെ ക്രൂരത ഇവൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു കുഞ്ഞിന് ആഹാരം കൊടുക്കുന്നില്ല, ഒരു പെണ്ണിന് അവളുടെ ഭർത്താവ് പിന്നെ ആഹാരം കൊടുക്കുന്നില്ല, പൈസ അയച്ചു കൊടുക്കുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അവന്റെ ജോലി കളയിക്കും. തീർച്ചയായിട്ടും ചെയ്യേണ്ട കാര്യമാണ്. അവന്റെ ജോലി കളയുക, എന്നിട്ട് അവനെ നടുത്തെരുവിൽ നിർത്തുക, എന്നിട്ട് അവനിക്ക് വേണമെങ്കിൽ കുറച്ച് മദ്യമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവനെ ഭ്രാന്തനാക്കുക. അതാണ് ഒരു സാമൂഹ്യ പ്രവർത്തക അല്ലെങ്കിൽ അവനെ സപ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ ചെയ്യേണ്ട കാര്യം. അപ്പോ അതാണ് അതിന്റെ ആ ഒരു ചെറിയ കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ ജസ്റ്റിനാണ് എന്നോട് പറഞ്ഞത്, താത്ത ഇത് നമുക്ക് സംസാരിക്കണം, ചേച്ചി എന്നാ, സോറി ചേച്ചി എന്നാ എന്നെ വിളിക്കുന്നത്, ചേച്ചി ഇത് പറയണം എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു വരുത്തുകയാണ് ഉണ്ടായത്. സോ ഈ വിഷയം അറിയുമ്പോൾ ആദ്യം ഞാനൊന്ന് ഇഗ്നോർ ചെയ്തു. ഈ പെണ്ണിത് സ്ഥിരം പരിപാടിയാണ്, ആരെങ്കിലും തലയിൽ കയറുക, ആരെങ്കിലും അങ്ങോട്ട് തെറി വിളിക്കുക, വായി തോന്നുന്നത് അത്രയോ അങ്ങ് പറയുക, എല്ലാവരും സെക്സ് റാക്കറ്റുകാരാ. ഓഹ്, ആരുണ്ടെങ്കിലും വ്യഭിചാരിണിയായി, വേശിയായി, പിന്നെ സെക്സ് റാക്കറ്റുകാരായി അവരെ അങ്ങ് കൊല്ല വിളിച്ചു കളയും. ഇപ്പൊ പ്രതീക്ഷിക്കാത്ത ഒരാളിങ്ങനെ ഭയങ്കര തെറി അങ്ങോട്ട് വിളിക്കുമ്പോൾ നമുക്ക് ഈ തെറി കേൾക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുക. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു കൺഫ്യൂഷൻ തോന്നും, ചേടാ ഇതെന്തുവാ ഈ നടക്കുന്നേ എന്നൊരു ടെൻഷൻ വരും. ടെൻഷൻ വരുമ്പോൾ നമ്മളൊന്ന് ഷോക്കഡ് ആവുന്ന, ചകിതരാകും, നമ്മൾ സൈലന്റ് ആകും. ആ ഗ്യാപ്പിൽ കയറി അങ്ങ് തകർക്കും. അതാണ് സാധാരണ നടന്നിട്ടുള്ളത്. എന്റെ വിഷയത്തിൽ അത് തന്നെയാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റിൻ ഇവിടെ ഉണ്ട്. ജസ്റ്റിനാണ് പിന്നെ ജസ്റ്റിനെ ഞാൻ വിളിക്കുമ്പോൾ ഇയാള് സത്യത്തിൽ ഇയാൾ കരയായിരുന്നു. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ എന്നെ ഇങ്ങനെ നിങ്ങളെല്ലാം വിളിച്ച് ശല്യം ചെയ്യുന്നതെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, സഹോദരൻ നിന്നെ ഞാൻ ശല്യം ചെയ്യാൻ വിളിച്ചല്ല, എന്താണ് അവസ്ഥയെന്ന് അറിയാൻ വിളിച്ചതാണ്. എന്റെ ജോലി പോകും, എന്നെ അവരവിടുന്ന് പുറത്താക്കും. ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും ഉണ്ടാവില്ല, നമുക്ക് സംസാരിക്കാം. ആരായിരുന്നാലും മനസ്സിലാക്കുന്നവരായിരിക്കും. ഒരാൾ നിന്നെ ജോലിയിൽ നിന്ന് എനിക്ക് അവിടെ പോകാൻ വയ്യ, എനിക്ക് ആരെ ഫേസ് ചെയ്യാൻ വയ്യ, ഞാൻ സൂയിസൈഡിന്റെ വക്കിലാണുള്ളതെന്ന് പറഞ്ഞു. റാസൽ കൈമയിലാണ് ഉള്ളത്, UAE റാസൽ കൈമയിലാണ് ജസ്റ്റിൻ ഉള്ളത്. ഞാൻ ഇവിടെ വരികയും അയാളെ കാണുകയും, ഈ സ്ത്രീക്ക് ഇത് സ്ഥിര പരിപാടിയാണ്. ഈ സ്ത്രീ സ്ഥിരമായി ഇങ്ങനെ ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. അവരെ അങ്ങ് വിട്ടേക്ക, അവരെന്ത് വേണോലും പറഞ്ഞോട്ടെ, നീ അത് മൈൻഡ് ചെയ്യണ്ട, നീ നിന്റെ വഴിക്കുള്ളത് ചെയ്യുക. നാളെ തന്നെ ജോലിക്ക് പോവുക, വൈഫിനെ വിളിക്കുക, കൺവിൻസ് ചെയ്യിക്കുമ്പോ ഈ കുട്ടിയെ വിളിക്കുമ്പോ ആ കുട്ടി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്റെ ഭാര്യ പറയുന്നത് എന്താണെന്നറിയാമോ? അവരൊരു പൊതുപ്രവർത്തകയാണ്, അവരൊരു മാധ്യമ എന്തോ ആണ്, എന്തോ ഗുണാണ്ടറാണ് അവരും. ജേർണലിസം പഠിച്ച ജേർണലിസ്റ്റ് ആണ് അവര്. ജേർണലിസ്റ്റുകൾക്ക് എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് വലിയൊരു ജേർണലിസ്റ്റ് പുതുതായി പൊട്ടിമുളച്ച് വന്നിട്ടുണ്ട്. ജേർണലിസം ഒക്കെയാണ് ഭയങ്കര സംഭവമാണ്. ഈ സാധാരണ പൊതുപ്രവർത്തനം നടത്തുന്നവർക്കും ഈ ജേർണലിസം പത്രപ്രവർത്തനം നടക്കുന്നവർക്കും ഒക്കെ പൊതുവിൽ കേസുകൾ ഉണ്ടാവാറുണ്ട്. അതിൽ ഏത് ജേർണലിസ്റ്റിനാണ് ഇങ്ങനെ ഒരു കേസ്, ഇത്രയും മോശടി കേസുകൾ? മോശടി മീൻസ് സാമ്പത്തിക ക്രമക്കേടുകൾ, സാമ്പത്തിക തട്ടിപ്പുകൾ, വിസ കൊടുക്കാമെന്ന് പറഞ്ഞ്. ദുബായ് എന്നത് ഫോട്ടോയിൽ പോലും അവൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾ ഫോട്ടോയിൽ പോലും അവൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും ഇതില്ലാത്ത അവൾ എങ്ങനെയാണ് ഈ ബാക്കിയുള്ളവർക്ക് വിസ കൊടുക്കുക? ഞാൻ അവിടെ ചെല്ലുമ്പോൾ, അവരെ വീട്ടിൽ ചെല്ലുമ്പോൾ ഹാറ്റ്സ് കോർപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വലിയ ഹാരിസ് എന്നുള്ളതിന്റെ H ആണ്, അജിത് ജോർജ് എന്നുള്ളതിന്റെ Aയും, T അവളുടെ ഉണ്ടല്ലോ ഫിജോ T ജോസഫ്, ആ T ആണ് അതിനകത്തുള്ളത്. അപ്പോ വ്യക്തമായി അവൾക്ക് അതിനകത്തുള്ള ഇൻവോൾവ്മെന്റ് ഉണ്ട്. ഇല്ല ഞാൻ ആദ്യം എന്താ പറഞ്ഞേ, ഞാൻ അവിടെ ഒരു ജോലി ചെയ്യുന്ന സ്ത്രീയാണെന്ന്. പിന്നെന്തോ പറഞ്ഞേ, ഞാൻ അതിന്റെ പാർട്ണറാണെന്ന്. ഇത് സമയത്തിന് മാറ്റി അവൾക്ക് സാധകമായ രീതിയിലേക്ക് കാര്യങ്ങളെ ഇങ്ങനെ മാറ്റി പിടിച്ചിട്ട് സംസാരിക്കാൻ ഇത്രയും കേമി എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഇത്രയും കേമത്തരം. ഇവളെ ഈ കേമത്തരം വേറെന്തിനെങ്കിലും ഉപയോഗിച്ചിരുന്നെങ്കിൽ പ്രയോജനം ഉണ്ടായിരുന്നേനെ. എനിവേ, ഇനി അയാൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അയാൾ പറയട്ടെ, അതിനുശേഷമുള്ളത് ഞാൻ പറയാം. പ്രത്യേകിച്ച് ഞാൻ നിങ്ങളെ എന്റെ പേര് പറഞ്ഞ പരിചയപ്പെടുത്തൊന്നും വേണ്ടല്ലോ. കാരണം ഈ ഫിജോ T തോമസ് എന്ന് പറഞ്ഞ വ്യക്തി ഒരു ദിവസം രാവിലെ എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് ഹലോ ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട് 5-6 മെസ്സേജ്. അപ്പം ഞാൻ വിചാരിച്ചു ആരാണ്, എനിക്കറിയത്തില്ല, ഒരു പെണ്ണുങ്ങളുടെ ഫോട്ടോ, പുതിയ നമ്പർ. ഞാൻ സാധാരണ അങ്ങനത്തെ മെസ്സേജ് ഒന്നും അക്സെപ്റ്റ് ചെയ്യാറില്ല. ഞാൻ അന്നേരത്തെ ഞാൻ നമ്പർ ബ്ലോക്ക് ചെയ്തു. കുറച്ച് ഇപ്പം എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ച് പറയാണ്, നിന്നെ ഇവിടുന്ന് പറഞ്ഞു വിടണം, നാട്ടിൽ പറഞ്ഞു വിടണമെന്നും നിന്റെ ജോലി കളയണമെന്നും പറഞ്ഞ് ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്നുള്ളത്. ഞാൻ പറഞ്ഞത് ആരാണ്? ഒരു പെണ്ണുങ്ങളുടെ വോയിസ് ആണ്. അവരെനിക്ക് എന്താ വോയിസ് മെസ്സേജ് അയച്ചു തന്നു. ഇങ്ങനെ പെണ്ണുങ്ങളാണ്, ഇങ്ങനെ കൂട്ടുകാരനെ വിളിച്ചിട്ട് അങ്ങനെ ഞാൻ ചോദിച്ചു, എന്റെ മൊബൈലിലേക്ക് അയച്ചാ ഇവിടെ, അവർക്ക് എന്നെ വിളിച്ചൂടെ? ഓക്കെ, അവര് സാമൂഹ്യ പ്രവർത്തകയാണ്, ഒരു ജേർണലിസ്റ്റ് ആണ്, ഓക്കെ, ഇതെല്ലാം ഞാൻ അംഗീകരിച്ചു.
അവർക്ക് എന്നെ വിളിച്ച് പറയാം, നിന്റെ വൈഫ് ഇങ്ങനെ എന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഓക്കെ, ആ കാര്യത്തിൽ എന്താണ് സത്യാവസ്ഥ, അതിൽ ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യേണ്ടതുണ്ടോ, ഇല്ലെങ്കിൽ മറ്റുള്ള ആരെങ്കിലും നമുക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യിക്കണോ എന്നുള്ള കാര്യം എന്നെ വിളിച്ച് ചോദിക്കാം. ഇല്ലെങ്കിൽ അത് സോൾവ് ആവാത്ത പ്രശ്നമാണോ, നമുക്കെന്നത് വേണ്ടുമ്പോൾ എന്തെങ്കിലും കൈകാര്യം ചെയ്യാം എന്നല്ലാണ്ട് അങ്ങനെ പറയേണ്ട ഒരു വ്യക്തി എന്റെ സുഹൃത്തുക്കൾക്കും എന്റെ UAE-യിലുള്ള പലവിധ ഗ്രൂപ്പുകളിലേക്കും ഈ മെസ്സേജും ഈ ഫോട്ടോയും നമ്പറും നഷ്ടപ്പെടുന്ന ഒരു കേസാണ് ഞങ്ങളുടെ നമ്പർ ഇങ്ങനെ പബ്ലിഷ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങള് പബ്ലിഷ് ചെയ്തേക്കാണ്. അതായത് എനിക്കാകെ ഒരു നമ്പറേ ഉള്ളൂ, ഒരു ഐഡിയ ഉള്ളൂ. ഞാൻ 15 നമ്പറും 15 ഐഡിയും ഞാൻ യൂസ് ചെയ്യാറില്ല. ഈ നമ്പർ പോയ ഉടനെ തന്നെ ഒരു ഫസ്റ്റ് ദിവസം എന്നെ 3 ആൾ വിളിച്ചു. നൈറ്റിൽ 12 മണി അടക്കം എനിക്ക് ഒരാൾ വിളിച്ചു. ഇവരൊക്കെ പല വാഗ്ദാനങ്ങളാണ് എനിക്ക് ചെയ്തു തരുന്നത്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വീണ്ടും വിളിച്ചൊരു 3-4 പേരും കണ്ട്. അപ്പൊ അന്ന് വിളിച്ചതിൽ ഒരു വൈകുന്നേരം സ്ത്രീ വിളിച്ചതിനോട് പറയാണ്, ജസ്റ്റിനാണോ? അതെ, ഞാൻ ജസ്റ്റിനാണ്. ഞാൻ ഇങ്ങനെ ദുബായിൽ നിന്ന് വിളിക്കുകയാണ്. അപ്പൊ ഞാൻ വെച്ചാൽ നിങ്ങൾ ദുബായിൽ എവിടെയാ? അല്ല, ഞാൻ ദുബായ് തന്നെയാ. അപ്പൊ മറ്റേ പണ്ട് ഈ മാമുക്കയുടെ കോമഡി പറഞ്ഞ പോലെ ഞാൻ ദുബായ് തന്നെയാ. ദുബായിൽ എവിടെയാ? ദുബായ് സ്ഥലമില്ല അവർക്ക്. ഞാൻ പറഞ്ഞു, നിങ്ങൾ സ്ഥലം പറ. ഞാൻ എന്റെ കാര്യം പറഞ്ഞല്ലോ, ഓക്കെ, നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നതാണ്, ഓക്കെ, അപ്പൊ നിങ്ങൾ സ്ഥലം പറ. സ്ഥലമൊന്നും എനിക്കില്ല, സ്ഥലമൊന്നും ഞാൻ പറഞ്ഞ ശരിയാവൂല. ആ വോയിസ് എന്റെ റെക്കോർഡിലേക്ക് കിടപ്പുണ്ട്. ഞാനത് ചേച്ചി ഇങ്ങനെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊരു മിനിറ്റ്. ആ വിളിച്ച സ്ത്രീ എന്റെ റൂമിൽ നിന്ന് ചാടിപ്പോകാൻ നിൽക്കുന്ന 2 പേരിൽ ഒരാളാണ്. കാരണം ഈ വിഷയം ഞാൻ അവിടെ സംസാര വിഷയമാക്കുകയും ഇവൾക്ക് പ്രാന്ത. എല്ലാ ഈവനിങ്ങും ഞാൻ ഇവളുടെ ഒരു ടൈം ലൈൻ പോയി നോക്കും. കാരണം ഞാൻ അത്രയും ഹ്യൂമിലിയേറ്റഡ് ആയതുകൊണ്ട്, എനിക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവളെ നോക്കുക എന്നുള്ളതാണ് എന്റെ സ്ഥിര പരിപാടി. സോ എനിവേ, അതിലൊരു പെണ്ണ് നമ്മുടെ അവിടെ നിന്ന് ഇപ്പൊ ചാടിപ്പോയില്ലേ, സെക്സ് റാക്കറ്റിൽ നിന്ന് ചാടിപ്പോയി നിന്ന ഒരു പെണ്ണ്, അതിലൊരുത്തിയാണ് അവനെ വിളിച്ചിട്ട് പറഞ്ഞത്. അത് അയാൾ തന്നെ പറയട്ടെ. അപ്പൊ അവരെ വിളിച്ചിട്ട് എന്നെ ഭയങ്കര ഉപദേശം, നിങ്ങൾ ഫിജോ പറഞ്ഞത് അനുസരിക്കണം, ഫിജോ എന്ന് വിളിക്കണം, ഫിജോയോട് സംസാരിക്കണം. ഞാൻ അവരെ കണ്ടിട്ട് പോലുമില്ല. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ സംഭവം അറിയുന്നത്. അങ്ങനെ ഒരാളെ വിളിച്ചിട്ട് ഞാൻ എന്ത് സംസാരിക്കണം? അതിന്റെ ആവശ്യം എന്താ? എന്റെ ഫാമിലിയിൽ നടക്കുന്ന പ്രശ്നം എനിക്ക് തീർക്കാൻ അറിയാം, എനിക്ക് അതിനുള്ള കഴിവുണ്ട്. അത് എന്റെ പെണ്ണുപിള്ളയാണ്, ഞാനാണ് അവളെ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്നേക്കുന്നത്. അല്ലാണ്ട് ഇവരെല്ലാം കഞ്ഞിക്ക് കൊടുക്കുന്നേ. അവരെ വിളിച്ചിട്ട് ഇത്രയൊന്നും ആറ്റിക്കേണ്ട ഒരു കേസും ഇല്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാന്യമായിട്ട് ഒരു ജേർണലിസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവരെ വിളിച്ചിട്ട് പറയാ, ഓക്കെ, നിനക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഞങ്ങൾ ഇന്ന് ഹെൽപ്പ് ചെയ്യണോ? അതാണ് മാന്യ മര്യാദ. അതല്ലാണ്ട് ഈ കാട് കയറി നടക്കുന്ന ആൾക്കാര് വേറെ രീതിയിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട്, ഫോട്ടോ ഇട്ട്, നമ്പർ ഇട്ട്, ഇതൊന്നും അല്ല ഒരു മാന്യ മര്യാദ. അവർ ആ രീതിയിൽ സംസാരിക്കേണ്ട ഓരോ രീതികളുണ്ട്. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു കുറച്ച് പേരെ കൊണ്ട് UAE തന്നെ വിളിപ്പിക്കുകയാണ്. അതിന്റെ ആവശ്യം എന്താ പിന്നെ ഇവർക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ വേറെ ആരെ കൊണ്ട് എന്നെ വിളിപ്പിച്ചെന്ന് കാരണമല്ലേ? അത് ഒന്നല്ല, മൊത്തം 13 കോൾ എനിക്ക് വന്നേക്കുന്നത്. 13 കോള് എന്റെ ഫോണിലാണെങ്കിൽ എനിക്ക് അറിയാത്ത നമ്പർ വന്ന് ഞാൻ എടുക്കുന്നത് സംസാരിക്കാൻ താല്പര്യമില്ല. കാരണം വേറെ ഒന്നും ഉണ്ടായിട്ടില്ല, ഇതുപോലെ ഓരോ വള്ളികളാണ് ഉണ്ടത്. കാരണം ഫസ്റ്റ് ദിവസം വന്നതുകൊണ്ട് എനിക്ക് മനസ്സിലായി, അതുകൊണ്ടാണ് വള്ളികൾ വരുന്നതുകൊണ്ടാണ് ഞാൻ സംസാരിക്കാത്തത്. ഇത് നിരന്തരമായിട്ട് രാത്രി 12 മണിക്കും 1 മണിക്കും ഒക്കെ വിളിച്ചിട്ട് ഞങ്ങൾ സുഖവിവരങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി. എന്തിന്? എവിടെ എന്റെ ബ്രദർമാരുണ്ട്, എന്റെ സിസ്റ്റേഴ്സ് ഉണ്ട്, അതല്ലെങ്കിൽ ഇവിടെ ഖത്തറിലുണ്ട്, സൗദിയിലുണ്ട്, അബുദാബിയിലുണ്ട്, ഇവിടെ കേരളത്തിലുണ്ട്. എല്ലാവരും അവരൊക്കെ എന്റെ കാര്യങ്ങൾ അന്വേഷിച്ചോളൂന്നേ. ഈ എവിടെ കിടക്കാത്ത ഈ സാധനങ്ങളൊക്കെ എന്തിനാ എന്റെ കാര്യം അന്വേഷിക്കുന്നേ? ഇവർക്ക് എന്തെങ്കിലും ഞാൻ എന്തെങ്കിലും കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും UAE ഗവൺമെന്റ് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ എന്റെ കാര്യം അന്വേഷിച്ചതില്? ഒന്നും കിട്ടുന്നൊന്നുമില്ലല്ലോ. പിന്നെ എന്തിനു ഇവരെന്നെ അന്വേഷിക്കുന്നേ? അതും എന്നിട്ടെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫിജോയുടെ ആൾക്കാരാണ്, ഫിജോ ഞങ്ങള് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നതാണ്. എന്തിന്? എല്ലാ ആവശ്യം എന്താ ഇതിനൊക്കെ? ഫിജോ ഇപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യാന്നുള്ള വക്കീലിന് ഇവരൊക്കെ എന്നെ രക്ഷിച്ചിരിക്കുന്നത്. ഈ ചേച്ചിയൊക്കെ എന്നെ വിളിച്ചിട്ട് പറയാണ്, മോനെ നീ ഒന്നും ചെയ്യരുത്, കാരണം എനിക്ക് നാട്ടിൽ പോകാൻ പറ്റൂല. കാരണം ഞാൻ എന്റെ വൈഫിനോട് ഇന്നും കൂടെ സംസാരിച്ച വോയിസ് ഉണ്ട്, ഞാൻ കേൾപ്പിക്കാൻ വേണമെങ്കിൽ അത് അവൾ എന്താ സംസാരിച്ചെന്നുള്ളത്. അവള് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. വിളിച്ച് ഇപ്പം ഞാൻ ഭയങ്കര ജേർണലിസ്റ്റ് ആണ്, ഞാൻ മറ്റേ മൂന്നാറിൽ ഇത് പൂത്ത് വിളിച്ചിരിക്കുന്ന പോലെ അല്ല, ഭയങ്കര ജേർണലിസ്റ്റ് ആണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് എന്നെ കൊണ്ട് ചെയ്തിട്ട് എന്തും മറിച്ചു തരും, കയ്യില് ഒന്നും മറിച്ചു തരുന്നില്ലല്ലോ. എന്നിട്ട് മറിച്ചു തരും, നീ ഒന്നും പേടിക്കണ്ട. അത് പോരാത്ത വേറെ യൂട്യൂബിലിടുന്നു, ഫേസ്ബുക്കിലിടുന്നു. ഈ പറഞ്ഞ ഫിജോ ടി തോമസ് എന്ന് പറഞ്ഞാൽ അവർക്കാണ് ഞാൻ കണ്ട 5 ഐഡിയ ഉണ്ട് നടക്കുന്നത്, 5 കോടി. കാരണം വെച്ചാൽ ഈ വ്യത്യസ്തമായ 5-6 സ്ഥലങ്ങളിൽ നിന്നിട്ട് ഇതേ ന്യൂസ് തന്നെ. ഇത് പോരാത്ത വേറെ ന്യൂസും കൊടുത്തിട്ടുണ്ട്, അത് ഡിലീറ്റ് ആക്കിയോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ.
ഇനിയിപ്പോ ഇത് പോരാത്ത യൂട്യൂബിൽ പോയിട്ടുണ്ടോ എനിക്കത്, ഇനി എവിടേക്ക് എത്തിയിട്ടുണ്ടോ ദൈവത്തിനറിയാം, എനിക്കറിയത്തില്ല കേട്ടോ. കാരണം ഇവള് ഈ ഫിജോ എന്ന് പറഞ്ഞ വ്യക്തി ഈ എന്തൊക്കെ ചെയ്ത് കാണും, എന്തിനു വേണ്ടിയാ ചെയ്തെന്നുള്ളത് എനിക്കറിയത്തില്ല. ഉദ്ദേശം വേറൊന്നുമല്ല, പൈസ തന്നെ ആയിരിക്കും അതൊക്കെ. കാരണം ദാരിദ്ര്യം പിടിച്ചു കിടക്കുന്ന ആൾക്കാരാണ്, പൈസക്ക് തന്നെ ആയിരിക്കും, അല്ലാണ്ട് വേറൊന്നും ആയിരിക്കില്ല. പക്ഷെ ഇത്ര മോശമായിട്ട് ഒരാളെ ഇങ്ങനെ കരിവരത്തേക്കരുത്. അത് അവർക്കല്ല, ഒരു നമ്മുടെ ഏതൊരു മനുഷ്യനോട് സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം വളരെ നന്നായിട്ട് സംസാരിക്കുക, നന്നായിട്ട് പ്രവർത്തിക്കുക. എന്ത് മെസ്സേജില്ല ആദ്യം വിളിച്ച് അവരോട് ചോദിക്കുക, ഇല്ലെങ്കിൽ വേറൊരാളെ വഴി അവരോട് ചോദിക്കുക, ഇങ്ങനെ പ്രശ്നമുണ്ട്, അത് സത്യമാണെന്ന് അറിഞ്ഞിട്ട് മാത്രമേ എന്ത് കാര്യത്തിൽ ഇറങ്ങിത്തിരിക്കുക. അത് ഫിജോയുടെ പ്രത്യേകിച്ച്. കാരണം എന്തിനാ മറ്റുള്ളവർ ജീവൻ നശിപ്പിക്കുന്നേ? എന്തെങ്കിലും 10 പൈസന്റെ ഗുണം കിട്ടുന്നുണ്ടോ? ഇല്ലല്ലോ. ഇപ്പം ഈ അടിച്ചു പിരിഞ്ഞു, ഞാൻ വേറെ വഴി, അവള് വേറെ വഴി, കൊച്ചു വേറെ വഴി. ആ കൊച്ചിന്റെ ഭാവി ആര് നോക്കും? ഈ ഫിജോ നോക്കൂ? ഇല്ലല്ലോ. ഈ മനസ്സിലുണ്ടാക്കി കൊടുക്കുന്ന ഈ മുറിവ് മാറുമോ? ഈ ഫിജോ നോക്കൂലല്ലോ. ഫിജോക്ക് നോക്കുവോ? ഒരു ഗ്ലാസ് വെള്ളം മേടിച്ചു കൊടുക്കാൻ ഫിജോയ്ക്ക് പറ്റുമോ? ആ കൊച്ചിന് ഇല്ലല്ലോ. അവിടെ അവക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. എനിക്ക് മേടിച്ചു തരാൻ പറ്റുമോ? ഇല്ലല്ലോ. പിന്നെ എന്തിനു ഇതിനൊക്കെ ഇറങ്ങി പുറപ്പെടുന്നത്? ഓക്കെ, നമ്മൾ കാര്യത്തിൽ ഒരാള് ഒരു ചാരിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഇറങ്ങി പുറപ്പെടുമ്പോൾ അവർക്ക് സ്വയമായിട്ട് തോന്നണം എന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കും. അതല്ലാണ്ട് എന്തെങ്കിലും കൂട്ടിയിട്ട് ലാസ്റ്റ് അയ്യോ അത് അങ്ങനെ ഇങ്ങനെ എനിക്ക് പറ്റില്ല, നിങ്ങൾ നിങ്ങളുടെ വഴി, അത് അവർ ചത്തും പോയി, അവർ നശിച്ചും പോയി, ഓക്കെ ഞാൻ സന്തോഷമായി. എന്തിനു മറ്റുള്ളവർ ജീവൻ നശിപ്പിച്ചിട്ട് 10 പൈസയുടെ ഗുണം ഉണ്ടെങ്കിൽ നീ ചെയ്തോ, നോ പ്രോബ്ലം. അതല്ലെങ്കിൽ ഒരാളുടെ ജീവൻ നശിപ്പിക്കാതെ നിന്റെ ജീവൻ നോക്കി, നിന്റെ പിള്ളേരുടെ കാര്യം നോക്കി. കാരണം അത്ര വിഷമമുണ്ട്, മനസ്സിലെ തത്തട്ടിടാറുണ്ട്. കാരണം വെച്ചാല് ഞാനിവിടെ ഒരാഴ്ച ഡ്യൂട്ടിക്ക് പോകാണ്ട് എനിക്ക് എന്റെ ഡ്യൂട്ടിയിൽ സുഹൃത്തുക്കളെയോ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തെ ആൾക്കാർ ഫേസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. കാരണം അവര് റൂമിൽ വന്നിട്ട് ലാസ്റ്റ് തന്നെ ഇവിടെ കൂട്ടിക്കണം വന്നിട്ടാണ് ഡ്യൂട്ടി കയറിയേക്കുന്നത്. അപ്പൊ അത്രയും നാണം കെട്ട് ഞാൻ തളർന്നു. കാരണം UAE എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ചെറിയ ന്യൂസ് വന്നു ഗ്രൂപ്പിൽ മൊത്തം അറിയും. കാരണം ലോകത്തില്ലാത്തതിനും കൂടുതൽ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഈവനിങ് ജോലി കഴിഞ്ഞിട്ട് ഫോണും കൊണ്ടിരിക്കുന്നത് അവർക്ക് അതാണ് എന്റർടൈൻമെന്റ്. പ്രവാസികളുടെ മെയിൻ പരിപാടി അത് തന്നെയാണ്. അപ്പൊ അത്ര യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം അതിൽ വന്ന ന്യൂസ് വന്നിട്ട് പലർക്കും ഒരു ചേട്ടനെ വിളിച്ചാലാണ്, മോനെ ഈ ചെറുപ്പക്കാരനായ മോനെ നിനക്ക് വിഷമം എന്താടാ, ഞാനിങ്ങനെ അറിഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ ഇങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ പറഞ്ഞു മോനെ നീ പേടിക്കണ്ട, ഞാൻ ഫിജോനെ വിളിച്ച് സംസാരിക്കാന്ന് പറഞ്ഞു. അതും ഫിജോയുടെ ആൾക്കാരാണോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ആ പുള്ളി പറയാണ്. കാരണം കുറച്ചുപേരുണ്ട് നല്ലത്, പക്ഷെ കുറച്ചുപേര് അതനുസരിച്ചാണ്. ഞാൻ ആ പെണ്ണുങ്ങളെ വോയിസ് കേൾപ്പിച്ചുതരാം. ആ പെണ്ണുങ്ങള് എത്ര പറഞ്ഞതോ. ഒരു പെണ്ണ് ഇറങ്ങി തിരിച്ചാല് നാട്ടിൽ എന്ത് കിടക്കും ഉറപ്പാണ്. 86 ദിവസമുള്ള ഒരു കുതിരയും കൊണ്ട് അവൾ ഇറങ്ങുന്നത് ചുമ്മാ പറഞ്ഞായിട്ടില്ലേ? ഒരു പെണ്ണ് ഇറങ്ങി തിരിച്ചു എന്ത് നടക്കുന്നു? ശരിയാ, പെണ്ണ് ഇറങ്ങി തിരിച്ചു എന്ത് നടക്കാത്ത കേസൊന്നുമില്ലല്ലോ. കാരണം ഇന്നത്തെ ലോകം അങ്ങനെയാണല്ലോ. അപ്പം ഇതിനെ സപ്പോർട്ട് ചെയ്യാനേ പുള്ളിക്കാരി മീഡിയയിലും കാണുമ്പോൾ മനസ്സിലാവും. ആ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ കാണുള്ളൂ. ഇത് ഊതി പേരിപ്പിക്കാനായിരിക്കും ഒരുപാട് ആൾക്കാർ കാണുന്നത്. പക്ഷെ അദ്ദേഹം സോൾവ് ചെയ്ത് കൊണ്ടുവരികയായി ഇത് ഫുള്ളായിട്ട് കേൾപ്പിക്കാന്ന് ഇന്ന് ദിവസം തീരൂല. കാരണം ഈ കാര്യം പുള്ളി എന്നെ ഇൻഫോം ചെയ്തപ്പോ തന്നെ ഞാൻ മനസ്സിലാക്കിയിരുന്നു ഇത് വീട്ടിൽ നിന്ന് വന്ന ഭാര്യയാണ്. എന്റെ വീട്ടിൽ എന്റെ കൂടെ താമസിച്ച് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ ഇടപെടുക എന്നുള്ളതാണ് അവിടെ താമസിക്കുന്ന മിടുക്കികളുടെ മെയിൻ പ്രോഗ്രാം. ശരി, ഇനി പുള്ളിയെ കൊണ്ട് അധികം വേദനിപ്പിച്ച് പറയേണ്ട സാറില്ല, ടെൻഷൻ അടിക്കണ്ട. ഓക്കെ, ടെൻഷൻ അടിക്കുന്നില്ല. ഇങ്ങനത്തെ തോന്നിയ ഒരാളുടെ അടുത്തും ചെയ്യാതിരിക്കുക. എന്റെ അടുത്തുനിന്നല്ല, ഒരു മനുഷ്യന്റെ അടുത്തും. അത് സത്യം പറഞ്ഞാല് അത് നിങ്ങളുടെ ഭാവിക്ക് ഞാൻ കണ്ടു. നിങ്ങളുടെ കുറിച്ചുള്ള ഫിജോനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽ ഞാൻ സോഷ്യൽ മീഡിയ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അത് കിട്ടുകയും ചെയ്തു. അത് ഒരാളായിട്ടല്ല, കുറെ അധികം ആൾക്കാർ ഇപ്പൊ കേരളത്തിൽ നിന്ന് ഇന്ന് ഇപ്പൊ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കണം. എവിടുന്ന് കിട്ടിയ നമ്പർ എന്ന് എനിക്കറിയത്തില്ല. ഞാനിങ്ങനെ എന്റെ പേര് ഇങ്ങനെയാണ്, പേരൊന്നും വ്യക്തമാകുന്നില്ല, ഞാൻ ഏറ്റുമാനൂർ സ്വദേശിയാണ്. ഫിജോനെ കുറിച്ചും ഫിജോയുടെ ഫാമിലിയെ കുറിച്ചും എനിക്കറിയാം. നിങ്ങളുടെ പേര് എങ്ങനെ അവരുടെ അടുത്ത് കിട്ടി, നിങ്ങൾ എങ്ങനെയാണ് അവരെ പരിചയം? ഞാൻ പറഞ്ഞു എനിക്കൊരു പരിചയമില്ല എന്റെ പൊന്നു ചേട്ടാ. അപ്പൊ ഓക്കെ, അപ്പൊ പുള്ളിയോട് വിളിക്കാം, നിങ്ങൾ എന്നെ വിളിക്കോ? ഇവിടെ വർക്ക് ചെയ്യല്ലേ? ഇവിടെ വർക്ക് ചെയ്യുന്ന ആളാണ് പുള്ളി. ഇവിടെ ഒരു അടുത്ത് വർക്ക് ചെയ്യണം. അത് ഇപ്പൊ ഞാൻ ലൈവില് വന്നതിന്റെ മെയിൻ കാരണം, സോറി ടു ഇന്ററപ്റ്റ്, ഓക്കെ. അപ്പം അത് ഞാനങ്ങ് മറന്നു പോകും, അതുകൊണ്ട് അതങ്ങ് പറഞ്ഞു തീർത്തു തരാം. എന്റെ ജോലി സ്ഥലത്ത് അന്വേഷിച്ച് പോയിട്ടുണ്ട്. ഞാനുമായിട്ട് ടൈപ്പുള്ള കമ്പനികളിലേക്ക്, എന്റെ ജോലി സ്ഥലത്തേക്ക് എന്റെ പിന്നെ ID കാർഡ് അല്ലെങ്കിൽ പാസ്പോർട്ട് കോപ്പി, പാസ്പോർട്ട് അത് ഇത് ഒക്കെ കൊണ്ടുവന്ന് അവിടെ ഒട്ടിച്ചും മേഡം വെച്ചിട്ടുണ്ട്. അങ്ങനെ എന്റേതായ സർവ്വ കാര്യങ്ങൾ അവിടെ ഇനിയിപ്പോ ഉണ്ട്. ഇനിയിപ്പോ ഒന്നും പറയാനില്ല. ഇനിയിപ്പോ എന്തെങ്കിലും തലവെട്ടിയിട്ടുള്ള പേപ്പറും പിക്ചറും കൂടെ മാത്രമേ ഇനി അവിടെ ഒരു ബാലൻസ് കിട്ടാനായിട്ടുള്ളൂ. അപ്പൊ ഞാൻ ഇതിനകത്ത് ഇൻവോൾവ് ആയെന്ന് പറഞ്ഞാൽ ഇതേപോലൊരു അവസ്ഥയിൽ കൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. 1 വർഷം മുൻപ് ജനുവരി മാസം
അപ്പൊ ആ സമയത്ത് എനിക്കുണ്ടായ മനപ്രയാസം ഞാൻ മനസ്സിലാക്കി. എനിക്ക് ഒരാളൊന്ന് സമാധാനം പറയാനുണ്ടായിരുന്നെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും നീ എന്തിനാ ആ ചതിപ്പി പോയി ചവിട്ടി എന്നാണ് ചോദിച്ചത്. ആ ചെളിയിൽ നീ എന്തിനു പോയി ചവിട്ടി എന്ന് ചോദിക്കുന്ന ഒരാളും നീ ധൈര്യമായി നില്ലെന്ന് എന്നോട് പറഞ്ഞില്ല. ഇവൾക്കെതിരെ സ്റ്റേഷനിലോ പോലീസ് സ്റ്റേഷനിലോ എവിടെ ചെന്നപ്പോഴും എല്ലാവരും എന്നോട് പറഞ്ഞത് നിങ്ങൾ ഇതിനകത്ത് ഇറങ്ങണ്ട, ആ പൈസ പോയെങ്കിൽ പോട്ടെ. ഓർത്തോണം, ഇവളുടെ സ്ഥിരം നമ്പറാണ്. ആരെങ്കിലും ക്യാഷ് ഉള്ള ആൾക്കാരെ കണ്ടെത്തുക. കൂടുതൽ ആദ്യം ഫാമിലിയുമായിട്ട് ബന്ധമില്ലാതെ അല്ലെങ്കിൽ ഫാമിലിയായിട്ട് തെറ്റലോ വഴക്കോ ഒക്കെ ഉള്ളവരെ കണ്ടെത്തുക. എന്നിട്ട് അവരെ കൂടെ നിൽക്കുന്നതായിട്ട് അഭിനയിക്കുക. അവരെ കയ്യിലുള്ള ക്യാഷ് അടിച്ചു മാറ്റുക. തിരിച്ചു തരാമെന്നുള്ളൊരു വ്യാജേന കടമായി വാങ്ങുക. കടം തിരിച്ചു തരണം എന്നുള്ള രീതിയിൽ ഈ പറഞ്ഞ വ്യക്തി തുടങ്ങുമ്പോൾ അവര് പെൺവാണിഭക്കാരാകുന്നു, അവര് മോശ സ്ത്രീയാകുന്നു, അവരുടെ മകന്റെ കൂടെയാണ് അവര് സെക്സ് ചെയ്യുന്നതെന്ന് പറയുന്നു. എന്തൊക്കെ വൃത്തികേടുകൾ അവരെ പറയാം. അവരെ കൊല വിളിച്ച് അവള് മാറും. അപ്പൊ ഞാനത് ഈ 1.5 വർഷം ഞാൻ ഇത് സഹിച്ചത്, ഞാൻ 1.5 വർഷം ഞാൻ മിണ്ടാതിരുന്ന എന്തുകൊണ്ടെന്ന് അറിയാമോ? മിണ്ടിയാൽ വീട്ടിൽ പോലീസ് വരും. അവളെ പിടിച്ചു, അവളെ നക്കി, അവളെ തുപ്പി എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പോലീസ് വരും. നമ്മൾ താമസിക്കുന്ന വീട്ടിലെ 10 വട്ടം പോലീസ് വരുമ്പോഴത്തേ നാട്ടുകാരെന്താ വിചാരിക്കുക, ഇതെന്നും പോലീസ് കേസുള്ള വീടാ. എന്താ സംഭവം? പിജോ ജോസഫ് അയക്കുന്നതാ. പിന്നെ വനിതാ സെല്ലിൽ നിന്ന് ഒരാൾ വരും. ഇവരുടെ അടുത്തൊക്കെ ഒരേ കാര്യമാണ് പറയണത്. അവിടെയൊക്കെ പോയി പറഞ്ഞിരിക്കുന്നത് എന്റെ റെന്റ് അവള് കൊടുക്കണമെന്നാ. നക്കി തിന്നാൻ നല്ലുപ്പില്ലാത്ത സാധനത്തിന് എവിടുന്നാണാവോ റെന്റ് കൊടുക്കാനൊക്കെ പൈസ കിട്ടുന്നത്? അവക്ക് തന്നെ റെന്റ് ഹൗസാണ്. അവളാണ് നമ്മളെങ്ങനെ ചങ്ങലക്കിട്ട് വിളിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. ഇപ്പൊ അവൾ എന്നോട് പറഞ്ഞത്, ഷെഫീന ഉത്തരം പറഞ്ഞേ മതിയാവുള്ളൂ. ഷെഫീനയെ കൊണ്ട് മുമ്പ് കുറെ ഉണ്ടാക്കാൻ അവള് കിടന്ന് മരിച്ചു കിടന്നതിന്റെ കുറെ വോയിസ് റെക്കോർഡ് ഉണ്ട്. അത് ഞാൻ പതിയെ കേൾപ്പിക്കാം. ഇത് തീർക്കാൻ ഉദ്ദേശിച്ചിട്ടല്ല ഞാൻ നിൽക്കുന്നതെന്ന് മനസ്സിലായില്ലേ? ഷെഫീനയുടെ എന്താണ് ഷെഫീന ദുബായിൽ ചെയ്യുന്നതെന്നുള്ളതിന് ഒരു ചെറിയ എവിഡൻസ് തരാം. ഇത് കാണാൻ കഴിയുന്നുണ്ടോ? ഇത് എങ്ങനെ കാണിക്കുന്നത്? സൽവ അഡ്വർടൈസിംഗ് LLC എന്ന് പറയുന്ന എന്റെ കമ്പനിയുടെ ലൈസൻസ് കോപ്പിയാണിത്. ഇത് എന്റെ കമ്പനിയുടെ ലൈസൻസ് കോപ്പിയാണ്. ഇതിൽ ഒരു പാർട്ട്ണറേ ഉള്ളൂ, അത് ഞാനാണ്. അറബിക്ക് ശേഷം വരുന്ന പാർട്ട്ണർ. അറബി വായിക്കാൻ കഴിയുന്നവർക്ക് വായിക്കാൻ കഴിയും. ഇതിനകത്തുണ്ട്. ഓ, പിന്നെ അവർക്ക് പല ഭാഷകളും അറിയാം. ഇതിനകത്തുണ്ട് എന്റെ പേര് ഷെഫീന ബീവി എന്നുള്ളത്. അപ്പോ ഇത് എന്റെ ലൈസൻസ് കോപ്പിയാണ്, എന്റെ കമ്പനിയുടെ ലൈസൻസ് കോപ്പിയാണ്. 2012 എന്റെ അറബി മരണപ്പെടുകയും എന്റെ ഈ ലൈസൻസ് എനിക്ക് പുതുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞാൻ ഫേസ് ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് ആ റേഷ്യോ. 49% ഷെയർ ഹോൾഡറാണ് ഞാൻ, 51 അറബിക്കും. കണ്ടോ, ഇന്ത്യൻ ആണ്. ഇതാണ് പാർട്ട്നേഴ്സിന്റെ ഡീറ്റെയിൽ ആണ് ഇത് ഈ കാണുന്നത്. വ്യക്തത വേണമെങ്കിൽ ഞാൻ ഇത് വേണമെങ്കിൽ സ്കാൻ ചെയ്തിട്ട് പോസ്റ്റ് ചെയ്തേക്കാം. അപ്പോ എന്റെ കമ്പനിയുടെ ഡീറ്റെയിൽ ആണ് അത്. ഇതിനകത്ത് മറ്റാരും തന്നെ ഇല്ല. ഇനി ഇവൾക്ക് വേണ്ട നമ്പറുകൾ ദേ കിടക്കുന്നു. ഇത് കമ്പനി ഡീറ്റെയിൽ, കമ്പനി നമ്പറുകളാണ്. നാട്ടുകാരെ കമ്പനിയിലൊന്നും വിളിച്ച് നീ കിടന്ന് വേദനിക്കണ്ട. ഇത് കൂടാതെ എക്കണോമിക് ഡിപ്പാർട്ട്മെന്റിന്റെ ഡീറ്റെയിൽ ഫുള്ള് തരാം, കാരണം അവരെ വിളിച്ച് പറഞ്ഞ വേണം. അതെ, അതും കൂടെ പറഞ്ഞുതരാം. ഇനി എക്കണോമിക്സ് വിളിച്ചിട്ട് പറഞ്ഞ സൽവ അഡ്വർടൈസിംഗ് കൂട്ടി അങ്ങ് കെട്ടിയേക്കാൻ ഓക്കെ ചെയ്തേക്കണം. 2012 തൊട്ട് ഞാൻ ഇതിന്റെ പിറകിലാണ്. 1 വർഷം പിടിക്കും എന്റെ അറബി മരിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് വെളിയിലെടുക്കാൻ. ഇനി അത് കളവെന്നും പറഞ്ഞോണ്ട് വരണ്ട. ആ സാധനവും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അറബി മരണപ്പെടുമ്പോൾ കോർട്ടിൽ നിന്ന് കിട്ടുന്ന പേപ്പറാണിത്. അതൊക്കെ എന്താന്ന് അറിയോ? ഈ സാധനം ഇപ്പൊ അല്ല 22 വർഷം പഴക്കമുള്ള ഒരു വക്കീൽ അവളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ആ വക്കീൽ അദ്ദേഹം ഇതൊന്ന് കാണണം. അടുക്കളല്ലേ? അതൊരു കോണാണ്, അതുവിടെ. അപ്പോ ഈ സാധനം ഉണ്ടാക്കാൻ 1.5 വർഷ സമയം പിടിച്ചു അവർക്ക്. അങ്ങനെയാണ് ഇവിടുത്തെ റൂള്. അന്വേഷിച്ചാൽ അറിയാൻ കഴിയും. അപ്പൊ ഈ സാധനം ഞാൻ മെനക്കെട്ട് പോയി എടുക്കുകയും അതിന്റെ പിന്നിൽ അപ്പോ 12 പണിക്കാരുണ്ട് എനിക്ക്. ഈ 12 പേരുടെയും വിസ എക്സ്പയർ ആയി. അക്കൂടെ സ്കൂളിൽ ഗ്രാമർ സ്കൂളിൽ പഠിക്കുന്ന എന്റെ 2 മക്കളുടെയും വിസ എക്സ്പയർ ആയി. ഞാൻ പതറി. ആസ് എ മദർ എനിക്ക് ഒറ്റയ്ക്ക്, അന്ന് ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല. എന്റെ 2 കുട്ടികൾക്കുടെയും ഉത്തരവാദിത്തം സിംഗിൾ പേരന്റ് ആണ് ഞാൻ. അപ്പൊ എന്റെ കുട്ടികളെ പഠിത്തം നഷ്ടപ്പെടുമെന്നുള്ള ഒരു തോന്നലാണ് എനിക്ക് ഒരു സൈഡ് സ്റ്റാർട്ട് ചെയ്തത്. ഞാനത് ഇഗ്നോർ ചെയ്തു. ഞാനതന്ന് ട്രീറ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ സേവ് ആകുമായിരുന്നു. ഇത്ര ഒരു രീതി ഇതെന്റെ ഈ വീൽ ചെയറും കൊണ്ട് ഞാൻ നടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എന്നെ ഇത് തള്ളിയിടില്ലായിരുന്നു. എന്റെ ഈ കമ്പനി ഓർത്തോണം, ഞാൻ ഇവിടെ വന്നിട്ട് എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് ഞാനിത് ഓപ്പൺ ചെയ്തെടുത്തത്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഞാൻ ബ്രീഫായിട്ട് പറയണമെന്നേ ഉള്ളൂ. 5 ലക്ഷം ദിർഹം നമ്മൾ കെട്ടിവെക്കണം. LLC ആണ്, ലോക്കൽ കമ്പനിയല്ല.
വേറെ പാർട്ട്നേഴ്സ് ഇല്ല, ഞാൻ മാത്രമാണ് അതിനകത്തൊരു പാർട്ട്ണർ. 500,000 കെട്ടിവെക്കണം, ബാങ്കിൽ കാണിക്കണം, ആസ്തി കാണിച്ചാലേ അങ്ങനെ ലൈസൻസ് എടുക്കാൻ പറ്റും. ഇതിനകത്തൊന്നും ഒരു ഇല്ലീഗൽ സാധനവും ഇല്ലാതെ കഷ്ടപ്പെട്ട് ഞാൻ സമ്പാദിച്ച പൈസ. അന്നൊക്കെ ഞാൻ നല്ല ഡ്രസ്സ് പോലും ഇടില്ല, ഫർദ മാത്രം ഉപയോഗിക്കും. എന്തിനാന്നറിയാമോ? ഡ്രസ്സ് അധികം വാങ്ങിയ പൈസ ചെലവാകും. ഇത്ര പൈസ ഉണ്ടെന്നാണ് പിന്നെ വിളിക്കും പൈസ ചോദിക്കാൻ. അതുണ്ട്, അത് അപ്പൊ അല്ല, അത് ഓൾറെഡി അവിടെ കുറെ പൈസ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത്രയും കഷ്ടപ്പെട്ട് വയറ് മുറുക്കി ഉടുത്ത് ഞാൻ ഉണ്ടാക്കിയെടുത്ത എന്റെ ലൈസൻസ് ആണ് അത്, സൽവ അഡ്വർടൈസിംഗ്. ഇത് മീഡിയ കൗൺസിലിന്റെതാണ്. ഏത് തരം മീഡിയ പ്രവർത്തനവും എനിക്ക് ചെയ്യാം. മീഡിയ കൗൺസിൽ ഇത് അബുദാബി ഗവൺമെന്റ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. മറ്റത് ദുബായിലെ എക്കണോമിക് ഡിപ്പാർട്ട്മെന്റ്. ഇത് അബുദാബി ഗവൺമെന്റ് 2500 ദിർഹം പെർ ഇയർ റിന്യൂവലിന് മാത്രം ഞാൻ ഇത് കൊടുക്കുന്നുണ്ട്. അറബി മരണപ്പെട്ട ശേഷം ഔക്കാഫുമായി ഇടപെട്ട് ഞാൻ എനിക്ക് മാത്രമാണ് ഇത് റിന്യൂ ചെയ്യാൻ കഴിയുക എന്നുള്ളത് എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ്. ഇത് നിനക്കല്ല, നിനക്കിത് മനസ്സിലാവില്ലെന്ന് എനിക്കറിയാം. ഇത് ആ വക്കീലിന് വേണ്ടിയിട്ടാണ്. വക്കീലിന് ഈ പേപ്പർ വേണമെങ്കിൽ അവള് തന്നെ ഇട്ടിരിക്കുന്ന ഫോട്ടോയില് 22 വർഷം അയാള് ആ നമ്പറിലേക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാം. ഞാൻ ഇതൊക്കെ കയ്യിൽ കൊണ്ടുതരാം. എന്നുണ്ടല്ലേ ഈ സാധനം എന്റെ കമ്പനിയുടെ അതോറിറ്റിയാണിത്. ഇത് ലേബറിലേക്ക് എനിക്ക് ഓതറൈസ് ചെയ്തുകൊണ്ടും ഇത് എക്കണോമിക്സിലേക്ക് ഇത് ഓതറൈസേഷൻ തന്നുകൊണ്ടുമുള്ള പേപ്പേഴ്സാണ് ഇത്. അതുവരെ അറബി മാത്രമാണ് ലേബറിൽ പോയിക്കൊണ്ടിരുന്നത്. ഇത് ലേബർ കോൺട്രാക്ട്. അപ്പൊ ഇത് ഞാൻ 2012 അറബി മരിക്കുകയും ഡേറ്റ് നോക്കിക്കോണേ, 2015 ഞാൻ ഇത് റിന്യൂ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 2015 വരെ ഞാൻ ഇത് റിന്യൂ ചെയ്തിട്ടുണ്ട്. അറബി ആരാന്നറിയോ? പൗരന്മാരാണ് അറബി. ഒന്നും മനസ്സിലാവില്ല. ഇത് എന്റെ വിസ പേജ് ആണ്. ഇത് എന്റെ വിസ പേജ് 2018 വരെ വാലിഡിറ്റി ഉള്ള എന്റെ വിസ പേജ് ആണ്. ഇതിന് പ്രകാരം അത് അതിനകത്ത് കാണിക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ ഞാൻ എന്റെ പാസ്പോർട്ടിൽ കാണിച്ചു തരാം. 2018 എനിക്ക് അത് പാസ്പോർട്ടിൽ ഉണ്ടാകാൻ ചാൻസ് കുറവായതുകൊണ്ടാണ് ഞാൻ മറ്റേ പാസ്പോർട്ട് എടുത്തോണ്ട് വന്നില്ല, ഒറ്റ തന്നെ കൊണ്ടുവന്നുള്ളൂ. നോക്കട്ടെ, അതിനകത്ത് ഉണ്ടാവും ചാൻസസ്. അതെ, അല്ലെങ്കിൽ മറ്റേ വിസ അതിനകത്തായിരിക്കും, ഇതിനകത്തല്ല. ഓക്കെ, കോപ്പി മതിയല്ലോ, കോപ്പീസ് അത് ആർട്ടിക്കുലേറ്റഡ് അല്ലല്ലോ. മറ്റേ പാസ്പോർട്ടിലാണ് ഇത്. അതിന് ശേഷം എടുത്ത പാസ്പോർട്ടാണ്, അത് ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടില്ല. കളർ കോപ്പി ഒരെണ്ണമുണ്ട്, പഴയതാണേ. ഇത് പഴയ വിസ പേജാണ്. ഇതിനകത്തും സൽവ അഡ്വർടൈസിംഗിന്റെ പാർട്ട്ണർ വിസയാണ് സ്റ്റാമ്പ് ചെയ്തിട്ടുള്ളത്. സൽവ അഡ്വർടൈസിംഗിന്റെ പാർട്ട്ണർ വിസയാണ് ഞാൻ അതിനകത്ത് സ്റ്റാമ്പ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്തും ഇത് പിന്നീട് 2018 വരെയുള്ള എന്റെ പാർട്ട്ണർ വിസ പേജാണ് ഇത്. ഇതിന്റെ ഒറിജിനലൊക്കെ വീട്ടിൽ ഇരിപ്പുണ്ടേ. ഇതിന്റെയൊക്കെ എല്ലാ ഒറിജിനലും ഇരിപ്പുണ്ട്. അവിടെ സ്പൈ ഉണ്ടെന്ന് എനിക്കറിയാം. സ്പൈ അത് തൂക്കുമെന്നും അറിയാം. അതൊന്നും ഇതൊക്കെ സിസ്റ്റത്തിൽ ഓൾറെഡി സേവ്ഡ് ആണ്. അത് തൂക്കിക്കൊണ്ടുപോയാൽ ഞാൻ വേറെ കോപ്പി എടുത്തെടുക്കും. ഓക്കെ, എനിക്ക് അങ്ങനെ ഭയമില്ല. ഈ പാസ്പോർട്ടും കൊണ്ട് വെച്ചോളൂ. പിന്നെ ഇതൊക്കെ ഞാൻ കോപ്പി കൊണ്ട് കാണിക്കണം എന്നുള്ള ബഹളം വേണ്ട. ഇതിന്റെ എല്ലാത്തിന്റെയും ട്രൂ സാധനമാണ് അത്യാവശ്യം. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവളുടെ മകളുടെ കല്യാണമാണ്. അവളുടെ വീട്ടിലാണ് ബാക്കിയുള്ള ഡോക്യുമെന്റ്സ് ഞാൻ വെച്ചിരിക്കുന്നത്. കാരണം എന്റെ വീട്ടിൽ സേഫ്റ്റി ഇല്ലെന്ന് എനിക്കറിയാം. അവളിപ്പോ നാട്ടിലാണ് ഉള്ളത്. അപ്പം അവള് വരുമ്പോ അവളുടെ കയ്യിലായിരിക്കും. അപ്പൊ അതാണ് കാര്യം. ഇതിന് പ്രകാരം 2018 വരെ എനിക്ക് വിസ ഉണ്ടായിരുന്നു, എന്റെ പാർട്ട്ണർ വിസ ഉണ്ടായിരുന്നു. ഇനി ഇത് റിന്യൂ ചെയ്യാനാണ് ഞാൻ വന്നിട്ടുള്ളത്. പക്ഷേ പ്രസന്റ് കണ്ടീഷൻ എന്തെന്ന് പറഞ്ഞാൽ ബാക്കി പേപ്പർ വർക്കൊക്കെ ഓക്കെയാണ്. ഇനി എനിക്കിത് റിന്യൂ ചെയ്യാന്നുള്ളതാണ്. റിന്യൂ ചെയ്താൽ എനിക്കിത് വിൽക്കുകയോ അല്ലെങ്കിൽ എനിക്കിത് റൺ ചെയ്യുകയോ ചെയ്യാം. പിന്നെ ഹസ്ബൻഡ് അല്ലെങ്കിൽ അവരൊക്കെ തന്നെ ചെയ്യുന്നത് പിന്നെ മീഡിയ പ്രവർത്തനമാണ്. അതിവിടെ വേണമെങ്കിൽ എനിക്ക് കണ്ടിന്യൂ ചെയ്യാം. എനിക്ക് മീഡിയ ലൈസൻസ് ഉണ്ട്, ചെയ്യാം. അങ്ങനെയും കുറെ ഇതൊക്കെ എന്റെ പാഷനും എന്റെ ഡ്രീമും എന്റെ ഫ്യൂച്ചർ പ്രോജക്ട്സും ഒക്കെയാണ്. അപ്പൊ ഞാൻ ഇതിന് വേണ്ടിയിട്ടാണ് സത്യത്തിൽ വന്നിട്ടുള്ളത്. എനിക്ക് ഒരുപാട് വർക്ക്, ഒരുപാട് കോണ്ടാക്ട്സും ഉണ്ട്. ഞാൻ മുൻപ് സൈൻ ബോർഡ് വർക്കുകൾ, അത് ഞാൻ എക്സ്പ്ലനേഷന് വേണ്ടി മാത്രം ഒരു കൊട്ടേഷൻ എടുത്തുകൊണ്ട് വന്നതാണേ. ഇതാണ് എന്റെ സൽവ അഡ്വർടൈസിംഗിന്റെ ഒരു കൊട്ടേഷൻ ആണേ. ഇത് ഞാൻ ഇത് പഴയതാണ്. എന്റെ ലാപ്പിൽ ഇതിന്റെ ഫുള്ള് റെക്കോർഡുണ്ട്. ഞാൻ എത്ര കൊട്ടേഷൻ കൊടുത്തു എന്നും എന്ത് ചെയ്തു എന്നുള്ളതിന്റെയൊക്കെ എല്ലാ ഫുൾ റെക്കോർഡിക്കൽ സാധനങ്ങൾ ലാപ്പിലുണ്ട്. അതായത് എനിക്ക് എന്റെ സ്വന്തം സ്ഥാപനമാണ് ഇത്. പക്ഷെ എന്റെ കമ്പനി എക്സ്പയർ ആണ്. കാരണം അതിന്റെ ഓണറായ ഞങ്ങൾ 2 പേരിൽ ഒരാൾ എക്സ്പയർഡ് ആണ്.
അപ്പോൾ അയാളുടെ പേപ്പർ വർക്കുകൾ ക്ലിയർ ചെയ്യുകയും അത് റിന്യൂ ചെയ്യുക എന്നുള്ളൊരു ബാധ്യതയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. കമ്പനി നിലവിലുണ്ട്, കമ്പനി മരിച്ചിട്ടില്ല, അതിന്റെ സ്പോൺസർ മാത്രമേ മരണപ്പെട്ടിട്ടുള്ളൂ. പാർട്ട്ണറായ ഞാൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അപ്പോ ഇനി ഇത് നടത്തണം. ഈ കാലില്ലാതെ സുഖമില്ലാതെ ഇവളെന്തിന് ദുബായിൽ വന്നു? അതിന്റെ ആൻസറാണ് പറഞ്ഞത്. പിന്നെ ഭർത്താവ് ജോലിയുള്ളവനാണ്, ഭർത്താവിന് ജോലിയുണ്ട്, അദ്ദേഹത്തിന് തീരെ താല്പര്യവുമില്ല എന്നെ ഇങ്ങോട്ട് വിടാൻ. പക്ഷേ ഇത് എന്തുകൊണ്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ, ഇത് ഞാൻ അത്ര കഷ്ടപ്പെട്ട്, ഇതെന്റെ അപ്പന്റെ സമ്പാദ്യമല്ല. അപ്പൻ സമ്പാദിച്ചൊക്കെ വീട്ടിൽ കിടപ്പുണ്ട്, ഉമ്മച്ചി സമ്പാദിച്ചതൊക്കെ വീട്ടിൽ കിടപ്പുണ്ട്. ഇത് ഞാൻ സമ്പാദിച്ചതാണ്. അതിന് തനിയെ ഒരു ടേസ്റ്റ് ഉണ്ട്. അതൊരു തനി അത് അങ്ങനെ സമ്പാദിച്ചവർക്ക് മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ. അപ്പൊ അത് റിക്കവർ ചെയ്യാന്നുള്ളൊരു പ്ലാനിലാണ് ഞാൻ ഇവിടെ വന്നത്. നിനക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുന്നതാണ്. ഈ പ്രവാസികൾക്കെല്ലാം മനസ്സിലാകും. പ്രവാസികളുടെ അടുത്ത് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കണ്ട. ഞങ്ങൾക്ക് കിട്ടുന്ന ജോബ് ഞങ്ങൾക്ക് സബ് കൊടുക്കാം, ഞങ്ങൾക്ക് ജോബ് പിടിക്കാം, സബ് കൊടുക്കാം. ഇനി ചോദിക്കും കാർഡ് എന്തിനാ നിങ്ങളെ പേരിൽ അടിച്ചെന്നു. ഞങ്ങളുടെ പേർക്ക് കാർഡ് അടിച്ച് തരുന്നത് എന്തെന്നാ, ഞങ്ങളുടെ സബ് കോൺട്രാക്ടറാണ് അവര്. അപ്പൊ എനിക്ക് അവിടെ പോയി ഇപ്പൊ ഇവിടെ എക്സിബിഷൻ ഹാളിൽ പോകണം, അങ്ങനെ ഒരു പ്രവർത്തനം നടത്തുമ്പോൾ ലീഗൽ ആയിട്ടുള്ള സാധനം കൊണ്ടുവേണം നമ്മൾ അവിടെ പോവാൻ. ലേബർ കോൺട്രാക്ട് വെച്ച് ലേബർ വർക്കല്ല ഞാൻ ചെയ്യുന്നത്, ഞാൻ പാർട്ട്ണറാണ്. അത് ഞാൻ ഇന്നലെ നീ ആ മണ്ടത്തരമൊക്കെ പറയുമ്പോൾ എനിക്ക് ചിരി വന്നത് അതുകൊണ്ടാണ്. ഇപ്പൊ എനിക്ക് ചിരി തന്നെയാണ് വരുന്നത്, എനിക്ക് ചിരി വേറെ ഒന്നും മാറി വരുന്നൊന്നുമില്ല. അപ്പൊ എന്റെ അവസ്ഥ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഒരു കൗതുകത്തിന് എല്ലാവർക്കും മനസ്സിലാകേണ്ട എന്തുകൊണ്ട് മോൻ നാട്ടിൽ എന്നുള്ളതിന്റെ ഇതിന്, മോന് വിസ ഞാൻ എടുത്തതാണ്, റെസിഡൻസ് വിസ. ഇതൊന്നും മനസ്സിലാവൂല. എന്റെ മൂത്ത മോന്റെ റെസിഡൻസ് വിസയാണിത്. എന്റെ വാവയ്ക്ക് ഞാൻ റെസിഡൻസ് വിസ എടുക്കുമ്പോൾ അവന്റെ എക്സാമിനേഷൻ കഴിഞ്ഞ് എനിക്ക് നാട്ടിൽ എസ് കോളേജിൽ, എഞ്ചിനീയറിംഗ് കോളേജിൽ എന്റെ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടി. എത്രയും പെട്ടെന്ന് എനിക്ക് അവനെ അതിനകത്ത് കൊണ്ട് ചേർക്കണമെന്നതിനപ്പുറം ഇവിടെ നിന്ന് ഇത് കോംപ്രമൈസ് ചെയ്യാനൊന്നും എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഒന്നത് ഞാൻ വല്ലാണ്ട് വീഴുന്ന ഒരു സിറ്റുവേഷനും. അപ്പോ മോനെ ഞാൻ എമർജൻസി ആയിട്ട് വണ്ടിത്തടത്തുള്ള എസ് കോളേജിലേക്ക് എഞ്ചിനീയറിംഗിന് കൊണ്ട് ചേർക്കുകയും എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിനാണ് എന്റെ മോൻ അവിടെ 1 ഇയറിന് പോയി ചേർന്നത്. ഞാറൈക്കോട്ടയായിരുന്നു. എന്റെ കുട്ടിയെ പെട്ടെന്ന് നാട്ടിലെത്തിക്കുക എന്നുള്ള ഒരു നിർബന്ധത്തിൽ ഞാൻ വരികയും ഇവര് ബാൻ ചെയ്യുന്നെങ്കിൽ ചെയ്തോട്ടെ എന്നുള്ള രീതിയിൽ ഓവർ സ്റ്റേ ഫീസ് കെട്ടാതെ അവനെ ബാൻ ചെയ്ത് നാട്ടിലേക്ക് അയക്കുകയും ഇളയ മകന്റെ ഓവർ സ്റ്റേ ഫീസ് കെട്ടി മകനെ കൂടെ നിർത്തുകയും ചെയ്തു. ഇളയ മകനെ, മൂത്തവനെ ഞാൻ നാട്ടിൽ പറഞ്ഞു വിട്ടു. ഇപ്പൊ എന്തുകൊണ്ട് അവന്റെ ബാൻ മാറ്റുന്നില്ല, എന്തുകൊണ്ട് അവനെ കൊണ്ടുവരാൻ കഴിയുന്നില്ല എന്ന് ചോദിച്ചാൽ ഞാൻ മെനക്കെട്ടില്ല എന്നുള്ളത് സത്യമാണ്. കാരണം അവൻ അവിടെ ഡിഗ്രി പഠിക്കുകയാണ് ഇപ്പോ. അത് ഇവൻ ഇവിടെ വളർന്ന കുട്ടിയാണ്, ജനിച്ചു വളർന്ന സ്ഥലത്തിനോട് ഒരു നൊസ്റ്റാൾജി എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ ഇപ്പൊ വേണ്ട. അത് മാത്രമല്ല എന്റെ ഈ ഫിസിക്കൽ കണ്ടീഷനിൽ എന്റെ മോന് 10-23 വയസ്സായി. അവൻ എന്തായാലും ജോലിക്ക് ഇറങ്ങും. അപ്പൊ എനിക്ക് അവൻ പഠിക്കണം, എന്റെ കുഞ്ഞ് പഠിക്കണം എന്നുള്ളത് എന്റെ ഡ്രീമാണത്. അപ്പൊ അവൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മനഃപൂർവ്വം ചെയ്യാത്തൊരു സംഗതിയാണ് ഈ കുത്തിക്കാണിച്ച് കളിയാക്കുന്നത്. ഇതിലെനിക്ക് കളിയാക്കാൻ GCC ബാൻ അല്ല, ദുബായ് മാത്രമാണ് അവന് ബാൻ, UAE മാത്രമാണ് അവന് ബാൻ. അത് ഞാനൊരു സ്പെസിഫൈഡ് എമൗണ്ട് അവിടെ കിട്ടിയാൽ എന്റെ മകൻ ഇറങ്ങും. ലൈഫ് ബാൻ ആണ് അത്, അവർ അന്ന് ആരോ ചെയ്ത വേലയാണ്. അത് ക്ലിയർ ആയിട്ട് മാറും. ഇവിടെ എപ്പോഴും ഔട്ട് പാസും ഇങ്ങനെ മാപ്പും പൊതുമാപ്പും ഒക്കെ വരുന്നൊരു കണ്ടീഷനാണ്. അത്തരം ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അവന്റെ ബാൻ മാറിക്കോളും. അധികാരികളുടെ അടുത്ത് പോയി ഞാൻ റിക്വസിഷൻ ചെയ്താലും മാറും. അങ്ങനെ വേണ്ട. ആ പേയ്മെന്റ് കെട്ടി ഞാൻ എന്റെ ബാധ്യത, എന്റെ ഫൈൻ കെട്ടി എന്റെ കുട്ടീനെ ഞാൻ കൊണ്ടുവന്നോളാം. നീ വിഷമിക്കണ്ട, നീ അതിന് പ്രയാസപ്പെടണ്ട. നിന്നോട് ഞാൻ വ്യക്തമായി പറയണത്, നീ നാട് നീളെ വിളിച്ച ആൾക്കാരുടെ അടുത്ത് പറഞ്ഞ എന്റെ ജോലി കളയിക്കാനും എന്റെ ജോലിക്ക് വേട്ടുവെക്കാനും ഞാൻ എന്ത് ജോലി ചെയ്യണു എന്ന് ചോദിക്കാനും ഒന്നും നീ മെനക്കെടണ്ട. എനിക്ക് എവിടെയും ജോയിൻ ചെയ്യാം, എനിക്ക് ഏത് കമ്പനിയിലും ജോയിൻ ചെയ്യാം. ഞാൻ ഇവിടെ എസ്റ്റാബ്ലിഷ് ആയ ഒരാളാണ്. എനിക്ക് സ്വന്തമായി വാഹനമുണ്ട്, വീടുണ്ട്, എല്ലാം കൊണ്ടും ഞാൻ ദുബായിൽ എസ്റ്റാബ്ലിഷ് ആയ ഒരാളാണ്. നീ ദുബായിൽ എന്നെ ഒന്നും ചെയ്യാനില്ല. നിനക്ക് എന്നെ നാണം കെടുത്താൻ പറ്റും. കാരണം നീ കൊണ്ട് നിർത്തിയ സംഗതിയാണ് അവളെന്നുള്ളത് ഞാൻ തെളിയിച്ചു തരാം. ഞാൻ ഓരോന്നോരോന്നായിട്ട് തനിക്ക് ഞാൻ കഥ പറഞ്ഞു തരാം, തെളിയിച്ചു തരാം. ഈ പറയുന്ന നിശാഗന്ധി ഓഡിറ്റോറിയം വീട്ടിലുണ്ടായിരുന്നു. ഞാൻ പേര് പറയണ്ടെന്ന് ഒരുപാട് ദിവസമായിട്ട് ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. അപ്പം അവള് വീട്ടിലുണ്ടായിരുന്ന സമയത്ത് ആണ് ഈ പയ്യന്റെ വിശേഷം അങ്ങനെ ഒരു സംസാര വിഷയമാകുന്നതും അതിനുശേഷമാണ് അവളൊരു പോസ്റ്റ് ഇടുന്നതും. അവളുടെ ടൈം ലൈനിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ആദിത്യൻ സൂയിസൈഡ് ചെയ്തു എന്നും പറഞ്ഞിട്ട്, ആദിത്യൻ ജയൻ എന്നല്ലേ അയാളെ പേര്, അവരുടെ അമ്പിളിയുടെ കോൺട്രവേഴ്സി, അമ്പിളി ദേവിയുടെ ഹസ്ബൻഡ് സൂയിസൈഡ് ചെയ്തെന്നും പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് അവൾ ഇട്ടിട്ടുണ്ട്. അതിന്റെ താഴെ ഈ പറയുന്ന വീട്ടിലുണ്ടായിരുന്ന സാധനം ഒരു കമന്റ് കൊണ്ടിട്ടിട്ടുണ്ട്. അവിടെ പോയി നോക്കിയാൽ ആളെ കിട്ടും. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ആളെ കിട്ടും.
ആരാണ് ഈ വെടിക്കുറ്റിന്ന് നിങ്ങൾക്ക് അവിടെ ചെന്ന് നോക്കിയാൽ കാണാൻ പറ്റും. സൂപ്പറാ കൊടുത്ത കൈക്ക് തന്നെ കടിക്കുന്ന ആളാണ്. സൂപ്പറാ. അപ്പോ അതിന്റെ ഞാൻ കുറെ സ്ക്രീൻഷോട്ട് എടുത്ത് കയ്യിൽ വെച്ചിരുന്നു. അത് കാണിക്കണമെങ്കിൽ കാണിക്കാം. എനിക്ക് താല്പര്യമില്ലാത്തൊരു സംഗതിയാണ്. താല്പര്യമില്ല. ഇത് കാണാൻ പറ്റുന്നുണ്ടോ? കണ്ണൂരില് എല്ലാ പേപ്പറുകളും ക്ലിയർ ആയ കോറി വിൽപ്പനയ്ക്ക്. ഈ സാധനത്തിന് അവിടെ ചെന്നപ്പോ അവിടെ നിന്ന് കിട്ടിയതാണ് ഇയാളുടെ ഭാര്യയെ. അല്ലാതെ പൊതുപ്രവർത്തനമല്ലത്, മനസ്സിലാക്കിക്കോളൂ. ഈ കോറി കേസുകാരനെ എന്നെ വിളിച്ചിരുന്നു. ഞാൻ പറഞ്ഞ സ്വന്തം റിസ്കിൽ എന്താന്ന് വെച്ചാൽ ചെയ്തോളാം, നമ്മൾ ഇതിനകത്തൊന്നുമില്ല, ആവശ്യമുള്ളത് ചെയ്യാം. ഈ പയ്യനെതിരെ വന്ന പോസ്റ്റ് കാണാൻ കഴിയുന്നുണ്ടോ എന്തോ? ഈ പയ്യനെതിരെ വന്ന പോസ്റ്റ്. ഞാനത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചതെന്ന് എടുക്കുകയാണ്. അന്നിട്ട കമന്റിലാണ് എന്നെ ഇതിലേക്ക് അവള് വലിച്ചഴിച്ചത്. കാരണം ഇവൾക്ക് കറക്റ്റ് ഡീറ്റെയിൽ പോയി ഈ കേസിൽ ഞാൻ ഇടപെട്ടിട്ടുണ്ട്, ഇവനിക്ക് ജോലി പോവില്ല, ഇവൻ സ്ട്രോങ് ആകും, ആ പ്രോബ്ലം ഞാൻ സോൾവ് ചെയ്യും എന്നുള്ളത് അവൾക്ക് റിപ്പോർട്ട് പോയി. ഞാൻ വായിക്കാം, ഇത് കാണിക്കുന്നതിനെക്കാട്ടി. പ്രീ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോ കെട്ടിച്ചു വിട്ട് പ്രായപൂർത്തിയാകും മുന്നേ പെറ്റെണീറ്റ് എന്നൊക്കെ തള്ളുന്നത് ഞാനല്ല. പിന്നെയും കെട്ടി, അവനും കളഞ്ഞിട്ട് പോയി. പേരക്കിടാവിന്റെ പ്രായമുള്ള അടുത്തവനെ കെട്ടി എന്ന് തള്ളിമറിക്കുന്നത് ഞാനല്ല. പൊന്നേ, മൂടും മുലയും തള്ളിപ്പിടിച്ച് അതിന്റെയൊക്കെ ക്ലോസ് സർക്യൂട്ട് വായിക്കാൻ കൊള്ളില്ല. അമ്മാതിരി സാധനം അവിടെ കൊണ്ടിട്ടിട്ട് എന്റെ ഫേസും അതിനകത്ത് കൊണ്ടുവന്ന് ഒട്ടിച്ചിട്ട്, അയ്യോ, എഴുതി വെച്ചിരിക്കുന്നതാണ്. തനിച്ച് പറഞ്ഞ ഇതൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ ആ സാധനത്തിൽ അവളിട്ട കമന്റ് ഉണ്ട്, അതിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവാം. തനിച്ച് പറഞ്ഞു നിൽക്കാൻ പറ്റാത്തത് കൊണ്ടാവും തുണി അഴിച്ച് നാട്ടുകാരെ കാണിച്ച് പറ്റിച്ച് കാശു വാങ്ങി ജീവിക്കുന്ന മുതുക്കിളവിയുടെ ഫേക്ക് ഐഡിയെ കൂട്ടുപിടിക്കുന്നത്. അതിനകത്തൊരു സാഫല്യ എച്ച് എന്ന് പറയുന്ന ഒരു ഐഡി വന്ന് പുള്ളിക്കാരത്തി വന്നിട്ട് ഇവളുടെ ഡിഗ്രി എന്താന്ന് ചോദിക്കുന്നുണ്ട്. ഇത് എന്റെ ഐഡികളുടെ ഒരു ബ്രീഫ് നോട്ട് അവിടെ കൊടുത്തതാണ് മാഡം, അത് ഞാനാണെന്നും പറഞ്ഞിട്ട്. ഷെഫീനയ്ക്ക് 3 ഐഡി ഉണ്ട് ഇന്നലെ പറഞ്ഞു. ആ 3 ഐഡികളിലും ഷെഫീനയുടെ തന്നെ ഫോട്ടോയാണ് ഇരിക്കുന്നത്. മാറി വേറൊരാളുടെ ഫോട്ടോ അതിനകത്ത് വെച്ചിട്ടില്ല, വെക്കുകയുമില്ല. എന്റെ ഫോട്ടോ തന്നെ ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക. എന്റെ ഐഡന്റിറ്റിയോടെയാണ്. ഇപ്പൊ ഈ കാണിച്ചതൊക്കെ മതിയാവുമായിരിക്കും. ഞാൻ ഇവിടെ തുണി അഴിച്ചാണോ ജോലി ചെയ്താണോ ജീവിക്കുന്നതെന്നുള്ള എവിഡൻസിന് മതിയാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത് ഇതാണ് ഇവളാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ളതിന്റെ ഏറ്റവും വലിയ എവിഡൻസ്. ഇത് ഞാൻ വേണമെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ഇട്ടുതരാം. ഹരിനാരായണൻ എന്ന് പറയുന്ന ഫിജോയുടെ ഫേക്ക് പറയണതാണ്. താത്ത ഹസ്ബൻഡ് എന്ന വ്യാജേന നീ നടത്തുന്ന പെൺവാണിഫ റാക്കറ്റിലെ പങ്കാളിയെ കൂടി വിളിച്ചോണ്ട് വാ ഒരു ബലത്തിന്. അല്ലെങ്കിൽ പ്രാഡോ ഇടിച്ചു കയറ്റി ഒരുത്തനെ കൊന്നവനില്ലേ നിന്റെ ആദ്യ ഭർത്താവെന്ന് നാട്ടുകാരെ വിശ്വസിപ്പിച്ചവൻ ഉണ്ടായവന് പറയപ്പെടുന്ന നിന്റെ ഗുണ്ട മകനെ വിളിച്ചോ. ഈ സംഭവം നടക്കുന്നത് ഞാൻ ഇന്നാണ് സ്ക്രീൻഷോട്ട് എടുക്കുന്നത്. ഒരു 3 ദിവസം മുൻപ് നടന്ന സംഭവമാണ് ഇത്. മനസ്സിലായോ? ഇതിനകത്ത് പറയുന്ന ഈ ഗുണ്ട എന്ന് പറയുന്നത് എന്റെ മകനെയാണ്. മനസ്സിലായില്ലേ? പിന്നെ ഈ സംസാരം നീളുകയാണ്. അടുത്ത് നന്മമരം എന്ന് പറഞ്ഞ എന്റെ വീട്ടിൽ അവതരിപ്പിച്ചവന്റെ ടൈം ലൈനില് അവിടെ വ്യക്തമായി ഈ ഹരിനാരായണൻ വന്ന് വളരെ വ്യക്തതയോടെ എഴുതി വെച്ചതാണ്. നിന്റെ മറ്റിടം നക്കിത്തരുന്നത് നിന്റെ മകനല്ലയോ എന്ന്. എന്റെ മകനെ പറഞ്ഞതാണ്. ആദ്യം പറഞ്ഞത് പ്രാഡോ ഇടിച്ചു കയറ്റി ആളെ കൊന്നു. വ്യക്തമായി ഞാൻ പറഞ്ഞു തരാം. എന്റെ മകന്റെ പേർക്ക് ദുബായിൽ അങ്ങനെ ഒരു കേസില്ല. എന്റെ മകൻ ഇവിടുന്ന് പോകുന്നിടം വരെ അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടില്ല. അവൻ പ്രാഡോയും ഓടിക്കാറില്ല, ഫോർച്യൂണറും ഓടിക്കാറില്ല. അതിനെനിക്ക് ഡ്രൈവറുണ്ട്. ഞാൻ തന്നെയാണ് മാക്സിമം വണ്ടി ഓടിക്കാറുള്ളത്. എന്റെ കുഞ്ഞിന് ലൈസൻസ് ഇല്ല. മനസ്സിലായില്ലേ? ഒരു കേസ് അവന്റെ പേർക്ക് ഇവിടെ ഫയൽ ചെയ്തിട്ടില്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് നിന്റെ വിഷയവുമല്ല. മനസ്സിലായോ? ഒരാളെ കൊന്നാൽ അയാൾ ഇവിടുന്ന് പുറത്തു പോകത്തില്ല.
ബ്ലഡ് മണി കൊടുക്കണം. അത് തന്നെയല്ല, ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാണ്ട് ഡ്രൈവിംഗ് സീറ്റേ കയറി ഇരുന്നാൽ തന്നെ അവിടെ ഫൈനും പിഴയാണ്. അതൊന്നും അറിയത്തില്ല. ഇല്ലല്ല, വ്യവഹാരം കൂടുതൽ, അതുകൊണ്ടാ. അപ്പം നീ പറഞ്ഞ് നിന്റെ ഇൻഡിക്കേഷൻ കറക്റ്റ് ആണ്. എന്താണ്? വാണിഫം, പെൺവാണിഫം. അപ്പൊ നീ ടാർഗറ്റ് ചെയ്ത് വീട്ടിലൊരുത്തി കൊണ്ടുവന്ന് ഓൾറെഡി നീ ഫിക്സ് ചെയ്ത് വെച്ചേക്കുക. നീ അവിടെ ഫിക്സ് ചെയ്ത് വെച്ചേക്കാണ്. അടുത്തെന്താണ്? അവൾ അയച്ച വോയിസുകളാണ്. ഒരുപാട് സമയം പിടിക്കും, അല്ലെങ്കിൽ ഞാനത് കേൾപ്പിക്കാമായിരുന്നു. അത് ഇനിയിപ്പോ അടുത്തൊരു ലൈവിൽ വന്ന് അത് ഞാൻ വ്യക്തതയോടെ പറഞ്ഞുതരാം. അവളോട് ഞാൻ ഇപ്പോഴും പറയുന്നു, നിനക്ക് ഇനിയും അവസരമുണ്ട്. നടന്നത് എന്താണെന്ന് തുറന്നു പറയുക. നീ എന്നെ പെടുത്താനായിട്ടാണ് നിൽക്കുന്നെങ്കിൽ ഞാൻ പെടില്ല. ഞാൻ വ്യക്തമായിട്ട് പറയാം, എനിക്കിത് ഒരു പൊടിക്ക് ഭയമില്ലാതെ നിൽക്കുന്നത് എന്തുകൊണ്ടെന്നറിയാമോ? എനിക്ക് ഭയമില്ലാത്തത് കൊണ്ട് തന്നെയാണ്. ഈ ഒരു കാര്യത്തില് നീ ആരെ കൊണ്ടും ഇത് പറയിക്കത്തില്ല. നീ വിചാരിക്കും ഞാൻ അവിടെ നിൽക്കുന്ന പെൺകുട്ടീനെ കണ്ടിട്ടാണ് പറയണെന്ന്. ഒരിക്കലും അല്ല. നീ നിന്റെ നന്മ മരത്തിനോട് പറ, അതിനെയും കൂടെ വിളിച്ചോണ്ട് പോവാൻ. എനിക്ക് ഒരു വിഷമവും ഇല്ല. ഞാൻ ചെലവാക്കി എന്റെ വീട്ടില് ഞാൻ ഒരാളെ നിർത്തി ഞാൻ അത്രയും മെനക്കെടാൻ ഞാൻ തയ്യാറാവുന്നതുമില്ല. ആ കുട്ടിക്ക് താല്പര്യമുള്ളിടം വരെ അത് അവിടെ നിന്നോട്ടെ. അതിന് വേണ്ടേ നീ വിളിച്ചോണ്ട് പോയിക്കോ. നീ കൊണ്ടുപോയി നിന്റെ കൂടെ ചേർത്തോ. അതെന്തുകൊണ്ട് വരുന്നില്ലെന്ന് മനസ്സിലായില്ലേ? അത് ചകിതയായി നിൽക്കുകയാണ്. അത് ഈ പറഞ്ഞതിലൊക്കെ ഒരു കൺഫ്യൂഷനിൽ അത് ഇങ്ങനെ നിൽക്കുകയാണ്. അത് അതിന്റെ ഇഷ്ടം, അതിനെന്ത് വേണോ തീരുമാനിക്കാം. അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല. പിന്നെ എനിക്ക് എന്താണ് ഇവളോടുള്ള ശത്രുത എന്നുള്ളതാണ് എല്ലാവരുടെയും ചോദ്യം. ഞാൻ എന്തിനിതിന്റെ ബിഹൈൻഡ് പോയിന്ന്. ഈ പയ്യന്റെ കേസിൽ ഞാൻ ഇടപെട്ടത് ഒരിക്കലും ശത്രുത കൊണ്ടല്ല. എന്നെ ഞാൻ അവനിൽ കണ്ടതുകൊണ്ടാണ്. 1 വർഷം മുമ്പ് ഞാൻ അവനെ ഞാനായി കണ്ടതുകൊണ്ടാണ്. കാല് സുഖമില്ലാതെ വീൽ ചെയറിൽ, അത് കളവാണെന്ന് പറയാതിരിക്കാനാണ് വീൽ ചെയർ കൊണ്ട് തന്നെ നടക്കുന്നത്. ആ വീൽ ചെയറിൽ തന്നെ നടക്കുന്നത്. വീൽ ചെയറിൽ നടക്കുന്ന ശാരീരിക സുഖമില്ലാത്ത ഒരു പെണ്ണിനെ എങ്ങനെയെല്ലാം ഹറാസ് ചെയ്യാൻ കഴിയുമോ അങ്ങനെയെല്ലാം ഹറാസ് ചെയ്ത സ്ത്രീയാണ് ഇവര്. എനിക്കൊരു നായ്ക്കുട്ടിയുണ്ട്, എന്റെ ജിമ്മി. ഇവർ രണ്ടുപേരും, അതായത് ഈ 3 പേരും എനിക്ക് മക്കളെ പോലെയാണ്. ആ പട്ടിയുടെ കൂടെയാണ് ഞാൻ അത്യാവശ്യം സെക്സ് ചെയ്ത് സാറ്റിസ്ഫാക്ഷൻ അടയുന്നെന്ന് അവള് പറഞ്ഞേ. ഇന്നലത്തെ ലൈവിൽ പോലും അവള് പറയുന്നുണ്ട്, ഭർത്താവില്ലാത്ത എനിക്ക് അവളുടെ ഷണ്ണനായ ഭർത്താവിനെ കാണുമ്പോ എന്തോ ഇളകുന്നു. ഒരു സ്ത്രീക്ക് ഭർത്താവില്ല എങ്കിൽ അവൾ അത് പറഞ്ഞ് കളിയാക്കാനും അത് പറഞ്ഞ് മോശം പറയാനും എന്ത് കുറവുകൾ, ആ കുറവുകൾ പറഞ്ഞ് കളിയാക്കാനും ഒരു രീതിയിലും മടിയില്ലാത്ത സ്ത്രീയാണ് ഇവര്. ഒരു രീതിയിലും ഇവർക്കൊരു മടിയില്ല. ആരെ എങ്ങനെ ഇൻസൾട്ട് ചെയ്യാൻ അവർ തയ്യാറാണ്. ഞാൻ ഇവിടെ ഒരു പേപ്പർ എഴുതി വെച്ചവിടെ. ഓക്കെ, ഇവര് ലിബിക്കെതിരെയാണ് പോർവിളി. ലിബിയുടെ എഡ്യൂക്കേഷന്റെ, ലിബി എന്തൊക്കെ പഠിച്ചിട്ടുണ്ടെന്നുള്ളതിന്റെ ഒരു പേപ്പറിന്, അതായത് ഒരു 10 പേപ്പർ ഉണ്ടെന്ന് കൂട്ടുക, അതിന്റെ ഒരു കീറലിന്റെ പോലും എഡ്യൂക്കേഷൻ ഇല്ലാത്ത ഒരുത്തിയാണ് അത്രയും പഠിത്തവും വിവരവും വിദ്യാഭ്യാസമുള്ള ഒരു സ്ത്രീയെ വെല്ലുവിളിക്കുന്നത്. മനസ്സിലായില്ലേ? ഇപ്പോ അവള് സൈലന്റ് ആയിട്ട് ഇരിക്കുന്നതാണ്. കാരണം അവളുടേതായ ഒരു ന്യായം അവൾക്കുണ്ട്. അവളെ കാര്യം എനിക്ക് പറയേണ്ട കാര്യമില്ല, എന്നാലും ഞാൻ പറയുന്നതാണ്. അവള് ആവശ്യമുള്ള അവിടെ എഴുതി വെക്കുന്നുണ്ട്. നീ അത് പോയി വായിച്ചു നോക്ക്, അതിനകത്തുണ്ടല്ലോ. അതിന് നിനക്ക് മറുപടിയില്ലേ? ചാണകം ഗോമൂത്രം എന്നൊക്കെ പറയണ നീ RSS കാരിയുണ്ടല്ലേ. ഇനി പ്രവാസികളിലേക്ക് വരാം. പ്രവാസികളോട് എനിക്ക് അല്പം വെറുപ്പാണ്, മനസ്സിലാക്കിക്കോ. നിനക്കൊക്കെ കഷ്ടപ്പെട്ട് ഇവിടെ നിന്ന് പൈസ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെയുള്ളവളുമാര് പറയുന്നത് കേൾക്കുമ്പോ അങ്ങോട്ട് അയച്ചു കൊടുക്കും. നീയൊക്കെ കഷ്ടപ്പെട്ടല്ലേ പൈസ ഉണ്ടാക്കുന്നേ? ഇവിടെ നിങ്ങക്ക് ഫ്രീ ആണോ കിട്ടുന്നത്? നിങ്ങൾക്ക് ഇവിടെ പൈസ ചേരുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? നാട്ടിലെ പോലെ കല്യാണം, അവിടെ പോക്ക്, ഇവിടെ പോക്ക്, തട്ടുദോശ തിന്നാൻ പോക്ക്, സിനിമയ്ക്ക് പോക്ക്, ഇത്തരം എൻജോയ്മെന്റ് ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങളുടെ കയ്യിൽ ഈ പൈസ ചേർന്നിരിക്കുന്നത്. നാട്ടിൽ ഇത്രയും തന്നെ എമൗണ്ടിന് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ആരായിരുന്നാലും 20,000 രൂപയ്ക്ക് വർക്ക് കിട്ടും. കിളയ്ക്കാൻ പോകുന്നവന് പോലും 500 രൂപ ജോലിയുണ്ട് നാട്ടില്. വേറെ വ്യത്യാസമൊന്നുമില്ല. ഇവിടുന്ന് നമ്മൾ ഒരു മാസം തൊട്ട്, വന്ന ദിവസം തൊട്ട് നമ്മൾ ചേർത്ത് വെക്കും. ഒരു പെട്ടി ആദ്യം വാങ്ങിക്കും. ഇവിടുത്തെ പ്രവാസിയുടെ ആദ്യത്തെ പരിപാടി അതാ. ആ പെട്ടിക്കകത്ത് ഓരോ തവണ ഓരോ ശമ്പളം കിട്ടുമ്പോൾ ഓരോ സാധനം വാങ്ങിച്ച് ചേർത്ത് വെക്കും. പോകാൻ നേരം ആകുമ്പോഴേക്കും പെട്ടി നിറഞ്ഞിട്ടുണ്ടാവും. ഇത് കൊണ്ടുപോയി ഓരോരുത്തർക്ക് അന്ന് തന്നെ സപ്ലൈ ചെയ്യും. ഈ വാങ്ങിക്കൊണ്ട് പോകുന്നോ എനിക്ക് അറിയില്ല. ഈ പണം കൊടുത്ത് വാങ്ങിച്ചതാണിത്. അവന്റെ 1 മാസത്തെ വിയർപ്പാണത്. ഓരോ മാസത്തെയും വിയർപ്പ്, അധ്വാനിച്ച പൈസയാണ് ആ ചേർത്ത് വെച്ച സാധനം. ഈ വാങ്ങിക്കൊണ്ടുപോയി തിന്നുന്നവർക്ക് അറിയത്തില്ല. അവരുടെ ഒരു കൺസെപ്റ്റ്. ഞാനും അങ്ങനെ ചിന്തിച്ചിരുന്നു. ഈ വരുന്ന സാധനം ഫ്രീ കിട്ടുന്നതാണ്, അല്ലെ റോഡിൽ നിന്ന് ഇങ്ങനെ വാരി എടുത്തോണ്ട് വരുന്നത്. റോട്ടിൽ നിന്ന് വാരി എടുത്തോണ്ട് വരുന്നതല്ല, കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം കൊടുത്ത് വാങ്ങിച്ചതാണ്. ആ സാധനം അത്രത്തോളം പ്രയാസപ്പെട്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന പൈസ, നിങ്ങൾ ഉണ്ടാക്കുന്ന വസ്തുക്കൾ,
നിങ്ങൾ ഇങ്ങനെ നിസ്സാരമായി കളയരുത്. ഈ നന്മ മരങ്ങളെ വിശ്വസിക്കരുത്. നിങ്ങൾക്ക് ചെയ്യാവുന്ന നന്മ നിങ്ങൾ തന്നെ ചെയ്യുക. എന്തിനു പറ്റുള്ള വിശ്വസിക്കുന്നു? ഞാൻ പ്രവാസി ആയതുകൊണ്ടോ ഇവൻ പ്രവാസി ആയതുകൊണ്ടാണ് അവള് ടാർഗറ്റ് ചെയ്യണത്. ഇത് അന്യ നാടാണ്. ഇവിടെ വിസ വേണം. ഇവിടെ നിൽക്കണമെങ്കിൽ പ്രോബ്ലംസ് വരും. അപ്പോ അവന്റെ ജോലി കളയിക്കുന്നു. അവിടെ നിന്ന് ആഹ്വാനം ചെയ്യുമ്പോ എല്ലാരും കൂടെ ചേർന്ന് അവളെ ജോലി കളയാനല്ലേ ഇറങ്ങി വരേണ്ടത്? അത് ഫിജോയുടെ വെറും മോഹം മാത്രമാണ് എന്റെ ജോലി കളയാനായിട്ട്. പറ്റുമെങ്കിൽ ഒന്ന് ചെയ്തു നോക്കിക്കോ കേട്ടോ. ഞാൻ വെല്ലുവിളി തന്നെയാണ്. കാരണം വേദന ഉണ്ടല്ലോ, എന്നെ ഇത്ര നാണം കെടുത്തിയത് കൊണ്ട് പറഞ്ഞത്. എന്റെ ജോലി കളയാൻ ഫിജോയ്ക്ക് പറ്റുമെങ്കിൽ അത് ഇപ്പൊ ഈ നിമിഷം മുതൽ തുടങ്ങിക്കോ കേട്ടോ. കാരണം അങ്ങനെയാണ്. ഞാൻ അതിന് വ്യക്തമായിട്ട് പൂർണ്ണമായിട്ട് പറയുന്നില്ല. അത് വെല്ലുവിളി. കാരണം എന്നെ ഇത്രയും നാണം കെടുത്തി എന്നെ ആത്മഹത്യയുടെ മുൻപിൽ എത്തിച്ച ഒരു സ്ത്രീ ആയതുകൊണ്ട് ഞാൻ പറയാണ്, നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തോ, നോ പ്രോബ്ലം. ഐ ഡോണ്ട് കെയർ എനിവൺ. പ്രവാസികളോടാണ് വീണ്ടും പറയുന്നത്, ഞങ്ങൾക്കിവിടെ യൂണിറ്റി ഉണ്ട്, ഞങ്ങൾക്കിവിടെ അസോസിയേഷൻ ഉണ്ട്. ഞാനോ അവനോ അസോസിയേഷനിൽ പോയില്ല. ഞങ്ങൾക്കത് ഒറ്റയ്ക്ക് ഫേസ് ചെയ്യണോ, എന്റെ വാശിയാണത്, ഞാൻ ഒറ്റയ്ക്ക് ഫേസ് ചെയ്യുന്നു എന്ന് വെച്ചിട്ട് എന്നെ അസോസിയേഷൻകാർ വിളിച്ചില്ല എന്നല്ല, എല്ലാവരും വിളിച്ചിരുന്നു. എല്ലാവരും ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ എല്ലാവരോടും പറഞ്ഞതാണ്, ഞാൻ നീതിയോടെ നിൽക്കുന്നിടത്തോളം എനിക്ക് ഈ കാര്യത്തിൽ ഭയമില്ല. എതിർ സ്ഥാനത്ത് നിൽക്കുന്നത് ഒരു വേശിയാണ്. അവൾ പറയുന്നു ഞാൻ വേശിയാണെന്ന് പറഞ്ഞാൽ അത് പ്രൂഫ് ചെയ്യാൻ അവൾക്ക് പണി കിട്ടും. തിരിച്ച് പ്രൂഫ് ചെയ്യാൻ എനിക്ക് മിനിറ്റ് മതി. മിനിറ്റ് കൊണ്ട് എനിക്കത് പ്രൂഫ് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പോ അവിടെ കിടന്ന് ഇങ്ങനെ വെകിളി പിടിച്ച് വരണ്ട് നാട്ടിലുള്ള പാവങ്ങളുടെ തലയിലോട്ട് കയറുക. ലൊക്കേഷൻ വേറെയാണ് മോളെ. ഇങ്ങനെ ഞാൻ അന്നേ നിന്റെ അടുത്ത് പറഞ്ഞു, തിരുവനന്തപുരത്തോട്ട് തള്ളി പിടിച്ചോണ്ട് വരരുത്. തിരുവനന്തപുരത്തോരുള്ളവരെല്ലാം ഭ്രാന്തരല്ല. തിരുവനന്തപുരം എന്ന് പറയുന്നത് ഒരു രാജ്യമാണെന്ന് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് നിന്റെ അടുത്ത്. തിരുവനന്തപുരം രാജ്യത്ത് കയറി നീ ഞോണ്ടാൻ നിൽക്കണ്ട. അവിടെ ഇങ്ങനെ കുറെ വേറെ ടീമുണ്ട്. പിന്നെ നിന്റെ കൂട്ടുകാരി മൽഹാറിണിയുടെ കാര്യം ഞാൻ ഇന്നലെ വ്യക്തതയോടെ ഞാൻ പറഞ്ഞതാണ്. എന്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കാൻ വരുമെന്നും മസാജിങ് സെന്റർ തുടങ്ങണമെന്ന് പറഞ്ഞ് എന്നെ അങ്ങോട്ട് അതിനകത്തേക്ക് കൊണ്ടുപോവാനും ഏതോ ഒരു പ്രദീപിന്റെ പേരും പറഞ്ഞ് അയാളുടെ അതൊക്കെയുണ്ട്. ഗ്രൂപ്പ് ചാറ്റ് ഉണ്ട് എന്റെ. ആർക്ക് വേണമെങ്കിലും ഞാൻ ഈ സംഗതികൾ തരുന്നതായിരിക്കും. ഇനിയിപ്പോ ഇതൊക്കെ ലൈവിൽ കാണിച്ച ആളുകളെ ബോറടിപ്പിക്കണ്ടല്ലോ. ആ സാധനങ്ങളൊക്കെ എന്റെ ഉണ്ട്. മൽഹാറിണി തിരുവനന്തപുരം സ്വദേശിയല്ല. തിരുവനന്തപുരം സ്വദേശി എന്ന് ഞെളിവ് പിടിച്ച് പറഞ്ഞിട്ട് തിരുവനന്തപുരംകാരെ ഇങ്ങനെ നാണം കെടുത്തരുത് ദേവി. തിരുവനന്തപുരത്തുള്ളവർക്കൊന്നും ഇത്തരം ഭ്രാന്തുകളില്ല. ഞങ്ങൾക്ക് നന്മ മരങ്ങൾ കുറവാണ്. ഞങ്ങൾക്ക് നന്മ മരത്താര് അതൊക്കെ അങ്ങോട്ട് ആ സൈഡിലോട്ടുള്ള ആ നന്മ മരങ്ങളെയും കൊണ്ട് നിങ്ങൾ ആ സൈഡിലങ്ങാണ് ഇരിക്കുക. ഞങ്ങളെ ദേവി അത് ജീവിക്കാൻ അനുവദിക്കുക, ജോലി ചെയ്ത് ജീവിക്കാൻ അനുവദിക്കുക, ശല്യം ചെയ്യരുത്. മനസ്സിലായില്ലേ? നീ എന്റെ മോളെ എനിക്ക് എന്റെ ജോലി കളയല്ലേ കേട്ടോ. നീ അങ്ങ് ഓഫീസിൽ ചെന്നങ്ങ് ഷേവ് ചെയ്യാൻ ചെല്ലല്ലേ ദേവി, ഇത് ശല്യം ചെയ്യല്ലേ. ഇനിയിപ്പം നീ അത് ചെയ്യൂന്ന് പറഞ്ഞാലും എനിക്കൊന്നുമില്ല. മനസ്സിലായില്ലേ? ആദ്യം അധ്വാനം എന്തെന്ന് മനസ്സിലാക്കണം. അധ്വാനിക്കുന്നവന്റെ വേദന മനസ്സിലാവുന്നവൻ അധ്വാനിക്കുന്നവനെ അല്ലെങ്കിൽ അതിന്റെ ഇതിനെ ഒരിക്കലും ഇമ്മാതിരി ചെറ്റത്തരം കാണിക്കത്തില്ല. മുൻപ് എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു അനീസ് കമന്റ് ഇട്ടു. ഉടനെ അവൻ എന്റെ കള്ളമാപ്പിളയായി. അവന്റെ വീട്ടിൽ വിളിച്ചു പറഞ്ഞു കൊടുത്തു. അവന്റെ അമ്മയെടുത്ത്, അവന്റെ പെങ്ങളെടുത്ത്, അവന്റെ ഭാര്യയുടെ അടുത്ത് ഒക്കെ പറഞ്ഞു. ആ ചെറുക്കനെ ഇല്ലാ കഥ അത്രയും പറഞ്ഞു. അന്നും നീ പറഞ്ഞത് നിന്റെ മകളെ അവൻ മോശം പറഞ്ഞു എന്നാണ്. നീ ഇതുപോലെ എന്തെങ്കിലും ചെറ്റത്തര രഹസ്യമായി വന്നുണ്ടാക്കുമ്പോ പിന്നെ ഞങ്ങൾ മിണ്ടാതിരിക്കണോടി? നീ രഹസ്യമായി ഞങ്ങളുടെ മക്കളെ വെച്ച് ഞങ്ങളെ ചീത്ത പറയുമ്പോ ഞങ്ങൾ മിണ്ടാതിരിക്കണോ? പറയ്. ഞങ്ങൾ വീട്ടിൽ മകനെ പോലെ വളർത്തുന്ന നായ്ക്കുട്ടിയെ വെച്ച് നീ ഞങ്ങളെ പറയുമ്പോ ഞങ്ങൾ മിണ്ടാതിരിക്കണമോ? അതാണോ നീ പഠിച്ചത് ന്യായം? നിനക്ക് എന്തും പറയാൻ, ഞങ്ങളൊന്നും തിരിച്ചു പറയാൻ പാടില്ല, അങ്ങനെയാണോ നീ പറയണത്? അതാണോ നിന്റെ ന്യായം? അത് നീ മടക്കി അങ്ങ് കുപ്പിക്കകത്ത് വെച്ചേച്ചാ മതി. മനസ്സിലായില്ലേ? പറഞ്ഞതിന് സോണിയ മൽഹാറിനെയും കൂട്ടിയിട്ട് വന്ന് ഞങ്ങളെ മൂക്കി പിടിക്കുമെന്ന് പറയണ്ട. അവരൊരു പരമ്പര പോലെ അത് ചെയ്യുന്നുണ്ട്. അതിന്റെ ആവശ്യമുള്ള ഡീറ്റെയിൽസ് ഞങ്ങൾ കളക്ട് ചെയ്യുന്നുണ്ട്. ഓരോരുത്തരെ ഞങ്ങൾ വിളിച്ച് ഇടാൻ തീരുമാനിച്ചിട്ടുമുണ്ട്. നന്മ മരങ്ങൾക്കിടയിലുള്ള വേട്ട ഞങ്ങൾ തുടരും. നീ നന്മ മരങ്ങൾക്കെതിരെ നിങ്ങൾക്ക് എന്താ അത്ര ദേഷ്യം വഴക്ക് എന്ന് പറയണ്ട. ഞാൻ ഒരു കൗതുകത്തിന് ഒരു സാധനം കാണിക്കാം. ഒരു കവർ കൊണ്ടുവന്നില്ലായിരുന്നു? ഇതല്ലല്ലോ, വേറൊരു ഇതുണ്ടല്ലോ. അതെ, അതാണോ? കുറെ പേപ്പേഴ്സ് ഉണ്ടായിരുന്നു. വേറെ ഇതൊന്നുണ്ടായിരുന്നു, കൊച്ചു പേപ്പർ പോയത്. ഒരു കൗതുകമാണ്, അത് കാണേണ്ട കാഴ്ചയാണ്. അത് അതുകൊണ്ടാ. ഇത് തന്നെ, ഇത് എൻ്റെ ഉമ്മി എനിക്ക് ചെറിയ വയസ്സുള്ളപ്പം എൻ്റെ ഉമ്മി ഉണ്ടാക്കിയ ഒരു ട്രസ്റ്റാണ്. ഇതിൽ കാണുന്നത് എന്താന്ന് പറഞ്ഞാല് സുൽത്താൻ പിള്ള മുസ്ലിം മെമ്മോറിയൽ ട്രസ്റ്റ് എന്നാണ് ഈ ട്രസ്റ്റിന്റെ പേര്. നന്മയൊക്കെ ഞങ്ങൾ ഇന്നലെയും തുടങ്ങിയതല്ല, പണ്ടേ ചെയ്യാറുണ്ട്. പക്ഷെ ഇതാരും അറിയില്ല. ഇങ്ങനൊരു ട്രസ്റ്റ് ഞങ്ങളുടെ കയ്യിൽ ഉള്ളത് പോലും ഒരു മനുഷ്യർക്കും അറിയത്തില്ല. ഇത് പണ്ടേ ഞങ്ങൾ ചെയ്തൊരു കാര്യമാണ്.
ഒരു ഹോസ്പിറ്റലും ഇതിന്റെ പേരിൽ നടത്തിയിട്ടുണ്ട്, SPMM ഹോസ്പിറ്റൽ എന്നൊക്കെ പറഞ്ഞിട്ട് നടത്തിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഇത് പേഴ്സണലി പറയുകയാണെങ്കിൽ ഇത്തരം നന്മയോ ചാരിറ്റിയോടോ ഒന്നും ഞങ്ങൾക്ക് ഒബ്ജക്ഷൻ ഇല്ല. അതിന് ഒരു നേർമ വേണം. ഞങ്ങൾ സമ്പാദിച്ചിട്ട് അതിലൊരു പങ്ക് പാവങ്ങൾക്ക് കൊടുക്കുന്നതിനോട് എനിക്ക് യോജിപ്പാണ്, ഞാൻ ചെയ്യാറുണ്ട്. ഇപ്പൊ എന്റെ വീട്ടിൽ വന്നിട്ട് എനിക്കിട്ട് പാര വെച്ചുകൊണ്ട് നിൽക്കുന്ന 2 പെൺകുട്ടികൾക്കും ഞാൻ ചെയ്യുന്നത് നന്മയാണ്. അവർക്ക് അത്യാവശ്യം ഫുഡും അത്യാവശ്യം തങ്ങാനൊരിടവും അവർക്ക് വേണ്ട എല്ലാം ചെയ്തു കൊടുക്കുന്നത് ഞാൻ തന്നെയാണ്. മറ്റേ കുട്ടി പുറത്തു പോയി പറഞ്ഞ 3 അലിഗേഷൻ ഉണ്ട്. ഇനി ഫിജോയുടെ അവിടെ നിൽക്കട്ടെ, ഫിജോയുടെ അടുത്ത് ഞാൻ തിരിച്ചു വരാം. ഫിജോയെ ഞാൻ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല, ഞാൻ തിരിച്ചു വരാം. മറ്റേ 3 കുട്ടി പറഞ്ഞ അലിഗേഷൻസിൽ 3-ൽ 1 പറയാം. ഞങ്ങളെ അവൾ പുറത്തേക്കെങ്ങും വിടത്തില്ല, ശരിയാണ്. 10 മണിക്ക് ശേഷം പുറത്തു പോയി കഴിഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 10 മണിക്ക് ശേഷം പോയിട്ട് 1 മണിക്ക് തിരിച്ച് വീട്ടിൽ കയറി വരുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. എനിക്ക് ഉറങ്ങണം. നീയൊക്കെ എവിടെ വേണോ ആരെ കൂടെ വേണോ പോ, അതെന്റെ വിഷയമല്ല. പക്ഷെ എനിക്ക് ഉറങ്ങണം. എന്റെ ദിനചര്യകളിൽ അത് ഏറ്റതാഴ്ചകൾ ഉണ്ടാക്കുന്നത് കൊണ്ട് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞത് സത്യമാണ്, അതിനകത്ത് മാറ്റമൊന്നുമില്ല. അടുത്ത് പറഞ്ഞത് ഞങ്ങളെ ഇന്റർവ്യൂവിന് കൊണ്ടുപോകുന്നില്ല, അല്ല ഇന്റർവ്യൂവിന് വിടുന്നില്ല. ഈ നന്മ മരം ഇവളെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, അജ്മാനിൽ ഒരു ക്ലീനിങ് സർവീസ് ഉണ്ട്, ക്ലീനിങ് കമ്പനി ഉണ്ട്, അതിലേക്ക് ഞങ്ങളെ എടുക്കുന്നുണ്ട്, ഞങ്ങൾക്ക് അതിലേക്ക് ഇന്റർവ്യൂവിന് പോണോന്ന് പറഞ്ഞു. അപ്പോ ഞാൻ പറഞ്ഞു പൊയ്ക്കോളൂ, ഇവിടുന്ന് കുറച്ച് അബൂഹയിൽ മെട്രോ സ്റ്റേഷൻ വരെ പോവുകയാണെങ്കിൽ ഷാർജയ്ക്ക് ബസ് കിട്ടും. ഷാർജയിൽ ഇറങ്ങിയ എത്രയും പെട്ടെന്ന് അജ്മാനിലേക്ക് നിങ്ങൾക്ക് ബസ് കിട്ടും, പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് വരിക. നിങ്ങൾ കൊണ്ടുപോകണം. ഇത് വെള്ളത്തിലോടുന്ന സാധനല്ലേ, ഇതിന് പെട്രോൾ ഒഴിക്കണം. ഇപ്പോഴാണെങ്കിൽ പെട്രോളിന് വിലയും കൂടുതലാ. ഇതിനകത്ത് ഞാൻ പെട്രോൾ ഒഴിക്കണമെങ്കിൽ 50 രൂപ 100 ദിർഹത്തിന് ഞാൻ ഇതിനകത്ത് പെട്രോൾ ഒഴിക്കണം. ഈ 50 ദിർഹം നാട്ടിൽ 1000 രൂപയാ. എന്റെ കുട്ടികൾക്ക് അത്യാവശ്യം മീനും അരിയും വാങ്ങിക്കാവുന്ന പണമാണത്. അപ്പം അത് ഞാൻ പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞത് പറ്റത്തില്ല തന്നെയാണ്. എനിക്ക് അവരെ ആഹാരവും വസ്ത്രവും പിന്നെ വീടും സാഹചര്യവും എല്ലാം കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ അവരെയും കൊണ്ട് ഇന്റർവ്യൂവിനും കൂടെ പോണെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാടോ, എനിക്ക് ബുദ്ധിമുട്ട് തന്നെയാ. ഇതാണ് സെക്കൻഡ് അലിഗേഷൻ. തേർഡ്, വീട്ടിൽ നിറച്ച് ആണുങ്ങൾ വരുന്നു. വീട്ടിൽ വന്ന സമയത്ത് തന്നെ ഇവര് പറഞ്ഞു ഞങ്ങൾക്ക് മെസ്സ് നടത്തണം. എന്റെ വീട്ടിൽ ആര് വന്നാലും എന്നെ കിട്ടാറില്ലെന്നാ പറയാറ്. എന്നെ കാണാനായിട്ട് വീട്ടിലോട്ട് വന്നാൽ ഞാൻ അവിടെ ഉണ്ടാകാറില്ല, മിക്കവാറും ഞാൻ ജോലി സ്ഥലങ്ങളിലായിരിക്കും. അപ്പൊ അവിടെ ഇവര് വന്നപ്പോ ഇവർക്ക് കുറെ ബാച്ചിലേഴ്സിനെ വേണം മെസ്സ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട്. ഈ മെസ്സിങ്ങിന്റെ സിസ്റ്റത്തിനാണ് അവള് മറ്റോളെ കൊണ്ടുവന്നത്. അവിടെ വന്ന മൽഹാറിന്റെ കെട്ടിയവനില്ലേ ഷംസു, അവനായിരുന്നു വന്നത്. ഷംസുമായിട്ടാണ് ഡീലിംഗ് മുഴുക്ക ഇവര് തമ്മിലുള്ള ഡീലിംഗും ഇന്റേണൽ ഡീലിംഗും ഔട്ട്ഡോർ ഡീലിംഗും ഒക്കെ അവരായിരുന്നു. പിന്നെ ഇപ്പൊ പറയണു എന്റെ വീഡിയോ ഉണ്ടെന്ന്, എന്തോന്ന് ഞാൻ മസാജ് ചെയ്യുന്നതിന്റെ വീഡിയോ ഉണ്ടെന്ന്. കാല് സ്വാധീനമില്ലാത്തവളാണ് ഞാൻ. ഇനിയും പറയുന്നു വീൽ ചെയർ തന്നെ ഉപയോഗിക്കുന്നവളാണ് ഞാൻ. വീൽ ചെയർ ഉപയോഗിക്കുന്ന എനിക്ക് കാല് സ്വാധീന കുറവ് കാരണം എനിക്ക് അത്യാവശ്യം നടക്കാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ട്. ആഴ്ചയിൽ ഒരിക്കൽ ഞാൻ ഈ മസാജിങ് ചെയ്യാറുമുണ്ട്. ഇവിടെ ഒരു മസാജിങ് തെറാപ്പി സെന്ററിൽ മറ്റോ പോയാൽ 100 ദിർഹം കൊടുക്കേണ്ടി വരും. അപ്പൊ ആ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ വീട്ടിൽ ഇരുന്നൊക്കെ തന്നെയാണ് ഞാൻ മസാജ് ചെയ്യാറുള്ളത്. അതാണ് ഇവള് പറയണ ഈ മസാജ്. പക്ഷെ ഇവക്കത് മസാജ് എന്ന വേർഡിനെ വേറൊരു തലത്തിലേക്ക് അവള് കൊണ്ടുപോയിട്ട് തുണി മുഴുവൻ ഒഴിഞ്ഞു കളഞ്ഞിട്ട് മൊത്തത്തിൽ ഇങ്ങനെ മസാജ് ചെയ്തിട്ട് അങ്ങനെ കുറെ സിസ്റ്റം ഉണ്ട് ഇവിടെ. പിന്നെ അവൾ ഇന്നലെ ചോദിക്കുന്നിട്ട് ക്രോസ് മസാജിങ് അക്സെപ്റ്റബിൾ ആണോ ദുബായിലെന്ന്. എടി കഴുതേ, ക്രോസ് മസാജിങ് അക്സെപ്റ്റബിൾ ആണ് ദുബായിൽ, അങ്ങനെ നിയമം ഉണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോ ഷംസു മസാജ് ഉണ്ടാക്കിയെന്ന് ഞാൻ പറഞ്ഞു വരുന്നില്ല. അത്തരം വീഡിയോസ് ഒക്കെ നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾ പബ്ലിഷ് ചെയ്തോളൂ, അത് നോ പ്രോബ്ലം. അത് ഞാൻ അക്കാര്യം അതുപോലെ ചെയ്തോളാം. അവൾ പബ്ലിഷ് ചെയ്യുന്ന നമ്പറായാലും അവൾ പബ്ലിഷ് ചെയ്യുന്ന ഒരു കാര്യമായാലും നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ അത് വെരിഫൈ ചെയ്യുക. കൂട്ടത്തോട് ആക്രമിക്കാതിരിക്കുക. എല്ലാവരും ആക്രമിച്ചു എന്ന് ഞാൻ പറയുന്നില്ല. എന്നെ എല്ലാവരും വിളിച്ചിട്ട് സമാധാനിപ്പിച്ചിട്ടേ ഉള്ളൂ. എല്ലാവരും എന്താ പ്രശ്നം എന്ന് ചോദിച്ചിട്ടേ ഉള്ളൂ. ആരും എന്നെ ഉപദ്രവിച്ചിട്ടില്ല. അതൊക്കെ ന്യായം തന്നെയാണ്, അത് ഞാൻ ഒന്നും മാറ്റി പറയുന്നില്ല. പക്ഷേ പ്ലീസ് മനസ്സിലാക്കുക, ഞാനൊക്കെ ഒരുപാട് ബെനക്കെട്ട് ജോലി തിരക്കുകളിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഫോൺ കോൾസ് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. ഒന്ന് ഉറങ്ങാൻ കിടക്കുമ്പം ഇതിനകത്ത് 12 മണിക്ക് കോളുണ്ട്, രാത്രി വെളുപ്പിന് കോളുണ്ട്, 3 മണിക്ക് കോളുണ്ട്. ശല്യം ചെയ്യുന്നതിനൊരു കണക്കില്ലേ? ഒന്ന് ഉറങ്ങിക്കോട്ടുന്നപ്പാ. കണ്ണിങ്ങനെ നീര് വെച്ചിരിക്കണം ഉറക്കമില്ലാനിട്ട്. ശല്യം കാരണം സ്വസ്ഥതയില്ല. പിന്നെ ഇവള് ഇട്ട ലൈവ് കൊണ്ടുവന്ന് അതിനകത്ത് ഒട്ടിച്ചു വെക്കുക. എന്റെ പൊന്നോ, എനിക്ക് ഈ സാധനത്തിന്റെ ഒന്നും കാണണ്ട. അവൾ എന്താന്ന് വെച്ചാൽ അവിടെ കിടന്ന് ചെയ്തോട്ടെ. അവൾ അവിടെ കിടന്ന് ഡാൻസ് കളിക്കോ തുള്ളു. അവൾ അടുത്ത ഇരയ്ക്ക് അവൾ ഇങ്ങനെ നടക്കുകയാണ്. അവൾ അതും കൊണ്ട് നടന്നോട്ടെ, എനിക്ക് താല്പര്യമില്ല. ഞാൻ എന്റെ കാര്യം എന്റെ ഭാഗം തുറന്നു പറയാനാണ് വന്നത്. പിന്നെ എന്റെ പേർക്ക് ഇവിടെ ദുബായിൽ കേസൊന്നുമില്ല. ഞാൻ നന്മ മരത്തിന്
നന്മമരമേ നീ ചെവിന്ന് വിളിക്കോ. നന്മമരത്തിന് ചെവിയിലൊരു നുള്ളൽ. എന്തിനാന്നറിയോ നന്മമരമേ? നന്മമരം കാണിക്കുന്ന ചെറ്റത്തരത്തിനും ഈ ചെറ്റേരെ കൂടെ ചേർന്ന് നിന്നിട്ടുള്ള ചെറ്റത്തരത്തിനും ഈ പ്രവാസികളെ കൊണ്ട് തന്നെ നിനക്ക് ഞാൻ മറുപടി തരും. ഒരു ജോലിയും കൂലിയും ഇല്ലാതിരിക്കുന്ന നിനക്ക് ഇതിന്റെ വേറെ പല കാര്യങ്ങളും നിനക്ക് തോന്നും. ഞങ്ങൾക്കൊക്കെ പണിയുണ്ടോ? ഞങ്ങളൊക്കെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കൊണ്ടുവരുന്ന പൈസ നന്മയും തേങ്ങയും പറഞ്ഞ് താൻ വാങ്ങിച്ചെടുക്കുന്നത് എനിക്കറിയാം. കൂട്ടുകക്ഷി മൽഹാറും കൂട്ടുകക്ഷി ഫിജോ ജോസഫിനെയും വെച്ചിട്ട് താൻ എന്നെ അങ്ങ് ഒതുക്കാന്ന് വിചാരിച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല. ഞാൻ അങ്ങനെ ഒതുങ്ങിപ്പോവാൻ വന്ന സാധനവും അല്ല. പിന്നെ നീ കുറെ കൂടെ കാണിക്ക്, കുറെ കൂടെ കൊണ്ടുവന്ന് പോസ്റ്റ് ഷെയർ ചെയ്ത് വെക്ക്. ഇനി വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഞാനിപ്പോ പബ്ലിക്കില് പറയുന്നില്ല, പബ്ലിക്ക് പറയേണ്ട കാര്യം പബ്ലിക്കിൽ തന്നെ പറയണമെന്നുള്ളത് കൊണ്ടാണ്. ഇത് കണ്ടോ? ഇത് അവളുടെ ഫോട്ടോ ആണ്. ഓൺലൈനിൽ അവൾ ഇരിപ്പുണ്ട് കണ്ടോ? അവളുടെ ഫോട്ടോയിൽ നിന്ന് വന്നതാണ്. സാധനങ്ങൾ വരുന്നത് കണ്ടോ? ഞാൻ അതിനകത്തൊരു ആൻസർ പോലും പറഞ്ഞിട്ടില്ല. അതിനകത്ത് വാട്സപ്പാണ്. വാട്സപ്പില് അവളിങ്ങനെ അയച്ചു വിടുകയാണ്. എന്റെ ഓഫീസിന്റെ ലൊക്കേഷൻ അവൾ എടുത്തു കണ്ടോ? ഓഫീസ് ലൊക്കേഷൻ, ഓഫീസ് നമ്പര്, ഡീറ്റെയിൽസ്, ചിരി, ബഹളം, ചെങ്ങന്നൂരുള്ള അസ്മിതയെയും കെട്ടിയവനെയും പറ്റിച്ചു. ഇന്നലെ വേറൊരുത്തനെ കൊണ്ടുവന്നിട്ട് വോയിസ് റെക്കോർഡ് എടുത്ത് ഇടിച്ചു. എന്റെ പേരിൽ 47 കേസിന്റെ ഡീറ്റെയിൽ. ഇത്രയും നാണം കെട്ട ഒരു സ്ത്രീ. എടി, ഇത് എത്ര പേര് നിന്റെ അടുത്ത് പറഞ്ഞു നിനക്ക് ഇത്രയും കേസുണ്ടെന്ന്? എത്ര സ്റ്റേഷൻ? ഇതാരും ഒന്നും എവിടെയും കൊണ്ട് ഒട്ടിക്കണ്ട. ഒരാളൊന്നും മെനക്കിടൂ പ്ലീസ്. ഏതെങ്കിലും ഒരു സ്റ്റേഷന്റെ നമ്പർ എടുക്കൂ, വിളിച്ച് ചോദിച്ചു നോക്ക് ഫിജോ ജോസഫ് ആരെന്ന്. ഫേമസ് സാമൂഹ്യ പ്രവർത്തനത്തിന് നന്മയ്ക്കൊന്നുമല്ല. ഫേമസ് എന്തിനാണെന്ന് അറിയാമോ? ഇത്തരം അറുവാണിത്തരത്തിനാണുള്ള ഫേമസ്. എന്നെ ഇങ്ങനെ ഞെക്കി ഇളക്കുന്നതാ. എന്നിട്ട് പോക്കരത്തരങ്ങൾ മുഴുക്കെ എഴുതിയിട്ടുണ്ട്. വർക്കല സൗത്തിലെ കേസൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞു. കല്ലമ്പലം പോലീസ് സ്റ്റേഷനാണ് എന്റെ അതിർത്തി. എനിക്ക് വർക്കലയൊന്നും കേസ് വരാനില്ല. എന്നും വെച്ച് ഞാൻ വർക്കലക്കാരിയില്ലെന്നും പറയില്ല കേട്ടോ. ഞാൻ വർക്കലക്കാരി തന്നെയാണ്. വർക്കല എന്റെ നാടാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലവും വർക്കല തന്നെയാണ്. വർക്കലക്കാര് മോശമെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. ഓഫർ ലെറ്റർ പോലും കിട്ടാതെ ഞാൻ ജോലി, കമ്പനിയുള്ള സിമ്മൊക്കെ കിട്ടിയല്ലേ മേഡം എന്ന്. എത്ര കഴുതയാണ്. കമ്പനി സിമ്മ് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ഓഫർ ലെറ്റർ അവർ തന്നിട്ടായിരിക്കുമല്ലോ തരിക ഉണ്ടാവുക. ചുമ്മാ കിട്ടും. ഈ 22 വർഷം ഇവിടെ വക്കീലായിരുന്നു പറഞ്ഞത്. നാട്ടിലെ വക്കീലന്മാർക്ക് ഇവിടെ ഗുമസ്ത പണിയേ പറ്റുള്ളൂ. നാട്ടിലെ വക്കീലന്മാർക്ക് ഇവിടെ ഒരു പിണ്ണാക്കും ചെയ്യാൻ ഒക്കില്ല. കേട്ടോടി കഴുതേ, അവരിവിടെ ഗുമസ്തരാണ്. അത് നീ പറഞ്ഞ മറ്റവനായാലും നീ പറഞ്ഞ ഇവനായിരുന്നാലും എല്ലാവരും ഗുമസ്തന്മാരാണ്. അല്ലാതെ ഇവിടെ വക്കീൽ പണിയൊന്നും നടക്കത്തില്ല. ഇവിടുത്തെ ലോക്കൽസിനെ ഇവിടുത്തെ കോടതിയിൽ വാദിക്കാനുള്ള നിയമമുള്ളൂ. പക്ഷെ ഞങ്ങളുടെ പേർക്കൊരു കേസോ ഞങ്ങളുടെ പേർക്കൊരു വഴക്കോ വന്നാ നമുക്ക് വാദിക്കാം. നമുക്ക് വക്കീലൊന്നും വേണ്ട. അതിനിത്തിരി മിടുക്ക് വേണമെന്നേ ഉള്ളൂ. കാര്യങ്ങൾ നമ്മുടെ കാര്യം നമ്മൾ കാര്യമായിട്ട് അങ്ങോട്ട് പറഞ്ഞാൽ മാത്രം മതി. ബാക്കി അവർക്ക് കാസിക്ക് കാര്യം പിടികിട്ടും. കാസി എന്ന് പറഞ്ഞാൽ ജഡ്ജിക്ക് കാര്യം പിടികിട്ടും. അവരുടെ ക്ലിയറൻസ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇറങ്ങി വരികയും ചെയ്യാം. തെറ്റുണ്ടെങ്കിൽ അവർ പിടിച്ചകത്തിടുകയും ചെയ്യും. അതിന് ഈ ഗുമസ്തന്മാരുടെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഇങ്ങനെ വരുന്ന കൊച്ചു ലേബർ ക്ലാസ്സിലുള്ളവരൊക്കെ പോയി പറ്റിച്ചങ്ങ് ഉണ്ടാക്കിയാൽ മതി. 22 വർഷക്കാലത്തുള്ള നിന്റെ വക്കീൽ. മനസ്സിലായോ? നീ പറഞ്ഞു ഇവിടെ ഏതോ ഒരു വക്കീലിന്റെ പിൻബലത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. ഒരു വക്കീലും വേണ്ടടി. ഒരു വക്കീലിന്റെയും പിൻബലോ മുൻബലോ എനിക്ക് വേണ്ട. അത് നിനക്കാ വേണ്ടത്. അതുകൊണ്ടാണ് അന്നക്കുട്ടി കുഞ്ഞക്കുട്ടി എന്നൊക്കെ പറഞ്ഞ് കുറെ പീസുകളെ കൊണ്ടുവന്ന് കൂട്ടിക്കൊടുത്ത് കൂടെ നിർത്തിയേക്കുന്നത്. എനിക്ക് ആ പരിപാടിയിൽ എനിക്ക് താല്പര്യമില്ല. എനിക്ക് വക്കീലന്മാരെ വേണ്ട. എനിക്ക് കേസൊന്നും വരാൻ ഒരു ചാൻസും ഇല്ല. ഇത്തരം കേസുകൾ വന്നാൽ അത് തെളിയിക്കാനുള്ള മിടുക്ക് എനിക്കുണ്ട്. അതിന് ഇനിയിപ്പോ എനിക്കൊരു വക്കീലിന്റെ ആവശ്യമില്ല. ആ വക്കീലിന് എന്നെ കൊണ്ട് ആവശ്യമുണ്ട്. അത് ആ വക്കീലിനോട് ചോദിച്ചാൽ വക്കീല് പറഞ്ഞുതരും. മനസ്സിലായില്ലേ? അല്ല, ഷെഫീനാക്ക് വക്കീല് വേണ്ട. പ്രവാസികളുടെ അടുത്ത് ഞാൻ വീണ്ടും കുറെ കൂടെ പറയാം. ഇവിടെ ജോലി കളയണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തെ ചാടി പാഞ്ഞു വന്നിട്ട് അവരെ നെറ്റിയിലോട്ട് കയറാൻ അവരെ തലയിലോട്ട് കയറാതെ ഒന്ന് സമാധാനമായിട്ടൊന്ന് അന്വേഷിക്കണം കേട്ടോ. ദയവ് ചെയ്തിട്ട് നിങ്ങളെപ്പോലെ തന്നെ അത്രയും കഷ്ടപ്പാടിലും ബുദ്ധിമുട്ടിലും ഒക്കെ വളരെ പ്രയാസത്തിലും ഒക്കെ ഒരു നിക്കക്കള്ളിയില്ലാത്തവരാണ് ഇങ്ങോട്ട് കയറി വരുന്നത്. അവരെ ഇങ്ങനെ ഉപദ്രവിക്കരുത്. പിന്നെ സമ്പാദിക്കുന്ന കാശ് കൂട്ടി വെച്ചിട്ട് നാട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങൾ നേരിട്ട് കാണുന്ന ആൾക്കാർക്ക് ഒരു തുക കൊടുക്കി. ഒരു വിഷമവും ഇല്ല. ഇങ്ങനെയുള്ള ചെറ്റകൾ, ഈ മീഡിയേറ്റേഴ്സിനെ വളർത്തരുത്. ഇപ്പൊ നന്മമരം
വെറും പോസ്റ്റിട്ട് കളിക്കുന്ന നന്മരത്തിന് പ്രത്യേകിച്ച് ചിരപ്പൊന്നുമില്ല. ചിരപ്പ് എന്താന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ കള്ളക്കളികൾ കളിക്കുക, പെണ്ണുങ്ങളെ രക്ഷപ്പെടുത്തുക, പെണ്ണുങ്ങളെ എസ്കേപ്പ് ആക്കുക, പെണ്ണുങ്ങളെ അതാക്കുക. പെണ്ണുങ്ങളെ മാത്രമേ ചെയ്യുള്ളൂ. ആണുങ്ങളുമായിട്ട് അവർക്ക് ആണുങ്ങൾക്കുള്ളിൽ ചീച്ചിയ. പിന്നെ മാഡം ഭാരത ദർശനം എന്ന് പറഞ്ഞിട്ട് ഒരു മണ്ണാങ്കട്ടയും കൊണ്ട് ഇറങ്ങിയിരിക്കും. നിങ്ങൾ വിചാരിക്കേണ്ട ഇതെന്താണെന്ന്. ഞാൻ ഇടയ്ക്ക് വിട്ടുപോകുന്നുണ്ടായി ഈ വീണ്ടും ലൈവ് വരുന്നത്. ലൈവ് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനകത്ത് നോട്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ പറയണമെന്നുള്ളൂ. ഇത് വേറെ ഒന്നും വിചാരിക്കണ്ട. വിസ തട്ടിപ്പ്, തേങ്ങ, മാങ്ങ, പാർട്ടി. പാർട്ടി എന്താണെന്നറിയാമോ? ഏറ്റവും എളുപ്പം എന്താണെന്നറിയാമോ? കമ്മ്യൂണിസം അങ്ങ് പിടിച്ചെടുത്തേക്കുക. ഭരിക്കുന്നത് ആരോ അത് നമ്മുടെ പാർട്ടി. എങ്ങനെയുണ്ട്? ഭയങ്കര ടാലന്റാണ് കേട്ടോ, ഭയങ്കര ടാലന്റാ. എന്നിട്ട് ഭാരതദർശന്റെ പാർട്ട്ണർ. ഈ ഭാരതദർശൻ ഏത് പാർട്ടി എന്നറിയാമോ? BJP. എന്നിട്ട് ഈ കാക്കാമാരെല്ലാരും കൂടെ പെറ്റ് കിടക്കുന്നത് അവളുടെ ഇൻബോക്സിൽ. അത് ഓർത്തോണം. BJP-കാരിയാ, ഭാരതദർശന്റെ ആളാ. നാഗത്താലിയൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നേ, അങ്ങേറ്റം കൊണാണ്ട്ര. എന്നിട്ട് ഇത് വിശ്വസിക്കാൻ കുറെ പ്രവാസികൾ. മനുഷ്യനായ ബോധം പോയാൽ എന്തോ ചെയ്യുന്ന. നിങ്ങളുടെ വീട്ടിൽ പെണ്ണുങ്ങൾക്ക് അയച്ചു കൊടുക്കി. ഇവൾ ആദ്യം അഞ്ഞോ പുഞ്ഞോ ചിളിച്ചോ പിളിച്ചോണ്ട് നിങ്ങളുടെ 2 മെസ്സേജ് അയക്കും. നിങ്ങൾ തിരിച്ചങ്ങോട്ടേക്കും വിശ്വസിച്ചിട്ട് ഈ സാധനം അവിടെ അങ്ങ് ക്യാപ്ചർ ചെയ്യും. എന്നിട്ട് പിന്നെന്തുവാ? ഹണി ട്രാപ്പ്. പിന്നെ അത് വെച്ചിട്ട് അങ്ങനെ ഏതൊരു ട്രാപ്പിലുള്ള പാവപ്പെട്ടവനെ കണ്ടാണ് കാലത്തെ ഇന്നലെ അവള് എനിക്കിട്ട് പണിതത്. ആ പാവപ്പെട്ടവന് പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്ത സ്ക്രിപ്റ്റും ശരിയായില്ല, ഡയറക്ഷനും പോക്ക്. അവക്കിതൊക്കെ വല്ലതും പറഞ്ഞ പിന്നെ അവള് വിചാരിച്ചു കാണും ഷെഫീനെ പണ്ടത്തെ പോലെ ഇവള് പണ്ടൊരു വിളി വിളിച്ചിട്ടുണ്ട്. എന്റെ അമ്മോ, എന്തൊരു വിളിയാ അമ്മോ. നീ കേട്ടില്ലായിരുന്നു അത്? എങ്ങനെയുണ്ടായിരുന്നു? കൊള്ളായിരുന്നു, നല്ല സുഖം ഉണ്ടായിരുന്നു. സൂപ്പറാണ് ശ്യാമ. അയ്യോ അപ്പോ എന്താ ഇത് മുനീർ എന്ന് പറഞ്ഞ ഒരാള് പണ്ട് ഇവളുടെ പ്രശ്നം നടക്കുന്ന സമയത്ത് മീഡിയേറ്റർ ആയിട്ട് വന്ന മുനീർ. ഞാൻ മുനീർക്കാന്നാ വിളിക്കാറ്. പുള്ളിക്കാരൻ എന്റെ അടുത്ത് വന്നിട്ട് ഇതിനൊക്കൊന്നും ഉണ്ടായിരുന്നു, ഇവിടെ നമുക്ക് ഇതൊക്കെ വേണോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ അടുത്ത് കോംപ്രമൈസ് പറഞ്ഞിട്ട് ഇവളുടെ അടുത്ത് കോംപ്രമൈസിന് പോയി. അവളെ കോംപ്രമൈസിന്റെ ആൻസർ ആണ് അയാൾക്ക് കിട്ടിയത്. ഉണ്ടാക്കണ്ട, ചെവിക്കലടിച്ചു പോട്ടെ. ഇനി ഈ ഒരു ഒന്നിനു മുമ്പേ തന്തയ്ക്ക് വിളിയാ. എന്റെ വീടിന് വാടക കൊടുക്കുന്നത് ഞാൻ 2ാമത് കല്യാണം കഴിച്ചെങ്കിൽ അത് എന്റെ യോഗം. അയാളെങ്കിലും എന്റെ കൂടെ ജീവിക്കുന്നുണ്ടല്ലോ. അതാണ് ആ മറ്റേ പേപ്പർ തന്നെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞതുകൊണ്ടാണ്. 2 കല്യാണം കഴിച്ചു, 3 കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ വേറൊരു പേപ്പർ അതുകൊണ്ട് കളഞ്ഞോ നീ. ഞാൻ ഇതൊക്കെ ഞാൻ പറക്കിക്കൊണ്ടുവന്ന് ചെക്കൻ ഇത് അത്രയും കളഞ്ഞല്ലോ ശിവനെ. അത് പോയി. വേറെ പേപ്പർ കൊച്ചുണ്ട്, ട്രസ്റ്റിന്റെ കൂടെ ഇരുന്ന പേപ്പറല്ലേ, അതില് കല്യാണം കഴിച്ച കാര്യം പറയുമ്പോഴാണ് നല്ല കോമഡി. അതും നേരിക്കുന്നു. ഇതെന്താ മോളെ? ഇതാണ് മാരേജ് സർട്ടിഫിക്കറ്റ്. ഉണ്ടാ മാരേജ് സർട്ടിഫിക്കറ്റ്. ഇതൊക്കെ അറ്റസ്റ്റ് ചെയ്ത് കിട്ടുന്ന സാധനമാണ്. വേണമെങ്കിൽ ഞാൻ ഒരെണ്ണം തരാം. മാരേജ് ഒക്കെ ചെയ്താലേ ഇങ്ങനൊരു സാധനം കിട്ടും. ഇത് സർട്ടിഫിക്കറ്റ് ഗവൺമെന്റ് രജിസ്റ്റർ ഓഫീസിൽ ചെയ്യുന്ന ഒരു സാധനം. ഇത് കണ്ടാ? ഇനി വേണം ഒന്നുകൂടെ കാണിക്കാം. അത് മലയാളാ. മോളെ മലയാളം വായിക്കാൻ എനിക്കും അറിയാം. എന്നാ കണ്ടോ? അപ്പോ മാരേജ് സർട്ടിഫിക്കറ്റ് ഇത് വെച്ചിട്ട് വേണം മോളെ ഈ മാരേജ് ഒക്കെ ചെയ്തെന്നൊക്കെ നെളിച്ചു വിളിക്കാം. പിന്നെ ഈ നാട്ടിൽ കിടക്കുന്ന എന്റെ വൈഫിന്റെ പേരെന്തോ? സനിലയ്ക്ക് നീതി വാങ്ങിച്ചു കൊടുക്കുന്ന മോള് ദയവ് ചെയ്ത റമി റഹ്മാനും കൂടെ ഇച്ചിരി നീതി വാങ്ങിച്ചു കൊടുക്കണം പ്ലീസ്. അവർക്ക് 10-21 വയസ്സുള്ളൊരു മകളുണ്ട്, ഒരു മകനുണ്ട്. ആ കുട്ടികളുടെ ചെലവിന് കൊടുത്തോണ്ടിരിക്കുന്ന, അവരെ കൂടെ ജീവിച്ചിരുന്ന അവരുടെ ഉപ്പായ കാണാനില്ല. എവിടെ പോയാ എന്തോ മനുഷ്യൻ. അല്പം നീതി ആ റമിക്കും കൂടെ വാങ്ങിച്ചു കൊടുക്ക്. പാവം കുട്ടി കഷ്ടമാണ്. എന്തെങ്കിലും ചെയ്യണം കേട്ടോ. എന്നെക്കൊണ്ട് കൂടുതൽ കഥ പറയിപ്പിക്കരുത്. അവളുടെ മൊത്തം ചീഞ്ഞ കഥ ഞാൻ എഴുതി വെക്കും. അതോടുകൂടി തീരാവുന്ന വിഷമേ ഉള്ളൂ അവൾക്ക്. പിന്നെ എനിക്ക് ഇത്രയും വെറും 3rd rate ഫ്രോഡിനോട് സംസാരിക്കാനോ അവളുടെ കാര്യങ്ങളിൽ ഇടപെടാനോ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാ ഈ വൃത്തികെട്ട അലവലാതെ 5 കൊല്ലം മുന്നേ ഇവള് മെടച്ചു കുത്തി എന്റെ നേരെ വന്നപ്പോഴേ ഞാൻ ഈ ശവത്തിന് ഒഴിവാക്കി വിട്ടതാ.
5 കൊല്ലം മുമ്പ് ഇവൾ എന്റെ നേർക്ക് പിടച്ചു കുത്തി വന്നപ്പോ ഈ ശവത്തിനെ ഞാൻ ഒഴിവാക്കി വിട്ടതാണ്. ഇത് കഴിഞ്ഞ വർഷത്തെ അവളുടെ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോ 5 കൊല്ലം മുമ്പ് ഇവക്കും എനിക്കും എന്തോ ലിങ്ക് ഉണ്ട്. ശരിയാണ്. FT ഗ്രൂപ്പിലെ അഡ്മിൻ ആയിരുന്നു ഞാനും ഇവളും. മനീഷ എന്നൊരു കുട്ടിയെ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് അതിനകത്ത് പബ്ലിക്കായിട്ട് അവൾ പറഞ്ഞു. ഒരു പെൺകുട്ടീനെ വേശി എന്ന് വിളിക്കരുത്. അവളുടെ നയം, അവളുടെ ആശയം കൊണ്ട് നേരിട്. അല്ലാതെ അവളെ ചീത്ത പറയരുതെന്ന് പറഞ്ഞതിന് ബാക്കിയുള്ള കക്കക്കാക്കമാരെ കൊണ്ട്, അവളെ ഇക്കാക്കമാര് പ്രവാസികളായ കുറെ ഇക്കാക്കമാരായിരുന്നു, ഇക്കാക്കമാരെ കൊണ്ട് അന്ന് ഇവള് ജ്വലിച്ച് നിൽക്കാണ്. നമ്മൾ പറയണെന്ന് അവന്മാര് കേൾക്കൂല. അപ്പൊ ഇവര് നമ്മൾ അവിടെ നിന്ന് അങ്ങനെ പുറത്തെടുത്ത ഒരു ഒറ്റ എറി. എല്ലാരും ചോദിക്കുന്നത് നിന്റെ പേരെന്താ? ദേവി ഷാഫിനാന്ന്. ദേവി ഷാഫിന ആയ കഥയാണത്. 5 കൊല്ലം മുമ്പ് എനിക്ക് എന്റെ ID അവള് പൂട്ടിച്ചു. ഞാൻ ശിശുവാണെന്ന്, എനിക്ക് ഈ ഫേസ്ബുക്കിൽ ശിശുവാണ്, എനിക്കൊന്നും അറിയത്തില്ല. ID പൂട്ടിയ ഞാന് എന്റെ പേഴ്സണൽ എന്റെ ID കാർഡ് കൊടുത്ത് ഞാൻ അതൊന്ന് ഓപ്പൺ ചെയ്തെടുത്തു. 1 മാസം പിടിച്ചു എനിക്ക് എന്റെ ID ഓപ്പൺ ആയി വരാനെ കൊണ്ട്. അപ്പൊ എന്റെ ID കാർഡില് ഏതെങ്കിലും ഒരു ID എടുത്താൽ മതിയായിരുന്നു. ഒന്ന് എടുത്തുതരാമോ ഒരു ID? എന്റെ ID കാർഡിൽ എന്റെ പേര് ഷെഫീന BV എന്നാണ്. പക്ഷെ നമ്മുടെ സുക്കൂറണ്ണൻ അളിയൻ ഏതായാലും മതി, ലൈസൻസ് ആണ്. ഷെഫീന BV. ഇതല്ല ലൈസൻസ് ഉണ്ടാവുമല്ലോ മറ്റേത്, എമറേറ്റ്സ് ID. അതിനകത്ത് ഷെഫീന BV എന്നല്ലേ ആണ്. അത് കാണത്തില്ലെന്ന് തോന്നുന്നു. ഇതാ കണ്ടോ, നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? അതിനകത്ത് ഷെഫീന BV എന്നാണ് എന്റെ പേര്. ഇതെന്റെ എമറേറ്റ്സ് ID ആണേ. ഷെഫീന BV സുക്കൂറണ്ണൻ ഐഡന്റിഫൈ ചെയ്തത് ദേവി എന്നാണ്. ഞാൻ ഓർത്തു കിടക്കട്ടെ, നല്ല വെറൈറ്റി പേരല്ലേ, ദേവി ഷെഫീന, കൊള്ളാം. ഞാൻ മാറ്റാൻ പോയില്ല. 60 ദിവസം കഴിഞ്ഞാൽ എനിക്ക് മാറ്റാന്നൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ഇതിന്റെ സിസ്റ്റം ഒന്നും അറിയത്തില്ല, അന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഞാനത് മാറ്റിയില്ല. അത് അങ്ങനെ തന്നെ കിടന്നു. ആ പേര് നന്നായി അങ്ങ് സൂട്ടായതുപോലെ. അതുകൊണ്ടാണ് ഈ ദേവി ഷാഫിന എന്ന് ഇവള് പറഞ്ഞത്. എന്റെ പേര് ഷെഫീന BV എന്ന് തന്നെയാണ്. സ്ഥിരമായി എന്റെ അക്കൗണ്ട് റിപ്പോർട്ട് ചെയ്ത് പൂട്ടിക്കലാണ് ഇവളുടെ കലാപരിപാടി. സ്ഥിരമായി എന്റെ അക്കൗണ്ട് പൂട്ടിക്കുക. പിന്നെ അവളുടെ വേദനകളും കൂടെ പറയണം. ഇത്രയും നേരം അവളെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അവള് നല്ല കുട്ടിയാണ്, വളരെ നല്ല കുട്ടിയാണ്. അപ്പൊ അവളുടെ നല്ല വശങ്ങളും കൂടെ ഞാൻ പറഞ്ഞു തരാം. അവളെക്കാൾ സൗന്ദര്യമുള്ളവരെ കണ്ട ഒരു വെപ്രാള, ടെൻഷനാ, പ്രശ്ന. അവളെക്കാൾ ഏബിളായ ഒരു പെണ്ണിനെ കണ്ടാലും പ്രശ്ന. അവളെക്കാൾ കുറച്ചൊരു പടി മുൻപിൽ നിൽക്കുന്ന പണക്കാരെ കണ്ടാലോ, അല്ലെങ്കിൽ ഇച്ചിരി പോലും ഫിനാൻഷ്യലി സൗണ്ടായി നിൽക്കുന്നവരെ കണ്ടാലും ഒരു ഞൊഴവഴപ്പാ. ഇതവളുടെ പ്രശ്നമല്ലേ, ഇതവളുടെ നന്മയാ. ഈ നന്മ കാരണമാണ് ഇവക്ക് ഈ പ്രോബ്ലംസ് എല്ലാം വരുന്നത്. മനസ്സിലായില്ലേ? ജില്ല തിരിച്ച് ഞാൻ കൂട്ടുകാരെ പറഞ്ഞു തരാം. ജില്ല തിരിച്ച് പെൺസുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞു തരാം. ഒരാളെ കൊണ്ട് എനിക്ക് അസൂയുണ്ടെന്ന് പറഞ്ഞു തരാമോ? ആശാ ഷെറിൻ വരെ വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, ഉഫ് ദൈവമേ എനിക്ക് എന്തിനിത്ര സൗന്ദര്യം തന്നു, എന്നെ കളിയാക്കുന്നതാ. ഇവളെ അറിയാത്തത് കൊണ്ടാണ് ആ പെണ്ണ് അങ്ങനെ പറഞ്ഞ, അങ്ങനെ ഒരു കമന്റ് ഇട്ടേന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ പെണ്ണിന് ഈ പെണ്ണിനെ ശരിക്കും അറിയാമായിരുന്നെങ്കിൽ പിന്നെ ഇതുപോലത്തെ വൃത്തികേടും വൾഗറിസും ഒന്നും പറയത്തില്ലായിരുന്നു. അവള് എന്താ കുമ്പളങ്ങ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നു. നീ പല ആവർത്തി ഇത് പറയുന്നുണ്ട്, ചെറുക്കായിരിക്കുന്ന, അല്ലെങ്കിൽ അത് ഇത്രയും പേര് കേൾക്കുന്നതിന് അതിനകത്തൊരു വ്യത്യാസമൊന്നുമില്ല. ഈ കുമ്പളങ്ങ കഥയും കൊണ്ട് നീ വരണ്ട. ചിലർക്ക് ഇത്തിരി കുമ്പളങ്ങ കൂടുതലായിരിക്കും, ചിലർക്ക് ഇത്തിരി കുമ്പളങ്ങ കുറഞ്ഞതായിരിക്കും. പക്ഷെ കഴുത്തിന്റെ ബാക്ക് മുഴുക്ക വെട്ടി ഇറക്കി ചന്തിയും കാണിച്ചോണ്ട് വീഡിയോ എടുത്ത് കാവും തേനും കൊണ്ടുവന്ന് വീഡിയോ ഇട്ട് ആളുകളെ ഇങ്ങനെ വലവീശി പിടിക്കുന്ന പരിപാടി എന്റെ കയ്യിലില്ല. മനസ്സിലായ? അപ്പൊ ഇത് തിരിച്ചു പറയും എന്നുള്ളത് കൊണ്ട് ആണ് നീ ഇപ്പം മിണ്ടാതിരിക്കുന്നത്. നീ മിണ്ടിയാലും എനിക്കൊരു മൈരുമില്ല. പിന്നെ വ്യക്തതയോടെ ഞാൻ പറയാം, ഇവളുടെ ശത്രുക്കളുടെ ആദ്യത്തെ പോരായ്മ എന്തെന്നറിയാമോ? ഒരു പകപ്പാണ്. പകയ്ക്കരുത് സുഹൃത്തുക്കളെ. നിങ്ങൾ എപ്പോ പകയ്ക്കുന്നോ അടുത്ത ഇരയിലേക്ക് അവള് പോകും. അടിച്ചൊതുക്കുക എന്നുള്ളതാണ് ഇവള് കോട്ടയംകാരോടും കൂടി നിങ്ങൾക്ക് വന്ന ഏറ്റവും വലിയ നാണക്കേട് എന്താണെന്നറിയാമോ? കോട്ടയമാണ് ഏറ്റവും നല്ല സ്ഥലമെന്ന് ഞാൻ പറയും. കാണാനും വയലും തോടും പുഴയും ഒക്കെയുള്ള, ഇത്രയും ജീവിക്കാൻ സുഖമുള്ളൊരു സ്ഥലം വേറെയില്ല. ഞങ്ങളുടെ തിരുവനന്തപുരം ഭയങ്കര ക്രൗഡഡ് ആണ്. എപ്പം നോക്കിയാലും എല്ലാ ജില്ലക്കാരും വന്ന് കിടക്കുന്ന സ്ഥലമാണ് തിരുവനന്തപുരം. ക്രൗഡഡ് ആണ്. അത് ഞങ്ങൾക്ക് നൊസ്റ്റാൾജിയ ഒഴിച്ചാൽ ഇത്ര ഭംഗി വേറൊരു നാട്ടിലുണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എല്ലാ സ്ഥലങ്ങളിലേക്കും പെട്ടെന്ന് ആക്സസ് ഉണ്ട്. കോട്ടയം നല്ല ഫുഡ്, നല്ല ഹോട്ടലുകൾ, നല്ല മനുഷ്യര്. അവിടെ ഉള്ളവരെല്ലാം ഇച്ചായന്മാരെന്നൊക്കെ പറഞ്ഞാൽ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ആൾക്കാരാണ്. അത്രയും സഹകരണമുള്ളൊരു നാടാണ് കോട്ടയം. ആ കോട്ടയത്തിന് തെറി വിളിക്കേണ്ടി വന്നിട്ടുണ്ട്.
കോട്ടയത്തിനെ ഓരോരുത്തരും തെറി വിളിക്കും, ഇനിയും വിളിച്ചുകൊണ്ടിരിക്കും. കോട്ടയംകാർക്ക് ഇനിയെങ്കിലും ബോധം വന്ന നല്ലത്. ഈ വിഷജന്തു മാറി 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 ഒരു വീട് മാറി ഒരു വീട് മാറി ഒരു വീട് മാറി ഇങ്ങനെ അവിടെ കിടന്ന് ഇങ്ങനെ കറങ്ങുന്നുണ്ട്. എനിക്കറിയാം ഏറ്റുമാനൂർ സ്റ്റേഷൻ അതിർത്തി വിട്ട് കഴിഞ്ഞാൽ അവളെ പിടിച്ചകത്താക്കും. കാരണം ഒപ്പിടണവേ സ്റ്റേഷനിൽ. അതുകൊണ്ട് അവിടെ കിടന്ന് കറങ്ങും. പക്ഷെ നിങ്ങളൊന്ന് ഓർത്തോളൂ, ഇത്തരം ക്രൈമുകൾ ഈ ലൈവിൽ വന്നിരുന്ന് ഉച്ചത്തിൽ ഗർജിക്കുമ്പോൾ അത് നിങ്ങളെയും കൂടെ ബാധിക്കും. ഞങ്ങളുടെ പറകുന്നിലോ അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിലോ ഇങ്ങനെ ഒരു സാധനം ഇല്ല. ഇങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ തൊഴിലുറപ്പിന് പോകുന്ന അമ്മച്ചിമാരില്ലേ, ചേച്ചിമാരും അമ്മച്ചിമാരും കൂടെ അടിച്ചങ്ങ് കൊല്ലും. പുഴുവിനെയും പല്ലിയൊക്കെ അടിച്ചു കൊല്ലുന്ന കണക്ക് അടിച്ചങ്ങ് കൊന്നുകളയും. ഇതിനെയൊന്നും വെച്ചിട്ട് കാര്യമില്ലെന്ന് വയ്ക്കും. ഇത്തരം വൈകൃതങ്ങളും കൊണ്ട് അവിടെ നടക്കരുതെന്ന് വയ്ക്കും. ഞങ്ങളുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അയാളെ ഞാൻ ഇങ്ങനെ പറയുന്നത്. മാപ്പിളയ്ക്ക് കഴിവില്ലെങ്കിൽ പെണ്ണുങ്ങൾ ഇങ്ങനെ കുരയ്ക്കും. അപ്പൊ കഴിവ് കിട്ടതാരെന്ന് പറഞ്ഞാൽ മാപ്പിളയാണ്. അത് അവളാണ് ഒതുക്കേണ്ടത്. നമുക്കിതിനകത്തൊന്നും താല്പര്യമില്ല. എന്റെ ഭർത്താവ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിരുന്ന ലൈവ് വരരുത്, ആവശ്യമില്ലാതെ ഒന്നും പറയാൻ പോകരുത് എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ വളരെ രത്ന ചുരുക്കം പറഞ്ഞങ്ങ് ഒഴിവാക്കുന്നതാണ്. അപ്പൊ എന്റെ വിസയുടെ കാര്യത്തിൽ ഒരു കൃത്യത കിട്ടിക്കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനിവിടെ വന്നത് എന്തിനാണെന്നും മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. സെക്സ് റാക്കറ്റുമായിട്ട് എനിക്കുള്ള എന്താണ് സംബന്ധം എന്നുള്ളത് ഞാനത് ഇത് നിർത്തില്ല. ഇത് വരും. ഈ നന്മ മരങ്ങൾ എന്റെ ടാർഗറ്റാണ്. അവര് വിചാരിക്കുന്നത് എന്തെന്നറിയാമോ? അവരെന്നെയാ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. തെറ്റാണത്. ഞാൻ നിങ്ങളെ ടാർഗറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നിങ്ങളെ പിടിച്ച് പുറത്താക്കുക എന്നുള്ളത് ഞാൻ പണ്ടേനെ നേർന്ന കാര്യമാണ്. നിങ്ങളെ പുറത്തു കൊണ്ടുവരിക, നിങ്ങളുടെ ഈ കള്ളത്തരം, പ്രവാസികളെ പറ്റിക്കൽ, പ്രവാസികളുടെ പണം തിന്നൽ, അത് നിർത്തുക എന്നുള്ളത് തന്നെയാണ് എന്റെ ഏറ്റവും വലിയ ജീവിതാഭിലാഷം. ഞാൻ അതിന്റെ ബാക്കിലാണുള്ളത്. അതുകൊണ്ട് നന്മ മരം എന്നെ ടാർഗറ്റ് ചെയ്തെന്നുള്ള പേടിയൊന്നുമില്ല. നിന്റെ ഈഗോയും കൊണ്ട് നീ കൊണ്ടുപോയി എവിടെയാന്ന് വെച്ച് ചെയ്യും. ആ പെണ്ണിനെ കൊണ്ട് നിന്നെ കൊണ്ട് പറ്റുന്ന കണക്ക് നീ ചെയ്യും. അവൾക്കിപ്പം അവള് 700-600 അങ്ങാണ്ട കൊടുത്ത് റെന്റിന് കിടക്കുകയാണ്. ആ റെന്റ് കൊടുക്കാൻ കാശ് വേണം. 1.5 മാസം കഴിയുമ്പോൾ അവൾക്ക് വിസ പുതുക്കാൻ പൈസ വേണം. അതിപ്പോ ഷംസു ചെയ്യും. ഷംസു ആർക്കും കൊടുക്കുന്നുണ്ട്. സോണിയ മൽഹാറിന്റെ പുതുക്കി കൊടുത്ത ഷംസു അല്ലേ. അതൊക്കെ ചെയ്തോളും. അതൊക്കെ അവർ ചെയ്തു കൊടുക്കുമായിരിക്കും. അതൊക്കെ അവർ ചെയ്യട്ടെ. ഇനി അപ്പൊ അതൊന്നും ഞാൻ അതിന്റെ ഒന്നും ഭയങ്കര ഒരു വലിയ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഈ ഷംസുവിനെതിരെ ഞാനൊരു പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ട്. അത് ഈ മൊബൈലല്ല, ഈ മൊബൈലാണ്. അത് ഞാൻ കാണിച്ചു തരാം. എന്റെ ഒരു നെക്കഡ് ഫോട്ടോ അവന്റെ കയ്യിലുണ്ടെന്ന് അവൻ എന്റെ അടുത്ത് വോയിസ് ക്ലിപ്പ് അയച്ചിട്ടുണ്ട്. ആ വോയിസ് ക്ലിപ്പ് അനുസരിച്ച് ഞാനൊരു പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടിട്ടുണ്ട്. ഇവരെ കൂടെ ചേർന്നിട്ട് അവൻ അങ്ങനെ ഒരു അബദ്ധം പറ്റിയാണ്. മുമ്പ് ഒരു സുഹൃത്തായിരുന്നത് കൊണ്ട് എനിക്ക് കൂടുതൽ ആക്ഷൻ എടുക്കാൻ താല്പര്യം, ഞാൻ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നതേ ഉള്ളൂ. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. എന്നെ വിളിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, ഒരു കാര്യമില്ലാതെ അകാരണമായി എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പോലീസിൽ കൊണ്ടുപോയി നമ്പർ കൊടുക്കും. കാരണം എനിക്കത് ഡിസ്റ്റർബൻസ് ആണ്. എനിക്ക് അത്രയും പേരെ എന്റർടൈൻ ചെയ്യാൻ വയ്യ. അതുകൊണ്ടാണ് ഞാൻ വ്യക്തമായി പറയുന്നത്. ഒരു കാര്യവും അവളിപ്പം വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ഞാൻ മറുപടി ഇടാത്തതെന്നറിയാമോ? ഞാനിത് വാട്സപ്പിൽ തീർക്കാൻ തീരുമാനിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് സംഗതിയിൽ ഈ പ്രശ്നങ്ങൾ തീർക്കാനോ സോൾവ് ചെയ്യാനോ ഞാൻ തയ്യാറല്ല. അതുകൊണ്ടാണ് ഞാൻ ലൈവിൽ വരുന്നത്. കരഞ്ഞു വിളിച്ച് കാലേ വീണ് ഇവളുടെ മോളെ നിർത്താൻ ആളില്ല, മോനെ നിർത്താൻ ആ ചെറുക്കനെ എവിടെ നിർത്താൻ ആളില്ല. അവന്റെ കൂട്ടുകാരന്റെ തള്ളയുടെ കൂടെ വേറെ രീതിയിൽ ജീവിക്കുക, അവനെ രക്ഷപ്പെടുത്തണമെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു കാലേ. എന്റെ മകൻ എനിക്ക് എന്റെ 18 വയസ്സിലുണ്ടായ എന്റെ കുഞ്ഞാണവൻ. എന്റെ മകൻ എന്റെ കൂട്ടുകാരിയുടെ കൂടെയാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞ് കംപ്ലൈന്റ് ചെയ്തിട്ട് ഞാൻ ഇവളുടെ കാലിൽ വീണ് കാലേ വീണ് 1,30,000 കൊണ്ടെന്നുള്ള അണ്ണാക്കിൽ വെച്ചു കൊടുത്തു. എങ്ങനെയുണ്ട്? സ്റ്റോറിക്കൊന്നൊരു കൃത്യത അന്നുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികം നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു സംശയം, ഞാൻ എന്തുകൊണ്ട് അന്ന് പ്രതികരിച്ചില്ലെന്ന്. ഞാൻ പറഞ്ഞില്ലേ, അന്ന് എനിക്ക് പ്രതികരിക്കാൻ സൗകര്യമില്ലായിരുന്നു. കാരണം ഞാൻ മെന്റലി ഇല്ലായിരുന്നു. ഞാൻ ഔട്ടായി പോയി. എന്റെ മകനെ പറ്റിയാ പറയുന്നേ. വിവാഹം കഴിഞ്ഞിട്ടില്ല, ഡിഗ്രിക്ക് പഠിക്കുന്ന എന്റെ മകനെ കുറിച്ചാ ഈ പറയുന്ന ഈ ചെറ്റത്തരം. അത് മാത്രോ, ഇവള് പറഞ്ഞ അലിഗേഷൻ ചെയ്ത ആ കുട്ടി എന്റെ വീട്ടിൽ വന്നിട്ട് കരയണം. 3 ദിവസം പെണ്ണ് BP ഡൗൺ. അതിന് എഴുന്നേക്കാൻ വയ്യ. അവന്റെ സ്വന്തം മകനെ വെച്ചാണ് പറയണത്. ഞാൻ പെറ്റമ്മയാണെങ്കിൽ അത് വളർത്തമ്മയാണ്. അവൾ ഇവിടെ എന്റെ കൂടെ ഉണ്ടായിരുന്നോളാണ്. എന്റെ കൂട്ടുകാരി, അവള് ബോധമില്ലതിന്. നിങ്ങൾക്കേ അത് പറയുമ്പോ കണ്ണു നിറയും. അപ്പം നീ തോറ്റു എന്നും കരഞ്ഞു എന്നും പറയരുത്. ഒരമ്മയ്ക്ക് സഹിക്കാൻ കഴിയത്തില്ല. അത് ഒരമ്മയ്ക്ക് സഹിക്കാൻ കഴിയില്ല. ജയിക്കാൻ വേണ്ടി അവൾ എന്നോട് പറഞ്ഞത് അതാണ്. അത് ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് പറയണത് എന്താണെന്നറിയാമോ? എവിടെ കയറി അവളെ മക്കളെ വെച്ചിട്ടുണ്ടാക്കും. നിന്റെ മക്കളെ കുറിച്ച് മോശം പറയാൻ നീയാണ് പ്രേരിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കുക. നമ്മള് മിണ്ടാതിരുന്ന എന്തെന്നറിയാമോ? ഞാൻ അന്ന് മിണ്ടായിരുന്ന എന്തെന്നറിയാമോ? നീ അന്ന് ടാർഗറ്റ് ചെയ്ത എന്റെ കൂട്ടുകാരിയാണ്. നീ എന്നെയും വെച്ച് പറയുമെന്ന് എനിക്കറിയായിരുന്നടി. നീ അത് ചെയ്തില്ലേ? നീ ഇത് അന്ന് പറയുമെന്ന് എനിക്കറിയായിരുന്നു.
അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരുന്നത്. എനിക്കത് താങ്ങാൻ കഴിയൂലായിരുന്നു. അപ്പൊ നീ ഇപ്പൊ താങ്ങിയാന്ന് ചോദിച്ചെന്നാ എന്റെ മകനാണ് പറഞ്ഞത്, മമ്മി ഇനി മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ സെക്സ് റാക്കറ്റിന്റെ ഭാഗമാവും മമ്മി, അവള് പറഞ്ഞതെല്ലാം സത്യമാവും, മമ്മി ഇറങ്ങുക, മമ്മി സംസാരിക്കണമെന്ന് എന്റെ മകൻ പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. എന്റെ മകനാണ് പറഞ്ഞത്. വായ തുറക്ക്, കാര്യം പറയ്. ഒളിച്ച് രഹസ്യമായിട്ട് അവളുടെ അടുത്ത് ആൻസർ അല്ല ചെയ്യേണ്ടത്, ഉറച്ചു പറ, എല്ലാരും കേൾക്കട്ടെ, മനസ്സിലാക്കുന്നവര് മനസ്സിലാക്കട്ടെ. തെളിവ് സഹിതം ഞാൻ തരാം. ആർക്ക് വേണോ എന്നോട് ഒന്ന് സംസാരിക്കാം, ആർക്ക് വേണോ ഞാൻ ഈ എവിഡൻസ് അയച്ച് ഫോർവേഡ് ചെയ്ത് തരാം. ഈ കാര്യങ്ങൾക്ക് ആർക്ക് വേണോ എന്നെ വിളിക്കാം. ഈ കാര്യം അറിയാൻ മാത്രമാണെങ്കിൽ എന്നെ വിളിക്കാം. വേറെയുള്ള കൊഞ്ചലുകൾക്ക് എനിക്ക് താല്പര്യമില്ലെന്നാ ഞാൻ പറഞ്ഞത്. ശവം വേശി ഇയാള് കേട്ടോ ഞാൻ പറഞ്ഞത്? ഒരു പെണ്ണുമ്പിള്ള പറയുന്നത് കേട്ടോ എന്റെ അടുത്തോട്ട് ഗുണമെന്നാ പറയാൻ വരല്ലേ? ആ തേവിടിച്ച് വല്ലവരും പറഞ്ഞത് കരുതി അതും കൂടി ഞാൻ പറയുന്നത് എനിക്ക് അവൾക്ക് ഒരേ ഗുണമാണെന്ന് കരുതരുത്. എനിക്കൊരു ഒറ്റ തന്തേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ഞാൻ വളരെ മാന്യമായിട്ട് നിങ്ങളെ മുന്നിറുക്കാന്നാ വിളിക്കുന്നത്. ഇവള് കാണിക്കുന്ന സകല തന്തയില്ലാത്തരത്തിനും അവള് കൂട്ടിപ്പിടിപ്പിക്കുന്നതിന് എന്റെ അടുത്തോട്ട് ചോദിക്കാൻ ഞാൻ പറയാം. കണ്ട തേവിടിച്ച് പെണ്ണുങ്ങളുടെ കൂട്ടിപ്പിടിപ്പിലും കൊണ്ട് എന്റെ അടുത്തോട്ട് വന്നേക്കരുത്. ഞാൻ ഇത്തരം ഒരു ക്യാരക്ടറും അല്ല. ഞാൻ ഇങ്ങനെ തന്നെ പറ്റി ഒരുത്തരോടും പറഞ്ഞിട്ടുമില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടുവന്ന് വെച്ചിട്ട് വേണം എന്നോട് വർത്താനം പറയാൻ. പറഞ്ഞു മനസ്സിലായല്ലോ? കണ്ട വേശികൾക്ക് വേണ്ടി എന്നോട് സംസാരിക്കാൻ പറയരുത്. ഞാൻ കാലൊടിക്കുമെന്നല്ലോ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് കേസ് കൊടുക്കുമെന്നല്ലേ. കൂടുതൽ നമ്മളെ നെഞ്ചത്തോട് കയറാൻ വന്നു കഴിഞ്ഞാൽ വേണ്ടി വന്ന് ഞാൻ തല്ലൂന്നും പറഞ്ഞിട്ടുണ്ട്. മര്യാദയ്ക്ക് ഒതുങ്ങി നിന്ന് കഴിഞ്ഞാൽ അവക്ക് കൊള്ളാം. ഞാൻ ഒതുങ്ങി പോകുമ്പോഴത്തേക്ക് എന്റെ നെഞ്ചത്ത് കയറാനോ എന്റെ കുടുംബത്തെ കയറി തോണ്ടാനോ നിന്നാ അവൾ ഇനി ഏത് മറ്റിടത്തുനിന്ന് ഇറങ്ങി വന്നാലും ഞാൻ നോക്കത്തില്ല. ഞാൻ ഒരുപാട് ക്ഷമിക്കുന്നുണ്ട്. അവളുടെ വസ്തു വിറ്റ കാശ് ഞാൻ തട്ടിയെടുക്കാൻ ശ്രമിച്ചെന്ന്, ഇവക്ക് വസ്തു ഉണ്ടെന്ന്, ഇവക്ക് വസ്തു വിറ്റ് കൊടുക്കണമെന്നൊക്കെ ഇവള് പറഞ്ഞതിനും കാല് പിടിച്ചതിനും ഒക്കെ എന്റെ കയ്യിൽ ഒരുപാട് എവിഡൻസ് ഉണ്ട്. ഇവളുടെ മുഴുവൻ കോളർ. നിങ്ങളുടെ ആരുടെങ്കിലും വസ്തു വിൽക്കണമെങ്കിൽ നിങ്ങൾ ആരുടെങ്കിലും കാലിലാണോ പിടിക്കുക, അതോ ബ്രോക്കറെയാണോ അപ്രോച്ച് ചെയ്യുക? പൊതുവിലൊരു കാര്യം ചോദിച്ചാ, സംശയം കൊണ്ട് ചോദിച്ചതാണ്, തെറ്റിദ്ധരിക്കണ്ട. പൊടിയും എന്റെ കയ്യിലുണ്ട്. വരട്ടെ, ഞാൻ കോടതിയിലോട്ട് പോകുന്നത് നിങ്ങളോട് പറഞ്ഞില്ലേ. ഞാൻ കോടതിയിൽ പോകാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. എനിക്ക് 10 പൈസ മുടക്കില്ല. എനിക്കൊരു കേസ് നടത്താൻ ഇവളുടെ കാര്യത്തിൽ, എസ്പെഷ്യലി ഇവളുടെ കാര്യത്തിൽ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവളുടെ കൂടെയുള്ള വക്കീലന്മാർക്ക് അന്നക്കുട്ടി കുഞ്ഞക്കുട്ടിയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. 10 പൈസയുടെ ചെലവ് വരൂല. കേട്ടോ, മനസ്സിലായ? പൈസ ചെലവ് വരൂല, അന്നക്കുട്ടിയൊക്കെ കൂട്ടി കൊടുത്താൽ മതി. അതൊരു കാര്യമുണ്ട്. അന്നക്കുട്ടിയെ പറഞ്ഞെന്ന് പറഞ്ഞ് ഓടി അങ്ങോട്ട് ചെല്ലണ്ട. അന്നക്കുട്ടിയും ബോയ് ഫ്രണ്ടും കൂടെ വയറും ചാടിയ കുടവയറിനെയും കൊണ്ട് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ സ്ലോ മോഷനിൽ വരുന്ന വീഡിയോ ഇരിപ്പുണ്ട് എന്റെ കയ്യിൽ. ആ 2 കുട്ടികളുടെ ഭാവിയെ കരുതി ഞാൻ മിണ്ടാതിരുന്നതാണ്. ഇപ്പൊ ഞാൻ നിൽക്കുന്ന നിലയ്ക്ക് അന്നക്കുട്ടിക്ക് കാര്യം മനസ്സിലാക്കി കാണൂല. അന്നക്കുട്ടി ഞാൻ എടുത്തിട്ടങ്ങ് അലക്കുവേ പെണ്ണേ. വോയിസ് അവക്ക് അയച്ചു കൊടുത്തേര്. അവള് കാണിച്ച തന്തയില്ലാത്തരത്തില് ഏത് കോടതി പോയിട്ടാണെങ്കിലും ഉത്തരം പറയിപ്പിക്കാതെ ഫിജോ ഇത് നിർത്തുന്ന പ്രശ്നമില്ല. ഫിജോ ഇത് നിർത്തുന്ന പ്രശ്നമില്ല. ഏത് കോടതിയിൽ പോയിട്ടാണെങ്കിലും. എടി 1.5 വർഷമായില്ലേടി പുണ്ടച്ചി, 1.5 വർഷമായില്ലേ? നീ എന്നെ കൊണ്ടൊന്ന് ഉത്തരം പറയിച്ചാണ്. നീ കോടതിയിൽ എന്തിനാ ഉണ്ടാക്കുന്നല്ലേ പറയണത്? ഉത്തരം ഞാൻ ഇപ്പൊ പറയാം, ലൈവില് പറയാം. നമുക്ക് രഹസ്യം അങ്ങ് വിടാം, പരസ്യമാക്കാം. അന്നക്കുട്ടി നീ കൂടെ കുറെ അങ്ങ് ആഘോഷിച്ചില്ലേ, കുറെ അങ്ങ് അറുമാദിച്ചില്ലേ? നീ നാനെന്ന് അറുമാദിച്ചു നോക്കട്ടെ, കൊള്ളാവുന്നു. വല്ല പട്ടിക്കുഴിയിലും കിടന്ന ശവത്തിനെ കരഞ്ഞു വിളിച്ച് ഇതിനുത്തരം പറവുന്നുകാരും വർക്കലക്കാരും പറയണം. വർക്കല പട്ടിക്കുഴിയാണോ എന്ന് നിങ്ങളാ പറയേണ്ടത്. പറവുന്നിലുള്ളവരും പറയണം നമ്മുടെ നാട് പട്ടിക്കുഴിയാണോ എന്ന്. ഇത് പറയണതേ കോട്ടയത്തുള്ളൊരു ജന്തുവാ. കോട്ടയം പോലെയാണോ നമ്മുടെ നാടെന്നൊന്ന് കാണിച്ചു കൊടുക്കുക. അറ്റ്ലീസ്റ്റ് 2 വീഡിയോ എങ്കിലും എടുത്തിട്ട് പിള്ളേരെ. എന്റെ കാലെ വേണ്ടിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. എന്റെ കയ്യിൽ മോളെ കട തുറന്നു കഴിഞ്ഞ് ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞ് 25,000 രൂപ കെട്ടിയേപ്പിച്ചു. ഞാൻ അവളോട് മേടിച്ച പൈസ നയാ പൈസ ഇല്ലാതെ കൊടുത്ത് തീർത്തിട്ട് ഞാൻ പിച്ചക്കാരിയാണ്, വ്യഭിചാരിയാണ്, കൊള്ളക്കാരിയാണ് നമ്മൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് അവളോട് ഞാൻ കണ്ട കാര്യം ഞാൻ എവിടെയും പറയും, ഇനിയും പറയും. പൊറുക്കണമെങ്കിൽ ഫിജോയെ വേറെ തന്തയ്ക്ക് ജനിക്കണം. ഞാൻ ഒറ്റ തന്തയ്ക്ക് ഉണ്ടായവളാ. അവളോട് പോയി പണി. അതാ തള്ളച്ചിയല്ലേ പറയണം. ആ തള്ളച്ചി എത്ര പേരോടെ കിടന്നു കൊടുത്താൽ തള്ളച്ചിയല്ലേ കറക്റ്റ് പറയണം. ഇവളാണോ പറയണത്? ആർക്കെങ്കിലും അങ്ങനെ പറയാൻ പറ്റുമോ? നമുക്കല്ലേ നമ്മുടെ കുട്ടികൾ ഇത് ഒരാൾക്കുണ്ടായത് 2 ആൾക്കുണ്ടായെന്ന് പറയാൻ പറ്റുള്ളൂ. ആ തള്ളച്ചി പറയേണ്ട കാര്യം ഇവളെന്തിനാ പറയുന്നത്? ഇവളെന്തുവാ 24 മണിക്കൂർ ഒറ്റത്തന്താന്ന് പറയണ? പിന്നെ എല്ലാവർക്കും 5-6 തന്തയാണോ? നോക്കാൻ പറ. അവൾ ഏത് കേസ് കൊടുത്താലും അതിന് പൈസ ചെയ്യാൻ ഞാൻ റെഡിയാണ്. എന്റെ കയ്യിൽ പൈസ ഇല്ലെന്നാണ് അവളുടെ അഹങ്കാരമെങ്കിൽ ഇന്നലത്തോടുകൂടി എന്റെ ഫാമിലി എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ കുടുംബം, എന്റെ അപ്പൻ, എന്റെ ആങ്ങളമാര് ഏത് കേസിന് പോയാലും അതിന്റെ കാശ് അവര് അവളുടെ അപ്പനും അവളുടെ ആങ്ങളെയും അറിയാൻ വേണ്ടിയിട്ടാണ്. ഈ ചെറ്റയ്ക്ക് പൈസ കൊടുക്കണമെന്ന് നിർത്താമോ? ഞങ്ങൾ അങ്ങ് സഹി കെട്ടിട്ടാ ഉള്ളത്. നീ അപ്പനെ ആങ്ങളെയും കൂടെ എടുത്തിട്ട് അലക്കും. മനസ്സിലായോ? മര്യാദയ്ക്ക് വീട്ടിൽ 5 പിള്ളേർക്ക് ചോറും കറിയും വെച്ചു കൊടുത്ത് അവിടെ എങ്ങനെ ഇരിക്കാൻ പറ.
ജീവനോടെ ഇരിക്കണമെങ്കിൽ. തല്ലി കൊല്ലും നാട്ടുകാർ. അപ്പനും ഒരു ആങ്ങളെയും വന്നിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിലുണ്ട് അപ്പനും ആങ്ങളമാരും ഒക്കെ. ഈ ഒരു പ്രശ്നം ഞാൻ ഇങ്ങനെ ഒന്ന് ലൈവിൽ വരുന്നതിന് എന്നെ വീട്ടിൽ വിളിച്ച് വഴക്ക് കുറച്ചില്ല. നിനക്ക് വേറെ പണിയില്ലെന്നാ ചോദിക്കുന്നത്. ഇതെന്തുവാ രാത്രി ആകുമ്പോഴത്തെ ഒരുങ്ങി കെട്ടിയെന്ന്? അതൊരു ഷണ്ണനാണ്. ഷണ്ണന്റെ ഏൽപ്പിച്ചെന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കണ്ട. നാട്ടുകാർക്ക് ഇതൊരു പൊതു ശല്യമാണെന്നേ. ദിവസം തോറും ഇതൊരു ശല്യമാണെന്ന്. ഈ ശല്യത്തിന് ഞങ്ങളൊന്ന് ഒഴിവാക്കി തരുന്ന എന്താ വേണേ? ജോയിന്റ് പെറ്റീഷൻ കൊടുക്കാനും തയ്യാറാണ്. നീ ബെയിലോണെന്ന് പറഞ്ഞ ഒരുത്തനാണ് ആകെ യുദ്ധം നടത്തുന്നത്. സത്യത്തെ ഹാറ്റ്സ് ഓഫ്. അവൻ മാത്രമാണ് ഇത്തിരിയെങ്കിലും സ്ട്രോങ് ആയിട്ട് നിന്ന് ഇതിനെതിരെ എന്തെങ്കിലും 4 അക്ഷരം സംസാരിക്കുന്നത്. ഇവക്ക് പറഞ്ഞുണ്ടാക്കാൻ അവന് നാളെ ഒരു ലൈവിൽ വന്നിട്ട് പറയണം അവൻ കല്യാണം കഴിക്കാൻ പറ്റിയിട്ടില്ല, അവനിക്ക് സ്ത്രീയുടെ സുഖം അറിയാൻ കഴിയാത്തതാണ് അവന്റെ കുറ്റം. അവൻ കല്യാണം കഴിച്ചിട്ടില്ല, അതാണ് അപ്പൊ അവന്റെ കുറ്റം. അവൾ എന്താന്ന് വെച്ചാൽ ചെയ്യാൻ പറ. എനിക്കെതിരെ എന്ത് ചെയ്യുമെന്ന് അവൾ അതിന്റെ വേറെ വഴി നോക്കുമെന്ന്. അവൾ ഏത് വഴി നോക്കുന്നു അതിന്റെ ഒരു പടി മേളിൽ ഞാൻ കാണും. വാശിയുടെ കാര്യത്തെ ഷെഫീനെ മറ്റെടുത്ത് നിന്നാ മതി, എന്റെ മേളിൽ പോകണ്ട. ഞാൻ മര്യാദയ്ക്ക് ഒതുക്കി പോകുന്ന സ്ത്രീ. അവൾ അതിന് വേറെ വഴി നോക്കുമെന്ന് പറഞ്ഞു. അവൾ നോക്കിയ വഴിയാണിത്. വാശിയുടെ കാര്യത്തിൽ നിന്നെക്കാൾ 5 പടി മുകളിലാണ് ഞാൻ. 1 പടിയല്ല, 5 പടി മുകളിലാണ് ഞാൻ. മനസ്സിലായോ? വാശിയല്ലേ ഇത്. ഇതൊരു ക്ലാരിറ്റിയാണ്, ക്ലിയറൻസ്. നീ ആ വാശിയും കൊണ്ട് നീ അവിടെ ഇരുന്നോ. ഞാൻ മര്യാദയ്ക്ക് കുടുംബം നോക്കി എന്റെ ഷോപ്പ് നോക്കി നിന്നവളാ. നിന്റെ ഷോപ്പ് നോക്കി നിൽക്കുന്നവളാണ് നീ കണ്ണൂർ പോയി ഈ പാവപ്പെട്ടവന്റെ കുടുംബത്തിൽ കയറി കളിച്ചേ. നീ നിന്റെ ഷോപ്പ് നോക്കി നിൽക്കുന്നവളാണ് ഈ കണ്ണൂർ പോയി ഈ പാവപ്പെട്ടവന്റെ കുടുംബത്തിൽ കയറി കളിച്ചേ. നീ ഇങ്ങനെ ഫോട്ടോ ഒട്ടിച്ച് ആദ്യം അനീസിന്റെ ഫോട്ടോ ആയിരുന്നു ഒട്ടിച്ചു വെച്ചത്. പ്രവാസികളെ എല്ലാരും കൂടെ വരൂ. അല്ല ബാഹുബലി വിളിക്കുന്ന കണക്ക്. തോഴരെ കമാൺ, കില്ലിം, തീർത്തേരവനെ. അവന്റെ കാര്യത്തിലും അങ്ങനെ തന്നെ. പ്രവാസികളെ ഓടി വരൂ. ഇന്നലെ എന്റെ കാര്യത്തിലും അങ്ങനെ തന്നെ. ദുബായിലുള്ള കൊണാണ്ടർമാരെല്ലാം ഓടി വരൂ. അല്ല, പ്രവാസികളാണ് അവർക്ക് ചെലവിന് കൊടുക്കുന്നത്. ഇവിടെ ഉള്ള കുറെ ആളുകളുണ്ട് കേട്ടോ. ഇതിന്റെ കൂടെ ചേർന്ന് ഈ വിഷത്തിന്റെ കൂടെ ചേർന്ന് എനിക്കിട്ട് കമന്റ് ഉണ്ടാക്കാനും ഷബീർ ഷാ എന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ കിടന്ന് ഭയങ്കര പുളക്കുന്നുണ്ട്. എടാ ചെറുക്ക, ചള്ള് ചെറുക്ക, നിനക്ക് വേണ്ടിയിട്ടാണ് ആ പോസ്റ്റ് അവിടെ ഇട്ട് വെച്ചിരിക്കുന്നത്. നിന്റെ ചെവള ഞാൻ കുത്തി കീറുന്നു. തിരുവനന്തപുരത്തുള്ള പിള്ളേരെടുത്ത് കിടന്ന് ഞാൻ കളിക്കരുത് കേട്ടാ. ഞാൻ പ്രത്യേകിച്ച് പറയുന്നത്, തിരുവനന്തപുരത്തുള്ളതിനൊക്കെ 1 എല്ല് കൂടുതല, 1.5 എല്ല് എക്സ്ട്രാ ഉള്ള ആൾക്കാരാ തിരുവനന്തപുരത്തുള്ളവർ. അങ്ങോട്ട് ഞോണ്ടി പോവണ്ട, മനസ്സിലായോ? പിന്നെ കേരളം മുഴുക്ക എന്റെ നാട് തന്നെയാണ്. അത് എവിടെ പോയി കിടക്കാനും എനിക്ക് അധികാരമുണ്ട്. നീ എന്തിനാടി കോട്ടയത്ത് വന്ന് കിടക്കണേ? അവിടെ പിള്ളേരെ പഠിപ്പിക്കാനാടി വന്നത്. നല്ല സ്കൂൾ അവിടെയുണ്ട്, നല്ല മനുഷ്യരവിടെയുണ്ട്, ഫ്ലാറ്റുകളുണ്ട്. നീ എങ്കിൽ പിന്നെ വാടക കൊടുക്കണ്ടടി. കോട്ടയം അടച്ചുപൂട്ടി നീ അതിനകത്ത് കയറിയിട്ട് ഇത് കോട്ടയം എന്റെ രാജ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് എന്തേ അത് പറ്റുന്നില്ലേ? നീ കോട്ടയത്തിനകത്ത് കയറി അവിടെ സീറ്റും ഒക്കെ ഇട്ടിട്ട് വന്നത് ഫിജോ ഹാരിസ്, ഫിജോ ജോസഫ്, ഫിജോ ടി ജോസഫ്, ഫിജോ രംഗേഷ്. ആ പാവപ്പെട്ടനെ കൊന്നു കൊല വിളിച്ചില്ലേ? ആൾറെഡി ഉണ്ട്. അതിനകത്താണ് പകുതി സെറ്റപ്പുകൾ നടക്കുന്നത്. അതിന് വാടക കൊടുത്തില്ലെന്ന് തന്നെ ഇടയ്ക്ക് ഇറക്കി വിട്ടു എന്ന് കേട്ടിട്ടുണ്ട്. കോട്ടയം ഇതിന്റെ മുനിസിപ്പാലിറ്റി അങ്ങോട്ട് കയറുന്ന ഒരു എൻട്രൻസ് ഉണ്ട്, അവിടെ കൊണ്ടൊരു ഓഫീസ് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആളെ കിട്ടും. അന്ന് ഞാൻ ഒരൊറ്റ കമന്റ് അല്ലെ ഒരൊറ്റ വോയിസ് അയച്ച് ഞാൻ ഇതങ്ങ് കൺക്ലൂഡ് ചെയ്തു. റേജു ഹായ്, ഇത് റേജുവിനും കൂടെ വേണ്ടിയിട്ടാണ്. ഇത് റേജുവിനും കൂടെ വേണ്ടിയിട്ടുള്ള ലൈവാണ്. റേജുവിനോട് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഒരു കമന്റ് ഇട്ടതിന് പേഴ്സണലി അവളുടെ ഇൻബോക്സിൽ പോയി പച്ചത്തെറി വിളിച്ചോളാണ് അവള്. പച്ചത്തെറിയാണ് വിളിച്ചത്. ഒരുപാട് പെണ്ണുങ്ങളെ, ഒരുപാട് ആണുങ്ങളെയും ഇമാതിരി ഇൻസൾട്ട് ചെയ്തിട്ടുള്ളത് ഒരു വിഷ ജന്തുവിനെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇത്രയും വിഷമുള്ള ഒരു ജന്തുവിനെ. ഇനി സോണിയ മൽഹാറിനും മറ്റേ സാധനത്തിനും കൂടെ ഉള്ള ഒരു ഷെഫി നമസ്കാരം. പിന്നെ ഞാന് പ്രദീപ് ജി നമ്മളുടെ ഇവിടുത്തെ റെസ്പോൺസിബിലിറ്റി, അതായത് GCC കൺട്രീസിലെ റെസ്പോൺസിബിലിറ്റി, മലയാള വാണിജ്യത്തിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പൊ എനിക്ക് വേറെ ഞോണ്ടാൻ വരുന്നതിന് മുമ്പ് ഇതിന്റെ പോലത്തെ കുറെ സാധനം എന്റെ ഉണ്ടെന്നും കൂടെ ഒരു ഓർമ്മ വെച്ചിരിക്കുന്നത് നല്ലതാണ്. ഈ ഞോണ്ടാൻ വരുമെന്ന് അറിയാം, അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ്. അത് തനിച്ചു വാ, ഇവളെ കൂടെ ചേർന്ന് വരാൻ നിൽക്കണ്ട. ഫിജോ, ഇമാതിരി കുറെ സാധനം എന്റെ കയ്യിലുണ്ട് അവളുടേത്. അതുകൊണ്ട് അവളെ കൂട്ടി പിടിച്ചിട്ട് വെറുതെ അവളെ കുടുംബം കലക്കാൻ നിൽക്കണ്ട, മനസ്സിലായോ? തിരുവനന്തപുരം ജംഗ്ഷനിൽ ഇറങ്ങി അവളെ കാല് വെല്ലി പിടിക്കാൻ അവിടെ ആളുകൾ ഇപ്പൊ ഉണ്ട്. ഇനിയിപ്പൊ അത് പോട്ടെ, അതൊന്നും നമ്മൾ പറയുന്നില്ല. നന്മ മരങ്ങളെല്ലാം ചെവി നുള്ളിക്കൊള്ളുക.
നന്മ മരങ്ങൾ ഇപ്പൊ കാണുന്ന ഈ ഇളക്കവും ഈ കുതിപ്പും ഒക്കെ അങ്ങ് നിന്നോളും. നന്മ മരങ്ങൾക്കുള്ള പണി ഞാൻ വേറെ തരുന്നുണ്ട്. നന്മ മരങ്ങൾ എന്റെ തലയിലോട്ട് കയറണ്ട. നീ ഇവിടുന്ന് എന്നെ നാട്ടിലേക്ക് പാക്ക് ചെയ്യാനാണ് നിങ്ങൾ ഉത്സാഹിക്കുന്നെങ്കിൽ ഐ ആം ഹാപ്പി. എന്നെ പെട്ടെന്ന് അങ്ങോട്ട് കൊണ്ടുപോകാൻ നോക്ക്. ഞാൻ വന്നതും ഏകദേശം അതിനൊക്കെ തന്നെയാണ്. എനിക്കിവിടെ നിൽക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനിയിപ്പം നിങ്ങൾ ഇവിടെ നിർത്തില്ലെന്ന് പറഞ്ഞാൽ ഞാൻ വാശി ഇവിടെ നിൽക്കും. നാട്ടിൽ വന്നിട്ടാണ് ഇനി ഓരോരോ ഇരകളെ, ഇതുപോലുള്ള ഓരോരോ ഇരകളെ ഞാൻ കണ്ടെത്തും. ഓരോരോ ഇരകളെയും കൊണ്ടുവന്ന് ഞാൻ ലൈവ് വരും. ഓരോരോ ഇരകൾക്ക് അവർക്ക് ഉണ്ടായ സംഭവങ്ങൾ അവരവർ പറയും. ഇനി നീ ഈ ഫോണും കൊണ്ടു കിടന്ന് നാട്ടിലുണ്ടാക്കാൻ നടക്കണ്ട. നീ ഇനി ആരെ ടാർഗറ്റ് ചെയ്യുന്നു അവരെ ഞങ്ങൾ കവർ ചെയ്യും. അവരെ കൊണ്ട് ഞങ്ങൾ സത്യം വിളിച്ചു പറയിക്കും. നിന്റെ സോഷ്യൽ വർക്ക് അത് സോഷ്യലിസമായിട്ട് നീ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങ് ചെയ്താൽ മതി. വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്നില്ല, അതങ്ങ് ചെയ്താൽ മതി. നിന്റെ സോഷ്യൽ സ്റ്റാറ്റസും കൊണ്ട് നീ റോഡിലോട്ട് ഇറങ്ങണ്ട. നാട്ടുകാരെ നെഞ്ചത്തോട്ട് നീ ഉണ്ടാക്കണ്ട. നിനക്ക് അത്യാവശ്യം സോഷ്യൽ വർക്ക് ചെയ്യാൻ വീട്ടിൽ ഒരു കൊണാണ്ടർ ഇല്ലേ, അവനെ കൊണ്ടിട്ടുണ്ടാക്കും. ആദ്യം അവന്റെ കുടുംബത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കും. എന്നിട്ട് നീ നാട്ടിലുള്ള ആൾക്കാർക്കും നാട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് നീതിയും നേർമയും ഒക്കെ വാങ്ങിച്ചു കൊടുക്കാൻ നോക്ക്. മനസ്സിലായോ? ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് ആവശ്യമില്ലാത്ത വേസ്റ്റ് സാധനങ്ങളെ വീട്ടുകളിൽ വിളിച്ച് കയറ്റുന്നവർക്കാണ് തല്ലി വേണ്ടത്. വീട്ടില് ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു ഇതിൽ ടേബിളിന്റെ അപ്പുറവും ഇപ്പുറവും ഇരുന്ന് പറഞ്ഞു തീർക്കാൻ കഴിയുന്ന കാര്യങ്ങൾക്ക് ഇത്തരം വിഷങ്ങളെ വിളിച്ച് വീട്ടിൽ കയറ്റുന്നവരെയാണ് തല്ലേണ്ടത്. ഞാനിതങ്ങ് വലിച്ചു നീട്ടുന്നില്ല, ഞാനിത് നിർത്തുന്നതുമില്ല, ഞാൻ വരും. ഇനി കൂടുതൽ തെളിവും കൊണ്ട് അടുത്ത ടാർഗറ്റ് നിശാഗന്ധിക്കാണ്. നിശാഗന്ധി മേഡം ഇങ്ങനെ ഒളിച്ചിരുന്നാൽ ശരിയാവില്ലല്ലോ. നിശാഗന്ധി മേഡം 3-4 അലിഗേഷനും കൊണ്ട് റോഡിലിറങ്ങി നിൽക്കല്ലേ. നിശാഗന്ധി മേഡം ഒന്നും തോന്നരുത് കേട്ടോ. 4-5 ദിവസം കൊണ്ട് നീ എന്നെ ഒരുമാതിരി വെടിയാക്കി വെച്ചിരിക്കുക. ഞാൻ ഏതാണ്ട് സെക്സ് റാക്കറ്റ് എന്നോ തേങ്ങ മാങ്ങ എന്നൊക്കെ പറഞ്ഞ് നീ കിടന്ന് ബഹളം വെക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ആദ്യത്തെ നാൾ വഴിയാണ് ഈ ചെറുക്കനെ കൊണ്ട് ഞാനത് പറയിക്കുന്നത്. ഇവന് വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്ത് ഇറങ്ങിയതാണ് ഞാനിപ്പോ സെക്സ് റാക്കറ്റ് അംഗമായത്. അതിന് നീ പോയി അവളെ തലയിൽ കൊണ്ട് കാര്യങ്ങളും കൊണ്ടെത്തിച്ചു. എന്റെ സാധനം ഇത് IT ആക്ഷൻ പ്രകാരം തെറ്റാണ്. നമ്മളുടെ പെർമിഷൻ ഇല്ല, നമ്മളുടെ ഡീറ്റെയിൽസ് പബ്ലിഷ് ചെയ്യുന്നത് തെറ്റ് തന്നെയാണ്. പക്ഷെ എനിക്കതിനകത്ത് ഒരു വിഷമമില്ല. നീ അത് ഡിലീറ്റ് ചെയ്യരുതെന്നാണ് എന്റെ ആഗ്രഹം. കാരണം എന്തെന്നറിയാമോ, ഇത് ഞാൻ ആഗ്രഹിച്ച സംഗതിയാണ്. അപ്പോഴേ ഈ മറ്റുള്ളവർ ഈ രഹസ്യമാക്കി നീ വെച്ചിരിക്കുന്ന സാധനം ഇത് പുറത്തു വരണം, ഇത് നാട്ടുകാർക്ക് മനസ്സിലാക്കി കൊടുക്കണമെന്നുള്ളത് ഞാൻ പണ്ടേനെ ചിന്തിച്ച കാര്യമാണ്. അപ്പോ തീർച്ചയായിട്ടും ഞാനത് പുറത്ത് കൊണ്ടുവരാൻ വേണ്ടി തന്നെയാണ് നിന്നിട്ടുള്ളത്. എനിക്ക് കിട്ടിയ അവസരം ഞാൻ മുതലെടുക്കുക തന്നെയാണ്. മനസ്സിലായ? അപ്പൊ നിശാഗന്ധി എപ്പോഴാണാവോ ഒന്ന് വെളിയിലോട്ട് വരിക, ഒന്ന് വന്നാ കൊള്ളാം. നിശാഗന്ധിയുടെ ഭർത്താവിനോട് നിശാഗന്ധി ഇവിടെ എന്താണ് ചെയ്യണമെന്നും ഇവിടെ എന്ത് സർക്കസിന് വന്നെന്നും ഒന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും. പിന്നെ അവളുടെ ഡിഗ്രി കാര്യവും ഡിഗ്രി സർട്ടിഫിക്കറ്റിന്റെ കാര്യവും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊരു തെറ്റായിട്ട് ഞാൻ പറയുന്നില്ല. ഞാൻ ജോലി അന്വേഷിക്കാനായിട്ട് ഒരിടത്ത് പോകുമ്പോൾ നമ്മളൊരു സർട്ടിഫിക്കറ്റ് കാണിക്കുക എന്നുള്ളത് ഒരു മിനിമം യോഗ്യത നമ്മൾ കാണിക്കണം. CV മാത്രം പോരാ, സർട്ടിഫിക്കറ്റ് കാണിക്കണം. ആ സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി ഞാൻ അന്വേഷിച്ചു എന്നുള്ളത് സത്യമാണ്. അതിൽ ഞാൻ മനസ്സിലാക്കിയതെല്ലാം ഫേക്ക് ആണെന്നാണ്. സോണിയ മൽഹാറിന് ഡോക്ടറേറ്റ് ഉണ്ട്. ഈ മാഡത്തിന് ജേർണലിസം ഉണ്ട്. ഫിജോ മാഡം ജേർണലിസ്റ്റാ, BA ലിറ്ററേച്ചറാണ്. പേടിക്കണ്ട, അത് അവളുടെ വോയിസ് ഒന്ന് ഇമിറ്റേറ്റ് ചെയ്ത് നോക്കിയതാ. ലിറ്ററേച്ചറാണ്, BA ലിറ്ററേച്ചർ. അതിന്റെ അർത്ഥം ആദ്യം ഒന്നും പഠിച്ചു തരാൻ പറ. അയ്യോ അതല്ല, ഇന്നലെ ഒരു ചലഞ്ച് ചെയ്യുന്നല്ലോ. ഞാനൊരു പാരഗ്രാഫ് മലയാളം എഴുതില്ലെന്ന്, നീ ഒരു പാരഗ്രാഫ് ഇംഗ്ലീഷ് എഴുതിത്ത. കോപ്പി വേണ്ട, അത് വേണ്ട, ഡോണ്ട് ഡു. ഒരു പാരഗ്രാഫ് ഇംഗ്ലീഷിലൊന്നും എഴുതിക്കൊണ്ടോ. നീ ലിറ്ററേച്ചർ അല്ലേ, അത് എന്ത് കൊണാട്ടില്ല ലിറ്ററേഷൻ അടി. അതൊന്ന് കൊണ്ടുവന്ന് കാണിച്ചതാ, ഞാൻ ഒന്ന് കാണട്ടെ ചുമ്മാതെ. ഇപ്പൊ എനിക്കറിയാം എന്താണെന്നറിയാമോ, നിന്റെ കൂടെ ഉള്ളത് സോണിയ മൽഹാർ അല്ലേ, നിനക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. നിനക്ക് IPSന്റെ സർട്ടിഫിക്കറ്റ് വരെ കാണും. മനസ്സിലായില്ലേ? ഇനിയിപ്പൊ പിള്ളേർക്ക് ഇത്രയും ഫീസ്, ഭയങ്കര ഫീസാടി പെണ്ണേ. നീ എന്നെ ഒന്ന് സഹായിക്കൂ. എന്റെ മക്കൾക്ക് മൂത്തവനിക്ക് ഒരു IAS, ഇളയവന് ഒരു IAS മതിയാ, നല്ലായിരിക്കും. അത് കുറഞ്ഞു. അവളുടെ ഫിജോയുടെ പിടിപാട് വെച്ചിട്ട് ഒരു പ്രൈം മിനിസ്റ്റർ ഒക്കെ അതിനൊന്നും സർട്ടിഫിക്കറ്റ് വേണ്ട, അത് ചായ അടിച്ചാൽ മതി. പക്ഷെ നമുക്ക് തോന്നുന്നതേ ഒരു ഡോക്ടറൊക്കെ ആണെങ്കിൽ കരസേന മേധാവിയോ അതിനൊക്കെ വേണം, നല്ല സർട്ടിഫിക്കറ്റ്സ് വേണം. നീ ഒരു 4-5 ഒപ്പിച്ച് തരുവോടെ? മല്ലുവിന്റെ അടുത്തൊന്ന് പറയോ, മേഡം മൽഹു 2 സർട്ടിഫിക്കറ്റ് ഒരു 10-50 തരാൻ വേണമെങ്കിൽ ചായ കുടിക്കാൻ. ഇല്ല, കൂടുതൽ വേണേലും തരാം. ഞങ്ങൾ എങ്ങനെയും പിച്ച എടുത്തൊക്കെ അങ്ങ് തരാം. എനിക്കും ഒരു 5-6 സർട്ടിഫിക്കറ്റ് വേണം. നീ അത് ആ മൽഹാറിന്റെ അടുത്തൊന്ന് പറഞ്ഞ് നിന്റെ കയ്യിരിക്കുന്ന കണക്കുള്ള സെയിം സാധനം ഡേറ്റ് നോക്കിക്കോണം കേട്ടാ. വെറുതെ പെണ്ണെ അതും ഇതൊക്കെ പറഞ്ഞ് കള്ളിൽ നമ്മളെ നിശാഗന്ധി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കണക്കുള്ള ഡേറ്റിലൊരു തെറ്റ് വരരുത്. ഓൺ ഡേറ്റ്, കറക്റ്റ് ഡേറ്റ് ഒക്കെ സ്പെസിഫൈ ചെയ്തിട്ട് ഈ സാധനം ഒന്നും ഉണ്ടാക്കി 2-3 സർട്ടിഫിക്കറ്റ് തരുമോ?
പ്ലീസ്. ബുദ്ധിമുട്ട് കൊണ്ടാണ്, ഇല്ലാത്തോണ്ട് ചോദിക്കുന്നതല്ലേ. പഠിച്ച കോളേജ് ഏതാടി മോളെ? പിന്നെന്താ സംസ്ഥാനത്ത് 7ാം സ്കൂളിനെ പറ്റി ഞാൻ ഒന്നും പറയുന്നത്. KEMM വലിയ സ്കൂളിലാണ്. എന്റെ കുട്ടി അവിടെയാണ് പഠിക്കുന്നത്. എന്റെ മോനെ ഞാൻ സ്കൂളിൽ വിട്ടില്ല, ഒരു കൊല്ലം സ്കൂളിൽ പഠിപ്പിച്ചില്ല. എന്റെ മോൻ പഠിച്ചില്ലെങ്കിൽ അത് ഞാൻ സഹിച്ചു. നാട്ടുകാരുടെ കാര്യത്തില വേവലാതി, സ്വന്തം കാര്യത്തിൽ വേവലാതി ഇല്ല. നാട്ടുകാർ എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യണ്ട എന്നുള്ള വേവലാതിയാണ്. അതല്ലേ ഇവിടെ തീരുമാനിക്കുന്നത്. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ട് അവരുടെ കുടുംബം കുട്ടിച്ചോറാക്കി അതില് സന്തോഷിക്കുന്ന ഏക ഒരു വ്യക്തി. ജനകീയ പത്രാധിപരിൽ ഇപ്പോഴും ഉണ്ട് അവന്റെ ഫ്യൂച്ചർ. അതിനകത്ത് ഇങ്ങനെ ആ ലൈവും അവിടെ കിടപ്പുണ്ട്. പ്രശ്നം ഞാൻ കോംപ്രമൈസ് ചെയ്തു. എങ്ങനെ കോംപ്രമൈസ് ചെയ്തു? എന്താണ് ആ കോംപ്രമൈസ്? ആ കോംപ്രമൈസും കൂടെ ഒന്ന് വ്യക്തമാക്കാം. ലാസ്റ്റ് പറയുന്നുണ്ട്, ഞാൻ പ്രശ്നങ്ങളെല്ലാം കോംപ്രമൈസ് ചെയ്തു, ഇനി എന്നോട് ആർക്കെങ്കിലും എതിർക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ വാ എന്നൊരു വെല്ലുവിളിയുണ്ട്. എന്റെ പൊന്നോ ഞാനില്ലേ, എനിക്ക് കഞ്ഞി കുടിക്കണം, വീട്ടില് അപ്പനും അമ്മയുണ്ട്, അവളെ പെണ്ണുപിള്ളയുണ്ട്, കൊച്ചുമുണ്ട്, അതിന് വല്ലതും കൊടുക്കണം, ഒരു ഏറ്റുമുട്ടലും ഞാനില്ല, ഞാൻ എന്തെങ്കിലും ചെയ്ത് ജീവിച്ചോളാം എന്നൊക്കെ ജസ്റ്റ് പറയും എന്നൊന്ന് വിചാരിക്കും കേട്ടോ. വിചാരിക്കും ജസ്റ്റിനെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ഇഷ്ടംപോലെ ആളുണ്ടായിരുന്നു. ഉണ്ട്, ഇവിടെ ജസ്റ്റിനെ സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടംപോലെ ആളുണ്ട്. ഈ ചേച്ചി മാത്രമല്ല, ഇതാ നീ പറഞ്ഞ കാണിച്ചു തരാം. ഫ്രണ്ട് 2 വണ്ടി കിടപ്പുണ്ട്, ആ വണ്ടിയിൽ ആൾക്കാർ കിടപ്പുണ്ട്. അവരെന്നെ കാണാൻ വേണ്ടി വന്ന ആൾക്കാരാ. ഇതൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്ന ആൾക്കാരാ. അവ എന്റെ നിരവാദിത്വം കണ്ട് മനസ്സിലാക്കി വന്ന ആൾക്കാരാ. നീ എന്താ ചെയ്യുന്നുള്ളത്? നീ ഒരു സാധാരണ ഒരു ജേർണലിസ്റ്റ് ആണെങ്കിൽ ഇതിനൊന്നും ഒരു ആവശ്യമില്ല. ഒരാൾ നാണം കെടുത്തേണ്ട ഒരു ആവശ്യവും നിനക്കില്ല. വിളിക്കാം, ചോദിക്കാം, പറയാം, തീർക്കും. ഇതാണ് മാന്യത, ഇതാണ് മനുഷ്യൻ, ഇതാണ് നല്ല ഹൃദയത്തിന് ഉടമ. അല്ലാണ്ട് ഫോട്ടോയും ഇട്ട് നമ്പറും കൊടുത്ത് 10 പേർക്ക് അയച്ചു കൊടുക്കുന്ന അല്ല മാന്യതയും മനുഷ്യത്വവും കേട്ടോ. ഇതൊക്കെ മനസ്സിലാക്കിയാൽ നിനക്ക് കൊള്ളാം. അതല്ല എങ്കിൽ നിന്റെ ജീവിതം ബാക്കി ഞാൻ പറയുന്നില്ല. കാരണം അത് കേൾക്കുന്ന ആൾക്കാരും മനസ്സിലാക്കുന്ന ആൾക്കാരും അവർക്കറിയാം. കാരണം കേൾക്കുന്ന എല്ലാവരും നിന്നെ പോലുള്ള ആൾക്കാരല്ല, പൊട്ടന്മാരല്ല. കാരണം ഇത് ശ്രവിക്കുന്ന ആൾക്കാർ, ഇത് കാണുന്ന ആൾക്കാരൊക്കെ അവർക്ക് മനസ്സിലാവും എന്താണ് ഈ ചെറുക്കൻ പറയുന്നതിന്റെ പൊരുത്തം, അല്ലെങ്കിൽ അതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് അവർക്ക് മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് അവര് മനസ്സിലാക്കി അവരതിനുള്ള മറുപടി തരും. പിന്നെ എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഒറ്റ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഇവളിങ്ങനെ പടച്ചുവിടുന്ന ഓരോരോ അസ്ത്രങ്ങളും, അതായത് അമ്പുകളും, നിങ്ങൾ അത് ദൈവത്തെ ഓർത്ത് മറ്റൊരു സ്ഥലത്തേക്ക് ഷെയർ ചെയ്യാനോ മറ്റുള്ളവരോട് ചോദിച്ച് അന്വേഷിക്കാനോ പാടില്ല. കാരണം നിങ്ങളുടെ ഓരോ കോളും അവിടെ ചെല്ലുമ്പോഴും അവരുടെ ഹൃദയം ഇടിക്കുകയാണ്. കാരണം ഒന്നും അറിയാതെ ഞാൻ പകപ്പുണ്ടാവുന്നേ, പെട്ടെന്നൊരു പ്രശ്നം വരുമ്പോ നമുക്കൊരു പകപ്പ് വരും. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് റൂമിൽ വന്നപ്പോ എന്നെ ഒരാളെ വിളിക്കാണ്, മോനെ ഇങ്ങനെയാണല്ലോ നിന്റെ കേസ് കേട്ട്, നിന്നെ ഇവിടുന്ന് കെട്ടിച്ച് നാട്ടിൽ വിടണം ഇങ്ങനെ ഫിജോ തോമസ് പറഞ്ഞല്ലോ. അത് ശരി ചേട്ടാ, ഞാൻ ഇപ്പഴാ അറിയുന്നത്, എനിക്ക് അറിയത്തില്ല കേട്ടോ. അപ്പൊ ചേട്ടൻ പറയും ഞാൻ എല്ലാം നിനക്ക് ഇപ്പൊ ഫോർവേഡ് ചെയ്യാം. ഞാൻ പോകും എല്ലാം പടപട വന്നു. എന്തിന്റെ ആവശ്യം എന്റെ ഫിജോ? നിനക്ക് വല്ല ആരെങ്കിലും വല്ല ജ്യൂസും തരുന്നുണ്ടോ? ഇതിന് അറിയാൻ മേലോട്ട് ചോദിച്ചതാ. മാന്യമായിട്ട് ജീവിച്ചോട്ടെ, കുറച്ച് കഞ്ഞി കുടിച്ചിട്ട് അനുവദിക്ക്. സങ്കടം കരച്ചിലില്ലാഞ്ഞിട്ടല്ല, കരഞ്ഞ് കണ്ണിന് വരുന്നില്ല. കാരണം അത്രയും വിഷമമുണ്ട്. ഒരു കുഞ്ഞു കൊച്ചിന് അതിനെങ്കിലും ജീവിക്കാൻ അനുവദിക്കുന്നീ. എന്നെ വേണ്ട, കുഞ്ഞു കൊച്ചിനെങ്കിലും. മറ്റുള്ളവരുടെ ജീവൻ നശിപ്പിക്കാനിട്ട് ഇങ്ങനെ ഒരു ഇറങ്ങിത്തിരിഞ്ഞൊരു സ്ത്രീ നിന്റെ മുമ്പിലൊക്കെ തൊഴുവാണ്, അല്ലാണ്ട് വേറൊരു നിവൃത്തിയില്ല. കുറച്ചെങ്കിലും നാണം മാനവും വേണം മനുഷ്യന്. മറ്റുള്ളവരുടെ കാര്യത്തിൽ എന്തൊരു എന്താ പറയാ ഇൻട്രസ്റ്റാ നിനക്കൊക്കെ. സ്വന്തം വീട്ടിലില്ലേ ഭാര്യയും അല്ല ഭർത്താവും മക്കളും, അവർ കുറച്ച് കഞ്ഞിയും പാരം വെച്ച് കൊടുക്ക്, എന്നിട്ട് അവരുടെ കാര്യങ്ങൾ നോക്കി ജീവിക്ക്. പത്രാധിപിയാണ് ഞാൻ, സോഷ്യൽ വർക്കറാണ് ഞാൻ. എനിക്ക് എന്നെ അങ്ങനെ പറയിപ്പിക്കരുത്. കാരണം എനിക്ക് എന്റെ സമനില തെറ്റിട്ടുള്ളേ. പോട്ടെ വിട്. ശരി എന്നാ, ഇത്രയും പറയണം. ഞങ്ങൾ 2 പേരും ഉണ്ട്. ഞങ്ങള് 2 പേരുമാണ് ഇപ്പൊ ഇവന്റെ കാര്യത്തിൽ ഇടപെട്ടിട്ടാണ് എനിക്കിപ്പോ ഇത്രയും. ഒറ്റ കാര്യം പറയാണേ, ഇനിയിപ്പം ഇത് ഈ വീഡിയോ കണ്ടിട്ട് ഫിജോ നാളെ അടുത്ത കുത്തിത്തിരിപ്പുണ്ടാക്കും. അവൾ അവിടെ പോയി അവനെ കണ്ടു, അവൻ അവളെ പോയി അവളെ കണ്ടു. ഒന്നു മോളെ ഞാൻ എനിക്ക് എന്നെ പറയിപ്പിക്കരുത്. കാരണം വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. അവരെന്നെ സഹായിക്കാൻ വന്നൊരു സ്ത്രീയാണ്. വേറെ എന്തെങ്കിലും തോന്നിയ ദിവസം നീ പറഞ്ഞു വിട്ടാ ജസ്റ്റ് ചുമ്മാ ആയിരിക്കും, നീ പ്രതീക്ഷിക്കണ്ട. അല്ല അത് പറയും, അവൻ അറിയാൻ പാടില്ലാത്തോണ്ട് അതവന്റെ മേളിലും പറയും. ഞാൻ ഇതൊക്കെ എക്സ്പെക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്, എനിക്ക് ഇതിനകത്ത് വലിയ വിഷമതകളൊന്നും വരുന്നില്ല. തകർന്നിട്ടുള്ള ഇനി തകർന്നവനെ എന്തിനാ തകരുന്നേ? ഇത്
ഇനിയെങ്കിലും ആരെങ്കിലും ഈ സാധനം ഒരു കുന്തവും കൊണ്ടുവന്നാൽ ദയവ് ചെയ്തത് നെറ്റിൽ, ഞാൻ വേണമെങ്കിൽ ഇത് യൂട്യൂബിലേക്ക് സേവ് ചെയ്ത് വെച്ചേക്കാം. ഇനിയെങ്കിലും ഈ സാധനം പുതിയൊരു കൊണാണ്ടറും കൊണ്ട് വരുമ്പോ ടാർഗറ്റ് ചെയ്യാതിരിക്കുക. മനസ്സിലാക്കുക, അത് ഇവളുടെ സ്ഥിര പരിപാടിയാണ്. പ്രതികരണ ശേഷിയില്ലാത്ത ആൾക്കാരെ നോക്കി കണ്ടുപിടിച്ച് അവരെ കൊണ്ട് ഒരുമാതിരി ഞോണ്ടി കുത്തിച്ച് അവരെ അങ്ങ് വേശിയാക്കി അവരെ താറടിച്ച് എത്ര പേർക്കെതിരെ ലൈവ് വന്നു. എന്തുകൊണ്ടാണ് ഒരാളെ കൊണ്ട് പ്രശ്നമുണ്ടായാൽ ആ പ്രശ്നമുണ്ടാക്കുന്ന ആളാണ് കുഴപ്പമെന്ന് പറയാം. ഒരാൾക്ക് എല്ലാവരെ കൊണ്ടും പ്രശ്നമുണ്ടോ? അപ്പൊ പ്രശ്നക്കാരി ആരെയാണ് ഒതുക്കേണ്ടത്? പോലീസിന്റെ നിഷ്ക്രിയത്വമാണിത്. മനസ്സിലായില്ല? അധികാരികളുടെ നിഷ്ക്രിയത്വമാണിത്. എന്തുകൊണ്ട് അവരിതിന് ആക്ഷൻ എടുക്കുന്നില്ല? ആരെങ്കിലും സൂയിസൈഡ് ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്യുവാണോ? ആരെങ്കിലും ചാകുന്നത് വരെ വെയിറ്റ് ചെയ്യുവാണോ നിങ്ങള്? ഇത്രയും വിഷജന്തു ഒരുത്തി ഇങ്ങനെ കിടന്ന് ഇത്രയും കേസിന്റെ ഇത്രയും വൃത്തികെട്ട രീതിയിലുള്ള കേസുകളിൽ പ്രതിയായ ഒരു സ്ത്രീ കിടന്ന് നാട്ടിലുള്ളവരെ വെല്ലുവിളിക്കുകയാണ്. ഡെയിലി കഞ്ചാവ് അടിച്ചുകൊണ്ട് വന്നിരുന്നാണ് പിന്നെ ലൈവ് തന്നെ വരുന്നത്. കഞ്ചാവ് കേസിന് ഇപ്പൊ റീസെന്റ്ലി കഞ്ചാവിന്റെ പൈസ എങ്ങാണ്ടാ കൊടുക്കാതെ എന്തോ ഇതാക്കാതെ അവളെ കടയിൽ കയറിയാരണ്ട തല്ലിയെന്നും പറഞ്ഞിട്ട് ഒരു ലൈവ് അല്ലാതെ വന്നിട്ടുണ്ടായിരുന്നു. തല്ലൊക്കെ കിട്ടാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്, എന്നാലും നന്നാവൂല. ഞങ്ങൾക്കാർക്ക് സമയമില്ല. പക്ഷേ ഇങ്ങോട്ട് വന്ന് ഇങ്ങനെ കുത്തി നീ നോക്കണ്ട. തയ്യാറെടുപ്പോടു കൂടിയാണ് ഇരിക്കുന്നത്. തയ്യാറെടുത്തിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞത് തന്നെയാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. ജസ്റ്റിനെ പോലെ സപ്പോർട്ടേഴ്സ് ഇല്ല എനിക്ക്. ഞാൻ ഒറ്റയ്ക്കാണ്. ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഇത് നേരിടും. ഞാൻ ഒറ്റയ്ക്ക് തന്നെ നേരിടും. ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഫേസ് ചെയ്യും. ജസ്റ്റിൻ തകർന്നു നിന്നതുകൊണ്ടും സൂയിസൈഡ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞതുകൊണ്ടും ഞാൻ സപ്പോർട്ട് ചെയ്തതാണ്. അല്ലെങ്കിൽ അവനിക്ക് എന്റെ സപ്പോർട്ടിന്റെ ആവശ്യമില്ല. ഞാൻ മെന്റലി അവനെ ഒന്ന് സമാധാനിപ്പിച്ചതേ ഉള്ളൂ. ഒരു പൈസ കൊടുക്കാനോ ഒന്നും ചെയ്യാൻ പോയിട്ടില്ല. അവന്റെ ജോലി പോവില്ലെന്ന് ഞാൻ വാക്ക് കൊടുത്തു. കാരണം അതിന്റെ അധികാരികളെ ഞാൻ പോയി കാണാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിന് പ്രകാരം ഞാൻ കാണുകയും ചെയ്യും. അവന്റെ ജോലി പോവില്ല. അങ്ങനെ ഇവിടെ അത് ഇനി ഫിജോയ്ക്കിയുടെ അറിവിലേക്ക്, ബ്ലഡി അറിവിലേക്ക് ഒരു കാര്യം പറയാം. ഇവിടെ ഉള്ള ഒരു സ്ഥാപന ഉടമകളും ഒരാളുടെയും പേഴ്സണൽ കാര്യങ്ങളിൽ പോവില്ല. ഒരാളുടെയും പേഴ്സണൽ കാര്യങ്ങളിൽ അവർ ഇടപെടില്ല. ഡ്യൂട്ടി ടൈമിൽ അവർ വരിക, അവരുടെ ഡ്യൂട്ടി ചെയ്തിട്ട് പോവുക. അതിനുശേഷം ചെയ്യുന്ന എന്ത് വൃത്തികേടിനും ആ പേഴ്സൺ മാത്രമാണ് ഉത്തരവാദി. ആ പേഴ്സണിന് മാത്രമാണ് അതിന്റെ കുറ്റം. ഉടമയ്ക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് നീ വെറുതെ മെനക്കെടണ്ട. നീ KMCCയെ വിളിക്കുകയോ പിന്നെ വേറെയുള്ള അസോസിയേഷനെ വിളിക്കുകയോ ഒന്നും വേണ്ട. അവിടെ ഇരിക്കുന്നവരെല്ലാം, ആ അധികാരികളെല്ലാം തലയിൽ അല്പം ആളുതാമസമുള്ളവരാണ്. അവരാരും നിന്നെ സപ്പോർട്ട് ചെയ്യത്തില്ല. അങ്ങനെ അഥവാ ചെയ്താൽ പോലും മണ്ടന്മാരാണെന്ന് ഞാൻ പറയുള്ളൂ. നീ അങ്ങനെ ആരെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ. കാരണം ഇവിടെ വരുന്നവർക്ക് നമ്മുടെ നാടും ദേശവും അമ്മയും അച്ഛനെയും ഒക്കെ നാട്ടിലേക്ക് ഉപേക്ഷിച്ചിട്ട് ഈ നാട്ടിലേക്ക് കയറി വരാൻ തയ്യാറാകുമ്പോൾ തന്നെ നമ്മുടെ നെഞ്ചിലൊരു ധൈര്യം അല്ലാതെ തന്നെ വന്നോളും. ഒരു തന്റെ ഇടം അപ്പൊ തന്നെ പ്രവാസികൾക്ക് നോർമലി വന്നോളും. ഇവിടെ വരുമ്പം ഈ ക്രൗഡില് ഈ ഒരു മുറിക്കകത്ത് ഒരേ ബാത്റൂം, എല്ലാരും ടൈം 7:10 നീ 8:10 ബാത്റൂം വരെ 8:10 നീ എന്ന് വെച്ച് ഉപയോഗിക്കുന്ന പാവപ്പെട്ട അവർക്ക് അല്ലാതെ തന്നെ ഒരു ധൈര്യം ഉണ്ടാവും. എന്തും നേരിടാനുള്ളൊരു ധൈര്യം ഉണ്ടാവും. ഞങ്ങൾ പ്രവാസികൾ നാട്ടിലേക്ക് പോകുന്നതേ മരിക്കാനാ. ഇത് വെച്ച് കെട്ടി നാട്ടിൽ പോകുന്നത് മരിക്കാൻ. ഞങ്ങൾക്ക് അങ്ങനെ സാധിക്കാറുള്ളൂ. ഇവിടെ വന്ന് പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഈ ഭാരം ചുമക്കുന്ന കഴുതകളെ പോലെയാ. ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റാറില്ല. ഞങ്ങളെ ടാർഗറ്റ് ചെയ്യുമ്പോൾ ഇച്ചിരി റേഞ്ച് ഉള്ളതിനെ കൊണ്ടുവച്ച് ടാർഗറ്റ് ചെയ്യാൻ നോക്കുക. ഇത്തരം നന്മ മരങ്ങൾ ഇവിടെ നിന്നിട്ട് പ്രവാസികളുടെ ചോരയും നീരും ഊറ്റി കുടിച്ച് അതിൽ തടി വെച്ച് നിൽക്കുന്ന നന്മമരമായ നീ അധ്വാനിച്ച് ജീവിക്കുന്നവരെ ചെറ്റത്തരം പറഞ്ഞാൽ നിനക്ക് ഇനി അവസരമുണ്ട്. മാപ്പെഴുതി കൊടുത്തിട്ട് പോയിക്കോ. അല്ല, നീ വീണ്ടും ഇതിനകത്ത് ഇങ്ങനെ കളിക്കുമെങ്കിൽ അധികാരികളെ ഞാൻ ഇനി ഞായറാഴ്ച തൊട്ട് കാണാൻ ഇറങ്ങും. ഞാൻ ഇതുവരെ ഒന്നും ചെയ്തില്ല. കാരണം നീയും പ്രവാസിയാണെന്നുള്ളൊരു കൺസെഷൻ. ആ പെണ്ണിനെയും ഞാനൊന്നും ചെയ്യാൻ പോയില്ല. കാരണം ഞാൻ പറയാം, 3 കുട്ടികൾ. ആ ഭർത്താവ് അതറിഞ്ഞാൽ തകർന്നു പോകും. നിനക്കൊരു പെൺകുട്ടിയുണ്ട്. അതുകൊണ്ട് ഞാനൊന്നും ചെയ്തില്ല. പക്ഷെ ഞായറാഴ്ച വരെ നിനക്ക് സമയമുള്ളൂ. ഞായറാഴ്ച കഴിയുമ്പോൾ ഞാൻ ഇറങ്ങും. ഇപ്പൊ ഞാൻ വന്ന് ലൈവിൽ ഈ നിരപരാധിത്വം പറഞ്ഞതുപോലെ ഇനി ഇവിടെയുള്ള അധികാരികളെ എന്നാരും വിളിച്ചതൊന്നുമില്ല. എനിക്കിവിടെ കംപ്ലൈന്റ് ഒന്നും ചെയ്യാൻ അവരെ കൊണ്ട് വകുപ്പില്ല. പക്ഷെ എന്നാലും എനിക്കുണ്ടായ ഹ്യൂമിലിയേഷൻ, എന്നെ ഇങ്ങനെ മാനസികമായി പീഡിപ്പിക്കുന്നത്, ഒരു പേഷ്യന്റായ എന്നെ, ഒറ്റയ്ക്ക് നിൽക്കുന്ന എന്നെ, എന്റെ ഭർത്താവോ എന്റെ മകനോ എന്റെ അടുത്തില്ലാത്ത എന്നെ
ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെ മെന്റലി ടോർച്ചർ ചെയ്യുന്ന നിങ്ങൾക്കെതിരെ ശക്തമായി ഞാൻ നീങ്ങും, വളരെ ശക്തമായി ഞാൻ നീങ്ങും. അപ്പൊ നിനക്ക് പ്രവാസം ഉപേക്ഷിക്കേണ്ടി വരും. നന്മമരം അതൊന്ന് ആലോചിക്കുന്നത് നല്ലതായിരിക്കും. സോണിയ മൽഹാറിന് വീണ്ടും ഒരു വാണിംഗ്. സോണിയ മൽഹാറിന്റെ ഒരു സാധനം ഞാൻ എഴുതി ഞാൻ ടൈം ലൈനിൽ ഇടുന്നുണ്ട്. കൂടെ വേണമെങ്കിൽ ആ റെക്കോർഡിങ്സ് വിട്ടേക്കാം. ബാക്കിയുള്ളവർക്കും അത് തന്നെയാണ്. പിന്നെ എന്തോ ഒരു തുണിയില്ലാത്ത ഫോട്ടോയൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. തുണിയില്ലാത്ത ഫോട്ടോയൊക്കെ കൊണ്ടിഞ്ഞ് പോരെ കേട്ടോ. ശരി, എന്നാ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവർക്കും വീക്കെൻഡ് ആശംസകൾ. ഇപ്പൊ പഴയ ഡയലോഗ് അങ്ങ് മറന്നു പോകേണ്ടതൊക്കെ ഉണ്ട്. ഇനിയും സന്ധിക്കും വരെ വണക്കം പറഞ്ഞുകൊണ്ട് ഷെഫീന നിർത്തുന്നു. ഷെഫീന ബീവിയായ, ഷെഫീന വിനീത് എന്ന ഷെഫീന സുൽത്താനായ ഞാൻ. ഗുഡ് നൈറ്റ്. സുലാൻ മറന്നുപോയി. സുലാൻ.